السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا ونبينا وحبيبنا محمد رسول الله صلى الله عليه وعلى آله وأصحابه وأتباعه وأعوانه ومن والاه. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قالا ربنا إننا نخاف أن يفرط علينا أو أن يطغى قال لا تخافا إنني معكما أسمع وأرى فأتياه فقولا إنا رسولا ربك فأرسل معنا بني إسرائيل ولا تعذبهم قد جئناك بآية من ربك والسلام على من اتبع الهدى. إنا قد أوحي إلينا أن العذاب على من كذب وتولى قال فمن ربكما يا موسى قال ربنا الذي أعطى كل شيء خلقه ثم هدى قال فما بال القرون الأولى قال علمها عند ربي في كتاب لا يضل ربي ولا ينسى. بارك الله لي ولكم بالقرآن العظيم ونفعني وإياكم بما فيه من الآيات والذكر الحكيم وعصمني وإياكم برحمته من الشيطان الرجيم. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൻ്റെ മഹ്ലായ ഫദ്ല് കൊണ്ട്, ഔദാര്യം കൊണ്ട് അല്ലാഹു നമുക്ക് മഗ്ഫിറത്തും മർഹമത്തും അല്ലാഹുവിൻ്റെ ഫദ്ലും രണ്ട് ലോകത്തും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ രോഗികൾക്കൊക്കെ ശിഫ നൽകട്ടെ. ഇതിൽ മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സയ്യിദുനാ മൂസ അലൈഹിസ്സലാമിൻ്റെ ദഅവത്തിനെ സംബന്ധിച്ചുള്ള ഭാഗമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഫറോവ എന്ന ത്വാഗിയ, ഏറ്റവും വലിയ അക്രമികൾക്ക് ത്വാഗിയത്ത് എന്ന് പറയും. ആ താഗ് പെണ്ണിനുള്ളതല്ല, ത്വാഗിയ. അല്ലാമ എന്ന് പറയും, ആലിം, വലിയ ഇൽമുണ്ടാകുമ്പോൾ അല്ലാമ എന്ന് പറയും. എന്ന പോലെ ത്വാഗിയ, ഏറ്റവും വലിയ അക്രമിയായിരുന്ന ഫറോവയുടെ മുമ്പിലേക്കാണ് സയ്യിദുനാ മൂസ അലൈഹിസ്സലാമും ജ്യേഷ്ഠൻ ഹാറൂൻ നബിയും പോകുന്നത്. ഇദ്ഹബ് അൻത വഅഖൂക ബിആയാതി വലാ തനിയാ ഫീ ദിക്രി. മൂസ നബിയെ, നിങ്ങളും നിങ്ങളുടെ കൂടെയുള്ള ഹാറൂൻ നബിയും എൻ്റെ ദൃഷ്ടാന്തങ്ങളുമായി പോകണം. വലാ തനിയാ ഫീ ദിക്രി, എൻ്റെ സ്മരണയിൽ നിന്ന് ഒരൽപ്പം പോലും നിങ്ങൾ അശ്രദ്ധരാവരുത്. അള്ളാഹുവിനെ ഓർത്തുകൊണ്ടുള്ള ഒരു യാത്രയാകണം അത്. അള്ളാഹുവിനെ ഓർത്തുകൊണ്ടുള്ള ഒരു ദൗത്യ നിർവഹണമാകണം അത്. വലാ തനിയാ ഫീ ദിക്രി ഇദ്ഹബാ ഇലാ ഫിർഔൻ. അങ്ങനെ ദിക്ർ ചൊല്ലി നിങ്ങൾ ഫിർഔൻ്റെ മുമ്പിലേക്ക് ചെല്ലണം. ഇന്നഹു തഗാ, അവൻ പരാക്രമണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫഖൂലാ ലഹു, അതുകൊണ്ട് അദ്ദേഹത്തോട് നിങ്ങൾ രണ്ടുപേരും പറയണം ഖൗലൻ ലയ്യിന, വളരെ സോഫ്റ്റായിട്ട് സംസാരിക്കണം. ലഅല്ലഹു യതദക്കർ, ഒരുപക്ഷെ അവന് നല്ലത് ഓർമ്മ വരാം. ഔ യഖ്ഷ, അല്ലെങ്കിൽ അവൻ അള്ളാഹുവിനെ ഭയപ്പെട്ടേക്കാം. ഖാല ലാ തഖാഫ, അള്ളാഹുവിൻ്റെ മറുപടി വന്നു, ലാ തഖാഫ, നിങ്ങൾ രണ്ടുപേരും പേടിക്കരുത്. ഇന്നനി മഅകുമാ, ഞാൻ നിങ്ങൾ രണ്ടുപേരുടെയും കൂടെയുണ്ട്. അസ്മഉ വ അറാ, കേൾക്കുകയും കാണുകയും ചെയ്തുകൊണ്ട് നിങ്ങളുടെ കൂടെ ഞാനുണ്ട്. ഫഅ്തിയാഹു,
ഫറോവയുടെ അരികത്തേക്ക് നിങ്ങൾ രണ്ടുപേരും ചെല്ലണം. ഫഖൂല, എന്നിട്ട് രണ്ടുപേരും പറയണം, ഇന്നാ റസൂലാ റബ്ബിക്, നിന്റെ രക്ഷിതാവായ അള്ളാഹുവിൻ്റെ ദൂതന്മാരാണ് ഞങ്ങൾ രണ്ടുപേരും. ഫഅർസിൽ മഅനാ ബനി ഇസ്രാഈല വലാ തുഅദ്ദിബ്ഹും, ഇസ്രായേൽ മക്കളെ ഞങ്ങളുടെ കൂടെ പറഞ്ഞയക്കണം, അവരെ നീ ശിക്ഷിക്കരുത്. ഖദ് ജിഇനാക ബിആയത്തിൻ മിർ റബ്ബിക്, ഞങ്ങൾ പ്രവാചകന്മാരാണെന്ന് തെളിയിക്കാൻ ഞങ്ങൾ ദൃഷ്ടാന്തവുമായിട്ടാണ് വന്നിട്ടുള്ളത്. വസ്സലാമു അലാ മനിത്തബഅൽ ഹുദാ, ആരൊക്കെയാണോ സന്മാർഗം സിദ്ധിക്കുന്നത് അവർക്ക് രക്ഷയുണ്ട്. ഇന്നാ ഖദ് ഊഹിയ ഇലൈന, ഞങ്ങൾക്ക് വഹീ ലഭിച്ചിട്ടുണ്ട്. അന്നൽ അദാബ അലാ മൻ കദ്ദബ വതവല്ല, സത്യം ബോധ്യപ്പെട്ടതിന് ശേഷം അത് നിഷേധിക്കുകയും കളവാക്കുകയും ചെയ്ത ആളുകൾക്കാണ് അദാബ് എന്ന് ഞങ്ങൾക്ക് വഹീ നൽകപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നിഷേധിക്കരുത്. സത്യം ബോധ്യപ്പെടുമ്പോൾ ആ സത്യം സത്യമാണെന്ന് അംഗീകരിക്കുക. ഖാല ഫമർ റബ്ബുകുമാ യാ മൂസ, ഫിർഔൻ ചോദിച്ചു, മൂസ, ഹാറൂൻ, നിങ്ങൾ രണ്ടുപേരുടെയും റബ്ബാരാണ്? ഖാല റബ്ബുനല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ, ഞങ്ങളുടെ രക്ഷിതാവ് എല്ലാ സൃഷ്ടിക്കും അതിൻ്റെ നിലനിൽപ്പിനാവശ്യമായത്, അതിൻ്റെ സർവൈവലിന് ആവശ്യമായതെല്ലാം നൽകുകയും അതിന് വഴി കാണിക്കുകയും ചെയ്തവനാണ് എൻ്റെ റബ്ബ്. അള്ളാഹുവിൻ്റെ വലിയ ഖുദ്റത്തിനെ സംബന്ധിച്ച് പറയാൻ, അള്ളാഹു ആരാണ് എന്ന് ചോദിക്കുമ്പോൾ ഖൽഖ് പരാമർശിക്കപ്പെടണം. അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പ് എന്നത് അള്ളാഹുവിൻ്റെ വസ്ഫുകളിൽ ഖാലിഖ് എന്ന് പറഞ്ഞ വസ്ഫിലൂടെയാണ് നമുക്ക് അള്ളാഹുലേക്ക് എത്താൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, അള്ളാഹു സൃഷ്ടിച്ചവനാണ് എന്ന്. കാരണം നമ്മൾ സൃഷ്ടികളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബോഡി അടക്കം, മേലോട്ട് നോക്കിയാൽ ആകാശലോകങ്ങൾ, താഴെ നോക്കിയാൽ മണ്ണ്, നമ്മൾ നിലനിൽക്കുന്ന അന്തരീക്ഷം, ചെടികളും പക്ഷികളും സസ്യവും വെള്ളവും ജലാശയങ്ങളും ജലനിരപ്പുകളിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ജീവജാലങ്ങൾ, ഇതൊക്കെ നമ്മൾ കാണുമ്പോഴേ ഇതൊക്കെ സൃഷ്ടിയാണ്. അപ്പോൾ സ്വാഭാവികമായും ചോദിച്ചു പോകും, മനുഷ്യൻ ഇല്ലാത്തൊരു സമയം ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ടല്ലോ. മനുഷ്യൻ ബാല്യത്തെക്കുറിച്ച് ആലോചിക്കാം. ബാല്യത്തിന് മുമ്പ് ശൈശവമുണ്ട്, അതിൻ്റെ മുമ്പ് ബേബിയായി നിൽക്കുന്നൊരു കാലമുണ്ട്, അതിൻ്റെ മുമ്പ് ഉമ്മയുടെ ഉദരത്തിലാണ്, അതിൻ്റെ മുമ്പ് ഇല്ല, ആലമുൽ അർവാഹിലേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇല്ലാത്തൊരു സമയം ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്നവരാണ്. ഹൗ ഡിഡ് ഐ കം, നമ്മൾ എങ്ങനെ ഇവിടേക്ക് എത്തി എന്നത് മനുഷ്യൻ്റെ ഒരു അന്വേഷണമാണ്. അതിന് ഉത്തരം കൊടുക്കാനാണ് പരിണാമ സിദ്ധാന്തങ്ങളൊക്കെ വെറുതെ ആളുകൾ പഠിച്ചുവിടുന്നത്. പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി? അള്ളാഹുവാണ് ഇതിൻ്റെ സൃഷ്ടാവ്. ഇത് സൃഷ്ടിച്ചവൻ്റെ പേരാണ് അള്ളാഹ്. ഇത് പ്രവാചകന്മാർ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ആരാണ് മൂസ നിന്റെ റബ്ബ് എന്ന് ചോദിച്ചപ്പോൾ ഖാല റബ്ബുനല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖൽഖഹ്, ഓരോ വസ്തുവിനും അതിൻ്റെ രൂപവും ഭാവവും നൽകിയവനാണ് അല്ലാഹു. അതിൻ്റെ സൃഷ്ടിപ്പ് നൽകിയവനാണ് അല്ലാഹു, അതിൻ്റെ രൂപം നൽകിയവനാണ് അല്ലാഹു. അതുമാത്രമല്ല സുമ്മ ഹദാ, എന്നിട്ട് ആ വസ്തുക്കൾക്ക് ഹിദായത്ത് കൊടുത്തു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വസ്തുക്കൾക്ക് എന്ത് ഹിദായത്താണ്? ജീവജാലങ്ങളുടെ ഹിദായത്ത് എന്താ? സസ്യലതാദികളുടെ ഹിദായത്ത് എന്താണ്? അവകളുടെ നിലനിൽപ്പിനാവശ്യമായതും അവകൾക്ക് തലമുറകൾ നിലനിൽക്കാൻ ആവശ്യമായ പ്രജനനം അടക്കമുള്ള അവർക്ക് ഭക്ഷണം, അവരുടെ ഭക്ഷണം, വെള്ളം, നിലനിൽപ്പ് എല്ലാം അള്ളാഹു സംവിധാനിച്ച് വെച്ചിരിക്കുക. വെറുതെ അങ്ങ് സെറ്റിച്ചു പോയതല്ല. കുഞ്ഞുങ്ങൾ ജനിക്കുന്നു. ഇപ്പോൾ ലോകത്ത് എത്രയെല്ലാം അള്ളാഹുവിൻ്റെ പുതിയ സൃഷ്ടികൾ ലോകത്ത് വന്നുകൊണ്ടിരിക്കുന്നു. ഒരു കുഞ്ഞിൻ്റെ ഇൻസെപ്ഷൻ നടക്കുന്നത് മുതൽ ഒരു കുഞ്ഞ് പ്രസവിക്കുന്നതോടെ ഭൂമി ലോകത്തേക്ക് വെളിച്ചത്തിലേക്ക് വരികയാണ്. അല്ലെങ്കിലും ഉദരത്തിലാകുമ്പം തന്നെ കുഞ്ഞ് വന്നു. അങ്ങനെ എത്ര ആയിരക്കണക്കിന് കോടിക്കണക്കിന് ജീവജാലങ്ങൾ പ്രസവിക്കുന്നു, ഗർഭം ധരിക്കുന്നു, മക്കളുണ്ടാകുന്നു, പൂക്കളും കായ്ക്കനികളും പുതിയത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, മഴ പുതിയത് പെയ്തുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ലോകത്ത് എന്നും സൃഷ്ടിപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ശരിയല്ലേ? ലോകത്ത് എന്നും സൃഷ്ടിപ്പ്, പുതിയ പുതിയ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ പുതിയ ജീവജാലങ്ങൾ, അവരുടെ കുഞ്ഞുങ്ങൾ ജനിച്ചുകൊണ്ടിരിക്കുകയാണ്.
സുബ്ഹാനല്ലാഹ്. അതിനൊക്കെ ആവശ്യമായ ഇടങ്ങളിലേക്ക് അള്ളാഹുവാണ് ഹിദായത്ത് നൽകിയത്. ഇപ്പം സൃഷ്ടിക്കുക എന്ന് മാത്രമല്ല, ഒരു പശുക്കിടാവ് ജനിച്ചു കഴിഞ്ഞ് അതിന് ഒരു വെള്ളത്ത് കൊണ്ടുപോയിട്ടാൽ അതങ്ങ് നീന്തി കര പിടിക്കും. അത്ര ഒഴുക്കുണ്ടെങ്കിൽ, ഒഴുക്കൊക്കെ ഉള്ള വളരെ പ്രയാസകരമായതെങ്കിലൊഴികെ ചെറിയൊരു വെള്ളത്തിൽ ജനിച്ചു വീണ ഒരു മൃഗത്തിൻ്റെ കുഞ്ഞിനെ സർവൈവ് ചെയ്യാൻ പറ്റും. അവരൊക്കെ ഏതെങ്കിലും സ്വിമ്മിംഗ് പൂളിൽ പോയിട്ട് സ്വിമ്മിംഗ് ലെസൺ പഠിച്ചിട്ടാണോ? ആരാ ഇവരെ പഠിപ്പിച്ചത്? അതാണ് ഹദ. ഓരോന്നിൻ്റെയും നിലനിൽപ്പിനും രക്ഷയ്ക്കും ആവശ്യമായ സ്കില്ലുകൾ അള്ളാഹു കൊടുത്തതാണ്. കുഞ്ഞ് ജനിക്കുമ്പോൾ, ചെറിയ മക്കൾ ജനിക്കുമ്പോഴേ അവർക്കിപ്പോൾ ടിഫിൻ ബോക്സിൽ ഭക്ഷണം കൊടുത്താൽ കുഞ്ഞിന് കഴിക്കാൻ പറ്റുമോ? ഇല്ല. ഫഹദൈനാഹു നജ്ദൈൻ എന്ന് പറഞ്ഞിടത്ത് മുഫസ്സിരീങ്ങൾ കൊടുക്കുന്ന അർത്ഥം, ഉമ്മയുടെ ഉദരത്തിൽ കുഞ്ഞിന് പാല് കുടിക്കാനുള്ള സംവിധാനം അള്ളാഹു ചെയ്തെന്നും ആ ഉദരത്തിലേക്ക് എത്തുമ്പോൾ ആ കുഞ്ഞ് ചുണ്ടുകൾ ചലിപ്പിച്ചുകൊണ്ട് ഉമ്മയിൽ നിന്ന് പോഷണം സ്വീകരിക്കാനുള്ള സംവിധാനം ആരാണ്? ഭാഷ അറിയാത്ത, കണ്ണു തുറക്കാത്ത ഈ കുഞ്ഞിനെ പഠിപ്പിച്ചതാരാണ്? അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ മരിച്ചുകൂലേ? തൻ്റെ ഉമ്മയാരാണെന്ന് പോലും കുഞ്ഞിന് തിരിച്ചറിയാൻ കഴിയുന്നതിൻ്റെ മുമ്പ് ആ കുഞ്ഞിന് അമിഞ്ഞപ്പാല് കുടിക്കാൻ എന്ത് ചെയ്യണം, ഇതെങ്ങനെ പഠിപ്പിച്ചു കൊടുക്കും? ഏത് ഭാഷയിൽ കുഞ്ഞിന് പറഞ്ഞു കൊടുക്കാൻ പറ്റും? സുമ്മ ഹദാ. അതാണ് ഓരോ വസ്തുവിനും നിലനിൽക്കാൻ ആവശ്യമായ സ്കില്ലുകൾ അള്ളാഹു കൊടുത്തവനാണ്. അള്ളാഹു സൃഷ്ടിച്ചു എന്ന് മാത്രമല്ല, അത് ഏത് വിഷയത്തിലും, പക്ഷികളുടെ ലോകമാണെങ്കിലും മത്സ്യങ്ങളുടെ ലോകമാണെങ്കിലും. സാമൻ മത്സ്യത്തെക്കുറിച്ച് നമ്മൾ കേൾക്കാറുണ്ടല്ലേ? അത് എല്ല് സൈലൻ്റാന്നാ പറയാ. സാൽമൻ എന്ന് എഴുതും, പക്ഷെ സാമൻ എന്നാ വായിക്കാൻ പാടുള്ളൂ. അങ്ങനെ കുറേ ഉണ്ട്. എന്തിനാ പിന്നെ വെറുതെ അവിടെ എല്ലിടണമെന്ന് ചോദിക്കൂലേ? സാമൻ മത്സ്യങ്ങൾ 6000-ഉം 7000-ഉം ഒക്കെ കിലോമീറ്റർ തിരിച്ച് സഞ്ചരിക്കുന്നുണ്ട്. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? അമേരിക്കയിലെ പല ഫ്രഷ് വാട്ടറുകൾ ഉള്ള പുഴകളിൽ നിന്നാണ് ഈ മത്സ്യം സമുദ്രത്തിലേക്ക് പ്രസവിക്കാൻ ഇറങ്ങുന്നത്. എത്രയോ ദൂരം, 6000 കിലോമീറ്റർ വരെ സഞ്ചരിച്ച സാമൻ മത്സ്യത്തെ ശാസ്ത്രകാരന്മാർ പരിചയപ്പെടുന്നുണ്ട്. ചിപ്പുകൾ വെച്ചിട്ട് വിടൂര് എത്ര ദൂരം സഞ്ചരിച്ചു എന്നവർക്ക് കിട്ടും. അത്രയും ദൂരം കടലിൻ്റെ ഉൾക്കടലിലൂടെ യാത്ര ചെയ്തിട്ട് അങ്ങ് പസഫിക്കിൽ കിടക്കുന്ന സാധനം അറ്റ്ലാന്റിക്കിലേക്ക് എത്തിയിട്ട്, അല്ലെങ്കിൽ മെഡിറ്ററേനിയനിൽ വന്ന് കടന്നിട്ട് അവിടെ പ്രസവിച്ചുകൊണ്ട് ഈ ഉമ്മമാർ പിന്നെ അവരുടെ ലോകത്തേക്ക് പോവാണ്. ഈ കുഞ്ഞുങ്ങൾ പ്രസവിക്കുന്നത് ഇത്ര ആയിരക്കണക്കിന് കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ്. പാസ്പോർട്ട് കിട്ടാൻ വേണ്ടി അമേരിക്ക പോയി പ്രസവിക്കാൻ പ്ലാൻ ചെയ്യുന്നവരുണ്ട്. അവിടെ കുഞ്ഞിനിട്ടാൽ കുഞ്ഞ് തിരിച്ചുകൊണ്ട് ഒറ്റയ്ക്ക് വരുമോ ഫ്ലൈറ്റ് എടുത്തിട്ട്? ഈ സാൽമൻ എന്ന് പറയുന്ന ഈ സാമൻ മത്സ്യത്തിൻ്റെ കുഞ്ഞുങ്ങൾ, ഉമ്മമാർ ഏത് പുഴയിൽ നിന്നാണോ, ഉപ്പില്ലാത്ത പുഴയിൽ നിന്നാണോ കടലിലേക്ക് എത്തിയത്, ഈ ആയിരക്കണക്കിന് കിലോമീറ്റർ സഞ്ചരിച്ചത്, ഉമ്മ കൂടെയില്ലാതെ ഈ മക്കൾ ഒരു GPS ഇല്ലാണ്ട് തിരിച്ചു അവകൾ യാത്ര ചെയ്ത് ഉമ്മമാർ എത്തിയിടത്തേക്ക് തിരിച്ചെത്തുന്നുണ്ട്. അതാണ് സുമ്മ ഹദ. ആരാണിതൊക്കെ? ഈ മത്സ്യത്തിന് ആര് പഠിപ്പിച്ചു കൊടുത്തു ഇതൊക്കെ? നമുക്കിന്ന് പഠിക്കാനും അറിയാനും ഒരുപാട് സംവിധാനങ്ങൾ ഉണ്ടാകുമ്പോൾ അള്ളാഹുവിൻ്റെ എന്ന വിശേഷണങ്ങൾ ആഴത്തിൽ അറിയാൻ നമുക്കിന്ന് സാഹചര്യമുണ്ട്. പഴയ കാലത്ത് അതൊന്നും ഇല്ല. എന്ന് നമുക്ക് ആഴത്തിൽ പഠിക്കാൻ പറ്റും. പക്ഷികൾ, ദേശാടന പക്ഷികൾ എന്ന് പറയില്ലേ? ബ്രസീലിൽ നിന്ന്, ആഫ്രിക്കയുടെ കേപ്പ് ടൗണിൽ നിന്നൊക്കെ പറന്നു വരുന്ന പക്ഷികളുണ്ട്. എത്ര ആയിരക്കണക്കിന് കിലോമീറ്ററുകളാണ് അവിടെ നിന്ന് ഇന്ത്യയിലേക്ക്. കണ്ണൂരിൽ വന്ന് താമസിക്കുന്ന പക്ഷികളുണ്ട് ചില സീസണുകളിൽ. കണ്ണൂർ എയർപോർട്ടിൽ പക്ഷീൻ്റെ ഫോട്ടോ ഉണ്ട്. അങ്ങനെ ഒരു ദേശാടന പക്ഷി വന്ന് അതിൻ്റെ ഫോട്ടോ കുറച്ച് ഡിസ്ക്രിപ്ഷന് കൊടുത്തിട്ടുണ്ട്. ഒരു ഫോട്ടോഗ്രാഫറുടെ പേരും ഞാൻ മറന്നുപോയി.
ആയിരക്കണക്കിന് കിലോമീറ്റർ. ഏത് പെട്രോൾ പമ്പിൽ നിന്ന് അതിന് ഫ്യൂൽ അടിക്കുന്നത് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇത്രയും വരുന്ന വരവിൽ കടലിന് മുകളിൽ നിന്ന് എന്ത് കിട്ടാനാ ഫുഡ്? അപ്പം അവരുടെ സ്റ്റാമിന എന്തായിരിക്കും ആലോചിച്ച് നോക്കി. ആ പക്ഷികൾ കാലാവസ്ഥകളുടെ വ്യതിയാനങ്ങൾ ഒന്നും ബാധിക്കാതെ പറന്നു വന്ന് അവയുടെ ലക്ഷ്യസ്ഥാനത്തെത്തുകയാണ്. കാലുകൾ ചിപ്പ് വിട്ടിട്ടാണ് ശാസ്ത്രകാരന്മാർക്ക് ഇവർ ഇത്ര ദൂരം യാത്ര ചെയ്തു, ഇന്ന കൺട്രിയിലാണ് എത്തിയത്, ഇന്ന സമയത്ത് അവർ തിരിച്ചു പോന്നു എന്നൊക്കെ ട്രാക്ക് ചെയ്യാൻ ഇന്ന് സംവിധാനങ്ങളുണ്ട്. സുബ്ഹാനല്ലാഹ്. ആര് ഈ പക്ഷികൾക്ക് ഈ റൂട്ട് പറഞ്ഞു കൊടുത്തു? അവർക്ക് വല്ല ഐഡിയ ഉണ്ടോ? എവിടുന്നാണ് ഇനി നാശ്ത കഴിക്കേണ്ടത്, എവിടുന്നാ ലഞ്ച്, എവിടുന്നാ ഡിന്നർ, വല്ല ഐഡിയ ഉണ്ടോ? കടലിൻ്റെ മുകളിലൂടെ പറക്കല്ലേ. ഒരു മരം ഉണ്ടോ ഒന്ന് 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 കാല് വെച്ചൊന്ന് ഇരിക്കാൻ? പല ഷിപ്പുകളൊക്കെ പോയി ഇരിക്കുന്നുണ്ടാവും, അല്ലാഹു ആലം. ഇവകൾ യാത്ര ചെയ്യുന്നില്ലേ? നമ്മൾ എത്ര വലിയ ഫ്ലൈറ്റുകൾ, സൂപ്പർസോണിക് വിമാനങ്ങൾ എന്ന് പറഞ്ഞാലും അതിനൊക്കെ നല്ല ഫ്യൂല് വേണം, എൻജിൻ കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ടേ പോകാൻ പറ്റുള്ളൂ. സുബ്ഹാനല്ലാഹ്. അതിൻ്റെ എൻജിനുകളുടെ പെർഫെക്ഷൻ ഇതൊക്കെ നോക്കിയിട്ടേ നമ്മൾ യാത്രക്ക് ഒരുങ്ങുള്ളൂ. ഈ പക്ഷികൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു GPS സംവിധാനവും ഇല്ല, ഒരു ഗൂഗിളും ഇല്ല, വെയ്സും ഇല്ല, ഒന്നുമില്ല, യാങ്കോ ഇല്ല, ഒന്നുമില്ല. തന്നെയാണ്, അവരങ്ങ് പോവാണ്. ഇതിനൊരു ഇൻസ്റ്റിങ്ക്റ്റ് എന്നാ പറയാ. അവയുടെ ബ്രെയിനിൽ അള്ളാഹു ചെയ്തു വെച്ചൊരു ഒരു GPS സംവിധാനമുണ്ട്. അത് എങ്ങനെ നമുക്കറിയില്ല, നമുക്കത് വിശദീകരിക്കാൻ പറ്റുന്നില്ല. പോയിടത്തേക്ക് തന്നെ തിരിച്ചു വരികയാണ്. ഫ്ലൈറ്റുകളുടെയൊക്കെ റഡാർ സംവിധാനങ്ങൾ തകരാറിലായ ഇവിടെ പോയി ലാൻഡ് ചെയ്യും? റൺവേ കിട്ടണ്ടേ? പിന്നെ എന്തു ചെയ്യും? ഒന്നും ചെയ്യാൻ പറ്റില്ല. എവിടെയെങ്കിലും കൊണ്ടുപോയി വല്ല പറമ്പിൽ ഇറക്കേണ്ടി വരും. ക്രാഷ് ലാൻഡിങ് എന്ന് പറയും. ഈ ക്രാഷ് ലാൻഡിങ് റൺവേയിൽ കൊണ്ടുപോയി ഇറക്കണമെങ്കിൽ റഡാർ കിട്ടണം. റൺവേ എവിടെയാന്ന് തിരിയാണ്ട് പോയാൽ, കണക്ഷൻ അങ്ങ് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും മനുഷ്യൻ? ഖുലിഖൽ ഇൻസാനു ദഈഫ. മനുഷ്യൻ എത്ര വലിയ ടെക്നോളജി അഡ്വാൻസ്മെൻറ്റ് മുമ്പോട്ട് പോയാലും നമ്മൾ ദുർബലന്മാർ തന്നെയാണ്, അല്ലേ? നമ്മൾ ദുർബലരാണ്. ആ ഒരു വയറും കട്ടായി കഴിഞ്ഞാൽ, എന്ന് പറഞ്ഞാൽ ഒരു GPS കണക്ഷൻ അങ്ങ് കട്ടായി കഴിഞ്ഞാൽ, ആകാശത്ത് കിടക്കുന്ന ഏത് രാജ്യത്തിൻ്റെ ഏത് ജില്ലേൻ്റെ മുകളിലാണ്, ഇവിടെ ഏത് പഞ്ചായത്തിൻ്റെ മുകളിലാണ് കിടക്കുന്നത് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? കഴിയില്ല. സുബ്ഹാനല്ലാഹ്. അഅ്താ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. ഓരോന്നിനും ആവശ്യമായ അവയുടെ സൃഷ്ടിപ്പിനെ നൽകിയവനല്ല. ഓരോന്നിനും ആവശ്യമായ ഭക്ഷണം എന്താണെന്ന് അള്ളാഹുവാണ് ഗൈഡ് ചെയ്യുന്നത്. അപ്പം നമ്മൾ പറയും കഴുതൊക്കും ഇവർക്കൊക്കെ ബുദ്ധി ഉണ്ടാവില്ല, അതിന് ബുദ്ധി ഇല്ലാത്തതിനൊക്കെ മനുഷ്യന്മാർ കഴുതയെ ഉപമിച്ചുകൊണ്ടൊക്കെ പറയും. ആ കഴുതിൻ്റെ മുമ്പിൽ കുറേ ഇരുമ്പിൻ്റെ കമ്പിയൊക്കെ മടക്കി ചുരുക്കി വെച്ചു കൊടുക്കുക, ഇപ്പുറത്ത് കുറച്ച് പുല്ല് വെച്ചു കൊടുക്കുക. അത് ആ ഇരുമ്പ് കടിക്കാൻ തന്നെ പോവില്ല. അതിനറിയാം അത് എൻ്റെ ഭക്ഷണമല്ലെന്ന്. ഒരു കഴുതയെ കൊണ്ടുപോയിട്ട് ഒരു മലയുടെ ഇതുപോലത്തെ ഒരു എഡ്ജിൽ, ഒരു ക്ലിഫിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് അതിനോട് ചാടാൻ പറഞ്ഞു. അത് ചാടില്ല, അത് ഇങ്ങോട്ട് അതിനറിയാം താഴെ വീണ കാല് മുറിയുന്നത്. അതിൻ്റെ അതിജീവനത്തിനാവശ്യമായ ഇൽമ് ആ ജീവിക്ക് അല്ലാഹു കൊടുത്തിരിക്കുകയാണ്. അതാണ് അഅ്താ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. ഓരോന്നിനും കൃത്യമായ ഗൈഡൻസ് അള്ളാഹു നൽകിയിട്ടുണ്ട്. തേനീച്ചയെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിൽ ഒരു ചാപ്റ്റർ ഉണ്ട്, അല്ലേ? സൂറത്തുൻ നഹൽ. തേനീച്ചകൾക്ക് ഇങ്ങനെ സംവിധാനമുണ്ട്. പിന്നെ ഏതാനും കിലോമീറ്ററുകൾ, ചില കേസുകളിൽ 30, 40, 50 കിലോമീറ്റർ ദൂരെ നിന്ന് അതിൻ്റെ പൊല്ലൻ ചെടികളുടെ പൂമ്പൊടിയിൽ നിന്ന് തേൻ ശേഖരിച്ചുകൊണ്ട് ആ തേനിൻ്റെ ഹൈവിലേക്ക് അവകൾ തിരിച്ചു പറക്കുന്നുണ്ട്. അതിൻ്റെ പരിസരത്തൊക്കെ പല തേനീച്ചക്കൂടും ഉണ്ടാവും. ആരാൻ്റെ വീട്ടിൽ പോയിട്ട് അവരാരും കയറുന്നില്ല. അവയുടെ സ്വന്തം ഹൈവിലേക്ക്, തേൻ പലകയിലേക്ക് തന്നെ അവകൾ തിരിച്ചു വരുന്നുണ്ട്. അവയുടെ ഈ ട്രാവലിങ്ങും വലിയൊരു അത്ഭുതമാണ്. യഖ്റുജു മിൻ ബുതൂനിഹ എന്ന് പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു തേനീച്ചകൾക്ക് വയറുകളുണ്ട് എന്നാണ് പരാമർശം. 2 വയറുണ്ടെന്നാ, 2 സ്റ്റോറേജ് ഉണ്ട്. ഒന്ന് അതിൻ്റെ ഭക്ഷണം സ്റ്റോർ ചെയ്യാൻ, ഒന്ന് അതിൻ്റെ ഹണി, നെക്ടാർ, അത് സ്റ്റോർ ചെയ്യാൻ. ഖുർആൻ ഇത് പറഞ്ഞു, യഖ്റുജു മിൻ ബുതൂനിഹ വഔഹാ റബ്ബുക ഇലൻ നഹ്ലി അൻ ഇത്തഖിദി മിനൽ ജിബാലി ബുയൂത. അല്ലാഹു സുബ്ഹാനഹു വതആല തേനീച്ചകൾക്ക് വഹി കൊടുത്തു. അതാണ് ഈ ഹദ, ഹിദായത്ത്, മാർഗദർശനം കാണിച്ചു കൊടുത്തു. അൻ ഇത്തഖിദി, പെണ്ണായ തേനീച്ചയെ, ഇത്തഖിദ് എന്നാണെങ്കിൽ ആണിനോടാ പറയുന്നത്, ഇത്തഖിദി പെണ്ണിനോട് പറയും, അങ്ങനെ പറയാ. പെണ്ണായ തേനീച്ചയെ നീ മിനൽ ജിബാലി ബുയൂത, മലകളിൽ നീ നിന്റെ വീടുകൾ കൊണ്ടുപോയി ഉണ്ടാക്കിക്കോ.
ഒമിന ഷജർ, പിന്നെ മരങ്ങളുടെ മീതെയും നീ നിന്റെ കൂട് വെച്ചോ. ഒമിമ്മായ അരിശൂൻ, പിന്നെ മനുഷ്യന്മാരുണ്ടാക്കുന്ന വീടുമ്പിലൊക്കെ പോയിട്ട് അവിടെ ഉണ്ടാക്കിക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ പറയും കാട്ടുതേൻ കിട്ടുക എന്ന് പറയില്ല, കാട്ടിൽ പോയി അവിടെ നിന്ന് തേൻ കിട്ടും, നല്ല ഒറിജിനൽ തേനാണ്, വയനാട്ടിൽ നിന്ന് അത് കിട്ടും, ഇവിടെ നിന്ന് അത് കിട്ടും എന്നൊക്കെ പറയും. അപ്പോൾ കാട്ടിൽ ഇവകൾ പ്രത്യേകമായി കൂട് വെക്കുന്നുണ്ട്. ആ കൂട് വെക്കുന്ന സംബന്ധിച്ച് സൂചിപ്പിച്ചപ്പോൾ അല്ലാഹു തആല അഡ്രസ്സ് ചെയ്യുന്ന ആരോടാണെന്നറിയോ? പെൺ തേനീച്ചയോടാ. തേനീച്ചയിൽ ആണുങ്ങൾ മുഴുവൻ മടിയന്മാരാണ്. തേനീച്ചയിൽ പണിയെടുക്കുന്നത് പെണ്ണുങ്ങൾ, അവരാണ് അധ്വാനിക്കുന്നത്. അതുകൊണ്ട് ഖുർആൻ പെണ്ണിനോട് പറയുന്ന പോലെയാണ് സംസാരിച്ചത്. ഖുർആൻ ഈ ആയത്തുൻ നഹ്ൽ അങ്ങനെ അനിത്തഖ്ദീ മിനൽ ജിബാലി ബുയൂതൻ വമിനശ് ശജരി വമിമ്മാ യഅ്സുമ്മ കുലി മിൻ റിസ്ഖി റബ്ബിക്. നിനക്ക് അല്ലാഹു തന്ന ഭക്ഷണത്തിൽ നീ കഴിച്ചോളൂ പെൺ തേനീച്ചയെ. കുലി അല്ലെങ്കിൽ കുൽ എന്നാ പറയാ, കുലി. സുബ്ഹാനല്ലാഹ്. ഈ തേനീച്ചകൾക്ക് ആരാണ് ഇത് കൊടുത്തത്? ഇത് ഖുർആൻ്റെ വലിയ അത്ഭുതമാണ്. ആണാണോ പെണ്ണാണോ വർക്ക് ചെയ്യുന്നതെന്ന് ഇപ്പോഴേ മനസ്സിലായത്. ഹണി ബീയെ സംബന്ധിച്ചൊക്കെ വലിയ റിസർച്ചുകൾ നടന്നിട്ടുണ്ട് തേനീച്ചയെ സംബന്ധിച്ച്. അതിൻ്റെ ചിറകല്ലോ അതിനെ പൊന്തിപ്പിക്കുന്നത്, അതിൻ്റെ ബോഡി ഉണ്ടാക്കുന്നൊരു വൈബ്രേഷനുണ്ട്. ആ വൈബ്രേഷൻ കൊണ്ടാണ് ഇതിന് അതിൻ്റെ ചിറക് വളരെ വീക്കാണ്. അതിൻ്റെ ബോഡി വൈബ്രേഷനിലൂടെയാണ് അത്രേ അതിന് പറക്കാൻ വലിയൊരളവോളം സഹായകമാകുന്നത്, അതിൻ്റെ ചിറക് മാത്രമല്ല. ഇങ്ങനെ തുടങ്ങി ഒരുപാട് രഹസ്യങ്ങൾ ഖുർആൻ തന്നെ പേര് സൂറത്തുൻ നഹൽ, തേനീച്ചയെ ഓർമ്മപ്പെടുത്തും. ഇതൊക്കെ എന്തിനാണെന്നറിയോ? ഖാലിഖായ അള്ളാഹുവിനെ അറിയണമെങ്കിൽ ആദ്യം ഖൽക്കിനെ മനസ്സിലാവണം. സൃഷ്ടിയെ മനസ്സിലായാലേ സൃഷ്ടാവിനെ മനസ്സിലാവുള്ളൂ. സൃഷ്ടി എത്രത്തോളം സൊഫിസ്റ്റിക്കേറ്റഡ് ആണോ, എത്രത്തോളം സങ്കീർണമാണോ, അത്രത്തോളം അത് ഉണ്ടാക്കിയ റബ്ബിൻ്റെ സവിശേഷമായ ഖുദ്റത്തിനെ നമ്മൾ അഡ്മയർ ചെയ്തുകൊണ്ടിരിക്കും. മൂസ നബി അലൈഹി ഇസ്ലാമിനോട് ഫിർഔൻ ചോദിക്കുകയാണ്, ഖാല ഫമർ റബ്ബുകുമാ യാ മൂസ, മൂസേ നിങ്ങൾ മറുപടി പറയണം, ആരാ നിങ്ങൾ രണ്ടുപേരുടെയും പടച്ചവൻ? അലൈഹിസ്സലാം. ഖാല റബ്ബുന അല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖൽഖ, ഓരോ ഷൈഇനും വസ്തു. ഇത് അള്ളാഹിനെ കുറിച്ച് ഷൈ എന്ന് പറയൂല. ഷൈ എന്ന് പറയുന്നത് ഷാ യഷാ, നമ്മൾ മാഷാ അല്ലാഹ് എന്ന് പറയില്ലേ? ഷാ മാ ഷാ അല്ലാഹ്, അള്ളാഹു എന്തുദ്ദേശിച്ചുവോ അത് നടന്നു. ഇതാണ് ആ വാക്കിനർത്ഥം. ഷാ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുക എന്ന. ഉദ്ദേശിക്കുന്നവനായ മുരീദായ അള്ളാഹു ഇറാദത്ത് ചെയ്തപ്പോൾ ഉണ്ടായത്, അതാണ് വസ്തു എന്ന് പറയുന്നത്. അപ്പോഴേ വസ്തുക്കൾക്ക് ഷൈ എന്ന് പറയാൻ പറ്റുള്ളൂ. ഏതൊരു വസ്തുവും അള്ളാഹുവിൻ്റെ മശീഅത്തുമായി ബന്ധപ്പെട്ട് കിടക്കുക. അള്ളാഹുവിൻ്റെ ഇറാദത്ത്, ഷാ യഷാ, അള്ളാഹു ഉദ്ദേശിക്കുക എന്ന റബ്ബിൻ്റെ ഒരു സിഫത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഷൈ ഉണ്ടാകുന്നത്, വസ്തുക്കൾ ഉണ്ടാകുന്നത്. അള്ളാഹു അതിനതീതനാണ്. അള്ളാഹിനെ പറ്റി ഷൈ എന്ന് പറയാൻ പറ്റില്ല. സുബ്ഹാനല്ലാഹ്. ഖാല റബ്ബുന അല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ, ഓരോന്നിനും ഷേപ്പ് കൊടുത്തവനാണ് അള്ളാഹു. പ്രപഞ്ചത്തിലെ one of the most interesting thing that exhibits the marvelous creation of Allah subhanahu wa ta'ala is the engineering in the shapes of things. വല്ലാത്ത അത്ഭുതമാണ്. ഓരോ വസ്തുവിനും രൂപങ്ങൾ, ഓരോന്നിനും ഷേപ്പ് ആൻഡ് ഡിസൈൻ, കളറുകൾ അള്ളാഹു നൽകിയത്. ആലോചിച്ച് നോക്കൂ. സുബ്ഹാനല്ലാഹ്. എല്ലാ ഭക്ഷണത്തിനും കറുപ്പ് നിറാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? എല്ലാ ഫ്രൂട്ട്സും കറുപ്പ് നിറാണെങ്കിൽ, കറുപ്പ് നിറമാണ്, അതൊരു ആബ്സെൻസ് ഓഫ് കളർ അല്ല ശരിക്ക്. പക്ഷേ ഒക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. പണ്ട് നമ്മൾ ഫിലിം കഴിക്കുമ്പോൾ കിട്ടുമല്ലോ ചിലപ്പോൾ, ശരിയാ, ബ്ലാക്ക് ആൻഡ് വൈറ്റ്, കണ്ണൊക്കെ അങ്ങനെ ഉണ്ടാവും അല്ലേ? സുബ്ഹാനല്ലാഹ്. എല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ ഈ പ്രപഞ്ചം? കളറില്ലെങ്കിൽ. അൽവാൻ അള്ളാഹുവിൻ്റെ വലിയൊരു സംവിധാനമല്ലേ? എല്ലാ ജീവികൾക്കും രൂപങ്ങൾ, സുബ്ഹാനല്ലാഹ്, ഡിസൈനുകൾ. ചെറിയ ചെറിയ പറക്കുന്ന കൊച്ചു സാധനങ്ങളൊക്കെ ഒന്ന് അടുത്ത് വന്നൊന്ന് സൂം ചെയ്ത് നോക്കിയാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. എന്തൊക്കെയാണ് അള്ളാഹു അതിന് കൊടുത്തു വെച്ചിരിക്കുന്നത്, ചെറുതും വലുതുമായ. വലിയ വലിയ ആന മുതൽ ജിറാഫ് മുതൽ ചെറിയൊരു ടൈനി ഇൻസെക്റ്റ് വരെ, ഒരു കൊച്ചു നമ്മുടെ കണ്ണിൽ കാണാത്ത ജീവജാലങ്ങൾക്ക് പോലും എന്തൊക്കെ ഷേപ്പുകളുണ്ടെന്നാണ്. എല്ലാറ്റിനും രൂപം കൊടുത്ത് അത് ഖൽഖിൻ്റെ ഭാഗമാണ്.
അള്ളാഹു രൂപം കൊടുത്തു എല്ലാറ്റിനും രൂപം. എല്ലാം ഇങ്ങനെ നമ്മൾ അപ്പം ചുടണ പോലെ ഇങ്ങനെ ഗോരീശ പോലെയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? എല്ലാവർക്കും രൂപങ്ങളുണ്ട് അള്ളാഹു കൊടുത്തത്, ഷെയ്പ്പ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് മഹാന്മാർ പറയുന്നത്, നമ്മുടെ ജമ്മുൽ ജവാമി എന്ന് പറയുന്ന നമ്മുടെ ഉസൂലിൻ്റെ ഒരു ഖായിദ തന്നെ, അള്ളാഹു സംവിധാനിച്ച ഒരു സാധനം അതിനേക്കാളും നല്ലത് ഇങ്ങനെ ആയിരുന്നെങ്കിലാണ് എന്ന് മനുഷ്യന് പറയാൻ കഴിയില്ല എന്നാണ്. നമ്മൾ മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ടത്. ലാ യൂജദു ഫിൽ കൗൻ അബ്ദഉ മിമ്മാ കാൻ. അള്ളാഹു സൃഷ്ടിച്ചു വെച്ച ഒരു രൂപം അത് അങ്ങനെയല്ല, അത് ഇങ്ങനെ ആണെങ്കിൽ അതിലേറെ ഉപകാരമാകുമായിരുന്നു ആ ജീവിക്ക്, ഈ മനുഷ്യന്. മൂക്ക് ഇവിടെ നിന്ന് എടുത്തിട്ട് നെറ്റിമ കൊണ്ടേ വെച്ചാൽ മതിയായിരുന്നു, ഉദാഹരണം പറയാം. എന്നാൽ ഇതിലേറെ ഭംഗി ഉണ്ടാവുമായിരുന്നു. ഉണ്ടാവുമോ? കണ്ണ് രണ്ടെണ്ണം ഒപ്പത്തിനൊപ്പം ഒന്ന് ബാക്കിൽ കൊടുത്താൽ മതിയായിരുന്നു, ഒന്ന് മുമ്പിൽ മതിയായിരുന്നു. എങ്ങനെ ഉണ്ടാവും? മനുഷ്യനെ പ്രപ്പോസ് ചെയ്യാൻ പോലും പറ്റില്ല എന്ന്. അള്ളാഹുവിൻ്റെ ഈ പടച്ചതമ്പുരാൻ്റെ ഈ സംവിധാനത്തെക്കാളും ഒരു ബെറ്റർ ഓപ്ഷൻ നോബഡി ക്യാൻ ഈവൻ പ്രപ്പോസ് ഓർ ഈവൻ തിങ്ക് ഓഫ്. അങ്ങനത്തെ ബദിയാണ് അള്ളാഹു സുബ്ഹാൻ. എല്ലാറ്റിനും കൃത്യമായ രൂപവും ഭാവവും കൊടുത്തു. സുബ്ഹാന ജല്ല ജലാലു. റബ്ബുനല്ലദീ അഅ്താ കുല്ല ഷൈഇൻ. ഈ സമുദ്രത്തിലൊക്കെ എന്തൊക്കെ ജീവികളുണ്ടെന്നാ സുബ്ഹാന. ചില വീഡിയോസിലൊക്കെ കാണാം, ചിലതൊക്കെ AI ഉണ്ടാക്കി വിടുന്നുണ്ട്. മനുഷ്യന്മാരെ തൊള്ളി ഒരു വാലൊക്കെ കൊടുത്തിട്ട് കുറേ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൊണ്ട് പുറത്ത് നാലാൾ നടക്കണമൊക്കെ കാണാം. അത് ഒറിജിനൽ മനുഷ്യന്മാരായിരിക്കും, പക്ഷേ മുമ്പിലുള്ള സാധനം കമ്പ്യൂട്ടർ ഉണ്ടാക്കിയ ഇമേജ് ആയിരിക്കും. മനുഷ്യന്മാരെ വായും മൂക്കൊക്കെ ഉള്ള പോലെ അന്യഗ്രഹ ജീവികളാണെന്നൊക്കെ തോന്നും പാവപ്പെട്ട ആൾക്കാരെ പറ്റിക്കാനേ. ഇത് AI ടെക്നോളജിയാണെന്ന് തിരിയാഞ്ഞാൽ പഠിച്ചോനെ ഖിയാമത്ത് നാളായിട്ടോ ഏതൊക്കെയോ രൂപത്തിലുള്ള മനുഷ്യന്മാരൊക്കെ കാണാൻ തുടങ്ങി എന്നൊക്കെ പറയും. അങ്ങനെയൊന്നും കണ്ടു വെറുതെ കടലിൽ നിന്നൊക്കെ പിടിച്ചുകൊണ്ടെന്ന് കടലിൽ നിന്നൊക്കെ വലിച്ചെടുക്കണ പോലെയൊക്കെ തോന്നും കണ്ടാൽ. അപ്പം മറ്റേ മത്സ്യകന്യക എന്നൊക്കെ പറഞ്ഞ പോലെ കാലൊക്കെ തന്നെ മത്സ്യത്തിൻ്റെ പോലെ, തല മനുഷ്യൻ്റെ പോലെ, എന്നിട്ട് കിടക്കും കുപ്പായിട്ട് കൊടുക്കലൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ സംസാരിക്കണ പോലെയൊക്കെ കാണിക്കും. പച്ച നോണ അല്ല എന്ത് ചെയ്യും? അപ്പോൾ കാണും പഠിച്ചോനെ എന്തൊക്കെയാ ഇപ്പോൾ റബ്ബേ, ഏത് നാട്ടിലാണാവോ അത് കണ്ടത്, എന്നാണാവോ അത് കിട്ടിയതെന്നൊക്കെ ആലോചിക്കും. വെറുതെ ഫേക്കാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ സംവിധാനങ്ങളും റബ്ബിൻ്റെ സൃഷ്ടിപ്പും കടലിലും കരയിലും എല്ലായിടത്തും പരന്ന് കിടക്കുകയാണ്. എല്ലാറ്റിനും ഷെയ്പ്പുണ്ട്. ഇതൊരു എൻജിനീയർക്കല്ലാതെ എങ്ങനെ ചെയ്യാൻ പറ്റും? അള്ളാഹുവിനേക്കാളും വലിയൊരു എൻജിനീയറിങ് ആർക്ക് ചെയ്യാൻ പറ്റും? കോടാനുകോട് മനുഷ്യരിൽ ഒരാൾ പോലും ഒരാൾക്ക് തുല്യനായിട്ടില്ല എന്നാണ്. ഒരാൾ പോലും ഇല്ല. ഒരാളെ പോലെ 7 ആളുണ്ടാവും. അതൊന്ന് ചിരിച്ചാൽ മനസ്സിലാവും, അത് ശരിയല്ല, ആ പല്ല് ഇങ്ങനെ കൊന്ത്രമ്പല്ലാണല്ലോ, മറ്റൊരു അങ്ങനെ അല്ലല്ലോ. ഇനി അതൊക്കെ കറക്റ്റാണ്. ഹൈറ്റിൽ വ്യത്യാസം ഉണ്ടാവും, അതും കറക്റ്റാണ്. സംസാരിക്കുമ്പോൾ സംസാരത്തിൻ്റെ വോയിസ് ടോൺ ഡിഫറൻ്റ് ആയിരിക്കും രണ്ടാളതും. ഇവർക്കൊക്കെ അവരുടെ കൈവിരലുകളും ഐറിസ് കണ്ണിൻ്റെ കൃഷ്ണമണിയും വ്യത്യസ്തമാണ്. എല്ലാവർക്കും യുണീക്കാണ്. ഒരു മനുഷ്യനെ പോലെ മറ്റൊരാൾക്ക് കൈവിരലുകളുടെ ഈ ഫിംഗർ പ്രിൻറ്റുകളില്ല. ഭയങ്കര അത്ഭുതമല്ലേ ഇത്? എത്ര കുറഞ്ഞ സ്ഥലത്തപ്പോൾ ഇതൊക്കെ ചെയ്യേണ്ടത്. അത് ഇന്ന് ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് മാത്രമല്ല, കഴിഞ്ഞു പോയ തലമുറയിലും വന്നിട്ടില്ല ഒരു മനുഷ്യൻ്റെ ഫിംഗർ പ്രിൻ്റ് ഉള്ളത്, ഇനി വരാൻ പോകുന്നുമില്ല. അതിനൊക്കെ നമ്മൾ എങ്ങനെ പറയാം? സുബ്ഹാനക യാ റബ്ബ്, അള്ളാഹുവേ നിൻ്റെ പരിശുദ്ധിയെ ഞങ്ങൾ വാഴ്ത്തുകയാണ്. ഇതൊക്കെ ഉണ്ടായിട്ടും പഠിച്ചോല്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഫേസ്ബുക്ക് കുത്തിരുന്ന് ഓരോന്ന് വിളിച്ചു പറഞ്ഞിട്ട് എന്തോല്ല കാര്യമുണ്ടോ? ഇത് സൃഷ്ടിപ്പല്ലേ. സൃഷ്ടിപ്പിനെ കുറിച്ച് ആലോചിക്കിൻ. ഇതെങ്ങനെ ഉണ്ടാകുന്നു? വെറുതെ ഉണ്ടാകില്ല എന്നതാണ് സയൻസ്. വെറുതെ ഉണ്ടായെന്ന് പറഞ്ഞാൽ അവരോട് വർത്താൻ പറയാൻ നിൽക്കരുത്. കാരണം അത് സയൻസ് അല്ല അവർ പറയണത്. സയൻസ് എന്ന് പറയുന്നത് ഒരു ഇഫക്റ്റിനൊരു കോസ് വേണം, ഒരു നതീജ ഉണ്ടായാൽ അതിനൊരു കാരണം വേണം. ഇതില്ലാത്തൊരു വർത്തമാനം പറയാൻ നിൽക്കരുത്. ഞങ്ങൾക്ക് വിശ്വാസമല്ല, നിനക്ക് വിശ്വാസമല്ലേ വേണ്ട. സയൻസ് പറയുന്നത് ഒരു വസ്തുവിന് ഒരു സൃഷ്ടാവ് വേണം, ഒരു ഇഫക്റ്റ് വേണം, ഒരു കോസ്, ഒരു റീസൺ, ഒരു പ്രൈം മൂവർ വേണം എന്നത് ശാസ്ത്രമാണ്. അതാണ് സയൻസ്. യുക്തിവാദം എന്ന് പറയുന്ന ഈ സംഭവം വെറുതെ ഉണ്ടായി എന്ന് പറയുന്നത് യുക്തിരാഹിത്യമാണ്. കാരണം ഒരു യുക്തിയിലും ഒരു ലോജിക്കിലും ഒരു സാധനം വെറുതെ ഉണ്ടായി എന്ന് പറയാൻ കഴിയില്ല. അത് യുക്തിയില്ലാത്തവൻ പറയുന്ന വർത്തമാനമാണ്. നമ്മളിപ്പോൾ എന്താ ചെയ്തത്? ഓൽക്കൊക്കെ ഭയങ്കര യുക്തിയാണെന്നും സയൻസാണെന്നും പേരിട്ടെടുത്തു. ഇപ്പുറത്ത് കാര്യകാരണങ്ങളെ ബന്ധിപ്പിച്ച് സംസാരിക്കുമ്പോൾ പഴഞ്ചനാണെന്നും പറയാൻ തുടങ്ങിയ ആളുകൾ. അല്ലാത്ത കാലമായി യുസദ്ദഖുൽ ഖാദിബ്, നുണ പറയുന്ന ആൾ പറയുന്നത് സത്യമാണെന്നും വയുഖദ്ദബു സ്വാദിഖ്, സത്യം പറയുന്നവൻ
പറയുന്നത് നുണയാണെന്നും പറയപ്പെടുന്നൊരവസരം, ഒരു കാലഘട്ടം വരുമെന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സയ്യിദുനാ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ദഅവത്തിൻ്റെ വിവിധ ചാലഞ്ചുകൾ നമ്മൾ മനസ്സിലാക്കണം. ഫറോവ ആരായിരുന്നുവെന്ന്. ഫറോവയുടെ വീടിൻ്റെ ഉള്ളിൽ അള്ളാഹു ദഅവത്ത് എത്തിച്ചു. ഫറോവയുടെ വളരെ അടുത്ത ഒരാൾ, അയാളെ മുഅ്മിനു ആലി ഫിർഔൻ എന്നാണ് പറയുക. ഫിർഔനിൻ്റെ കുടുംബത്തിലെ മുഅ്മിനായ മനുഷ്യൻ. മൂസ അലൈഹിസ്സലാം ഹാറൂൻ നബി അലൈഹിസ്സലാമും ദഅവത്തുമായി ചെന്നപ്പോൾ അവരവരെ വല്ലാണ്ട് ബുദ്ധിമുട്ടിച്ചു, അവരെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു. അപ്പോഴാണ് അദ്ദേഹം എണീറ്റ് പറഞ്ഞത്, ഒരു മനുഷ്യൻ എൻ്റെ പടച്ചവൻ അള്ളാഹുവാണ്, ഏകനാണ് ഈ ലോകത്തിൻ്റെ സൃഷ്ടാവ് എന്ന് പറയുന്നതിന് നിങ്ങൾ അയാളെ വധിക്കുകയാണോ ചെയ്യേണ്ടത്? ഇതാണോ നിങ്ങൾ ചെയ്യേണ്ടത്? യക്തുമു ഈമാനഹു, ഹി വാസ് ഹൈഡിങ് ഹിസ് ഫെയ്ത്ത്. അയാൾ പ്രത്യക്ഷത്തിൽ പറഞ്ഞില്ല ഞാൻ മുസ്ലിമാണെന്ന്. അങ്ങനെ ലോകത്ത് ഒരുപാട് ആൾക്കാരുണ്ട്. ഈ അടിയും കുത്തും പേടിച്ചിട്ട് മിണ്ടാണ്ട് അള്ളാഹുക്ക് ഇബാദത്ത് നിസ്കരിച്ച് ജീവിക്കുന്ന എത്രയോ ആളുകളുണ്ട്. പുറത്ത് പറഞ്ഞാൽ പേര് മാറ്റിയാൽ ഇതൊക്കെ ഭയങ്കര ഒച്ചപ്പാടും ബഹളവും കുലുമാലുമാണ്. എന്നാൽ അതിനൊന്നും നിൽക്കണ്ട. നമുക്ക് അള്ളാഹിനെ ആരാധിച്ച് ജീവിച്ചാൽ മതിയല്ലോ. സ്വന്തം ഉമ്മയും വാപ്പയും അച്ഛനും അമ്മയും ഇട്ട പേരിട്ടിട്ട് അങ്ങനെ തന്നെ വിശ്വാസികളായി ജീവിക്കുന്ന എത്രയോ ആളുകൾ ലോകത്തുണ്ട്. യക്തുമു ഈമാന, ഒരു കുഴപ്പമില്ല. ഫറോവയുടെ പാലസിൻ്റെ ഉള്ളിൽ തൻ്റെ വിശ്വാസം മറച്ചു പിടിച്ചുകൊണ്ട് ജീവിച്ച ഒരു മുഅ്മിനായ മനുഷ്യനെ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇന്നിപ്പോൾ കടിയൊക്കെ ഉണ്ടല്ലോ അല്ലേ? കട്ടൊരു സമൂസ രണ്ടുണ്ടോ? എന്നാൽ കണ്ണൂർക്കാരനായിരിക്കും കൊണ്ടുവന്നിട്ടുണ്ടാവുക. രണ്ട് കടിയാണെങ്കിൽ മലപ്പുറക്കാർ അങ്ങനെ കൊടുക്കലില്ല. ആരാണ്? രണ്ടാളാണ്. അപ്പോൾ ശരിയായി, രണ്ടാളാണ്. രണ്ടും കൂടെ ഒരാളാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഒരു പച്ചക്കറി ഉണ്ടെങ്കിൽ ഒരു കറി ഉണ്ടാവുള്ളൂ. കണ്ണൂരാണെങ്കിൽ ഒരു മുളകിട്ടതും ഒരു ഇപ്പുറത്തൊരു ചിക്കനോ ഒരു മട്ടനോ ഒരു എന്തെങ്കിലുമൊക്കെ കടിച്ചു പറിക്കാനുണ്ടാവും. മലപ്പുറത്ത് വന്നാൽ നമ്മുടെ നാട്ടിലൊന്നും അത് കിട്ടൂലേ, അതും പ്രതീക്ഷിച്ച് വരും വേണ്ട. മലപ്പുറത്ത് ഒരു കറി ഒരു ചോറേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഏതായാലും അല്ലാഹു ഖൈറാക്കട്ടെ. ഞങ്ങൾക്ക് മുഅ്മിനീങ്ങളായ ആളുകൾക്ക് ഇനി കണ്ണൂർക്കാരങ്ങനെ പറഞ്ഞുകൊണ്ട് ബാക്കി ജില്ലക്കാർ ഒന്നിച്ച് ഇളകി വരണ്ട, എല്ലാവരും ഉഷാറാണ്. ഞാൻ വെറുതെ പറഞ്ഞതാണ്. അപ്പോൾ ഓരോരുത്തരുടെയും മുറാദുകളുണ്ടാവും, അള്ളാഹു ഹാസിലാക്കി കൊടുക്കട്ടെ. അവിടെയൊക്കെ ചില ലക്ഷ്യങ്ങൾ ഇവിടെ ഒരാൾ എഴുതി തന്നിട്ടുണ്ട്. നമ്മുടെ സമൂസ ഇതൊക്കെ നിയത്ത് ചെയ്ത ആൾ, അദ്ദേഹത്തിൻ്റെ കുറച്ച് ഹക്ക് ഇടപാടുകൾ കിട്ടാനുണ്ട്. അള്ളാഹു അദ്ദേഹത്തിൻ്റെ കൈകളിലേക്ക് അത് എത്താനുള്ള വഴികൾ അള്ളാഹു എളുപ്പമാക്കി കൊടുക്കട്ടെ. ആമീൻ. നമ്മുടെ പായസം അതുപോലെ തന്നെ കട്ട്ലറ്റൊക്കെ സംഭാവന ചെയ്തവർക്കൊക്കെ അള്ളാഹുയുടെ മുറാദുകൾ അള്ളാഹുവിനറിയാം. പടച്ച റബ്ബ് ഹാസിലാക്കി കൊടുക്കട്ടെ. ഈ സദസ്സിൻ്റെ ബർക്കത്ത് കൊണ്ട്, ഇവിടെ പറയപ്പെടുന്ന ഹക്കായ കാര്യങ്ങളുടെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു സാധിപ്പിച്ചു കൊടുക്കട്ടെ. അള്ളാഹിൻ്റെ കലാമിൻ്റെ ഹക്ക് കൊണ്ട് അള്ളാഹു സാധിപ്പിച്ചു കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഫറോവയുടെ ഒരു മകളുണ്ട്. ആ മകള് വാപ്പയെപ്പോലെ തന്നെ അവിശ്വാസത്തിലാണ്. ആ മകൾക്ക് മുടി വാർന്നു കൊടുത്തിരുന്ന ഒരു മഹദിയെ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ? മുടി വാർന്നു വെക്കുന്നവൾ എന്നാണ് അവരറിയപ്പെടുന്നത് തന്നെ. മാഷിത്തത്തു ബിൻതി ഫിർഔൻ, ഫിർഔനിൻ്റെ മകളുടെ ഹെയർ ഡ്രസ്സ് ചെയ്യുന്ന ആൾക്കാണ് മാഷിത്ത എന്ന് പറയുക. മുഷ്ത് എന്ന് പറഞ്ഞാൽ ചീർപ്പ് എന്നർത്ഥം. അസ്നാനിൽ മുഷ്ത്, ചീർപ്പിൻ്റെ പല്ല് പോലെ എന്നൊക്കെ പറയും. അപ്പോൾ ഫറോവയുടെ മകൾക്ക് മുടി ഇങ്ങനെ വാർന്നു വെച്ച് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആ ചീർപ്പ് കയ്യിൽ നിന്ന് താഴെ വീണു. അപ്പോൾ ആ പെണ്ണത് എടുക്കുമ്പോൾ ബിസ്മില്ലാ എന്ന് പറഞ്ഞു. ബിസ്മില്ലാ എന്ന് പറഞ്ഞു. അപ്പോൾ മോള് ചോദിച്ചു, ആരാണ് ഈ അള്ളാഹു? അബി, എൻ്റെ ഉപ്പയായ പടച്ചവനെയാണോ അവരുടെ നാമത്തിൽ ഞാൻ സഹായം തേടുന്നുവെന്നോ അല്ലെങ്കിൽ അവൻ ആ നാമത്തെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ ഉപ്പയാണോ നിങ്ങൾ ഉദ്ദേശിച്ചതെന്ന് ചോദിച്ചു. ഖാലത്തിലാ, അല്ലല്ല, റബ്ബി വ റബ്ബുകില്ലാഹു റബ്ബുൽ ആലമീൻ, എൻ്റെയും നിൻ്റെയും നിൻ്റെ വാപ്പയുടെയും രക്ഷിതാവ് അള്ളാഹുവാണ്, ഈ ലോകത്തിൻ്റെ റബ്ബായവൻ. ഞാനിതിൻ്റെ വാപ്പയോട് പറയൂട്ടോ എന്ന്. നീ പറഞ്ഞ മോളെ എന്ന് പറഞ്ഞു. ഒരു ഉമ്മയുടെ ധൈര്യം നോക്കണം. വാപ്പയോട് ചെന്ന് പറഞ്ഞു. മാഷിത്ത ബീവി എവിടെ? കൊട്ടാരത്തിൻ്റെ പെയ്ഡ് സെർവൻ്റാണ്. മാഷിത്ത ബീവി വിളിച്ചു, അലക്കി റബ്ബുൻ ഗൈരി, ഡു യു ഹാവ് എ ഗോഡ് ബിസൈഡ്സ് മീ? യെസ്. അതാരാ? ഞാനല്ലാതെ പടച്ചോനോ? റബ്ബി വ റബ്ബുക അല്ലാഹു റബ്ബുൽ ആലമീൻ,
എൻ്റെയും നിങ്ങളുടെയും രക്ഷിതാവ് അള്ളാഹു ലോകത്തിൻ്റെ രക്ഷിതാവായ പടച്ചവനാണ്. നോക്കണം, എവിടുന്നാണോ ഫറോവ ഭയപ്പെട്ടത് അവിടെ നിന്ന് സുബ്ഹാനല്ലാഹ് ഹിദായത്തിൻ്റെ വെളിച്ചം അള്ളാഹു കൊടുക്കുക. ഇത് റബ്ബിൻ്റെ വല്ലാത്തൊരു സംവിധാനമാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ഇതിന്. റബ്ബി വ റബ്ബുക അല്ലാഹു റബ്ബുൽ ആലമീൻ. മാഷിത്തയോട് പറഞ്ഞു, മാഷിത്ത, നിങ്ങൾ ഈ വിശ്വാസം ത്യജിക്കാൻ തയ്യാറാണോ? പറഞ്ഞില്ല, ഞാനതിൽ ഉറച്ചു നിൽക്കാൻ. പോലീസുകാരോട് പറഞ്ഞു, മാഷിത്തയുടെ മക്കളെ കൊണ്ടുവരിൻ. 3-4 മക്കളുണ്ടവർക്ക്, ആ മക്കളെ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. ഉമ്മയില്ലാതെ ഉമ്മ വരുന്നതും കാത്ത് വീട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന പിഞ്ചുമക്കളെ പോലീസുകാരവിടെ നിന്ന് കൊണ്ടുവരുന്ന രംഗം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എന്നിട്ട് പറഞ്ഞു, ഒരു വലിയൊരു ചെമ്പ്, ഒരു ഖിദർ, ഒരു ചെമ്പ് നിറയെ എണ്ണ തിളപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. ഫറോവയുടെ ക്രൂരതയുടെ ആ ഒരു രാക്ഷസഭാവം അറിയണമെങ്കിൽ മാഷിത്ത ബീവിൻ്റെ ഇരട്ട ചരിത്രം മതി. എന്താണ് അയാൾ ചെയ്തത്? അതൊക്കെ ആലോചിക്കുമ്പോൾ മുഅ്മിനീങ്ങൾക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളും നടക്കാൻ പോകുന്നതും നടന്നു കഴിഞ്ഞതുമൊക്കെ ചരിത്രവുമായി റിലേറ്റ് ചെയ്യാൻ കഴിയും. മാഷിത്ത, നിൻ്റെ മക്കളെ ഞാൻ ഈ വെളിച്ചെണ്ണയിലേക്ക് എറിയാൻ പോവാണ്. മൂത്ത മകളെ ആ എണ്ണയിലേക്ക് മെല്ലെ മെല്ലെ ഇറക്കിയ ആ കുഞ്ഞ് നിലവിളിച്ച് കരയുന്നത് തൻ്റെ സിബ്ലിങ്സ് കാണാൻ, ഉമ്മ കാണുകയാണ്. അവസാനം ശബ്ദമടങ്ങി ആ കുഞ്ഞ് എണ്ണയിൽ മരിച്ചു വീഴുകയാണ്. അടുത്ത കുഞ്ഞിനെ എറിയും കേട്ടോ, നീ നിൻ്റെ വിശ്വാസം ത്യജിക്കുന്നുണ്ടോ എന്ന്. ഉമ്മ പറഞ്ഞു, ഇല്ല. റബ്ബി വ റബ്ബുക അല്ലാഹു റബ്ബുൽ ആലമീൻ. ബി പറഞ്ഞ വാക്യതാണ്. അടുത്ത കുഞ്ഞിനെയും ഇതുപോലെ, 3ാമത്തെ കുഞ്ഞിനെയും ഇട്ട് അവസാനം മാഷിത്ത ബീവി റളിയല്ലാഹു അൻഹയെയും അവർ പിടിച്ചുകൊണ്ടുവന്ന് മെല്ലെ 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 കാലിൽ നിന്ന് തുടങ്ങി ശരീരമാസകലം മുക്കിയിട്ട് ആ തിളച്ച എണ്ണയിൽ മഹദി റളിയല്ലാഹു അൻഹ മുങ്ങി മരിക്കാൻ പോകുമ്പോൾ ഒരു കാര്യം പറഞ്ഞു ഫറോവ, ഞങ്ങൾ മരിക്കുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് എൻ്റെ അപേക്ഷയുണ്ട്, ഞാൻ മരിച്ചാൽ എൻ്റെയും എൻ്റെ മക്കളുടെയും എല്ലുകളെങ്കിലും ഒരുമിച്ചൊരു ഖബറിൽ നീ വെക്കണം. വദാലിക ഹഖ്ഖുൻ അലൈന, അത് ഞങ്ങൾ ചെയ്തേക്കാമെന്ന്. അങ്ങനെ മഹദി റളിയല്ലാഹു തആല അൻഹ ഷഹീദത്തായി മരിച്ചു വീഴുകയാണ്. മിഅ്റാജിൻ്റെ രാവിൽ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശ ലോകത്തിലൂടെ കടന്നു പോകുമ്പോൾ അവിടത്തേക്ക് വളരെ വളരെ മനോഹരമായ ഒരു അത്തറിൻ്റെ ഒരു സുഗന്ധത്തിൻ്റെ ഒരു അനുഭവം തങ്ങൾക്കുണ്ടായപ്പോൾ തങ്ങൾ ചോദിച്ചു ജിബ്രീൽ അലൈഹിസ്സലാമിനോട്, മാ ഹാദാ യാ ജിബ്രീലു, എന്താണിത് ജിബ്രീലേ? അപ്പം പറഞ്ഞു, റായിഹതു മാഷിതതി ബിൻതി ഫിർഔന വ ഔലാദിഹ, ഇത് ഫറോവയുടെ മകൾക്ക് മുടിവാർന്നു കൊടുത്തിരുന്ന ആ മഹദിയുടെയും അവരുടെ മക്കളുടെയും സുഗന്ധമാണ് നബിയെ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതൊരു മാംസമാണോ കത്തിക്കരിഞ്ഞവിടെ ദുർഗന്ധമുണ്ടായിരുന്നത്, അതിന് പകരം സ്വർഗലോകത്തിൻ്റെ സുഗന്ധം കൊണ്ട് അല്ലാഹു മഹദിയെ ആദരിച്ചു. ഇത് എവിടുന്നുണ്ടായതാ? ഫിർഔന്റെ കൊട്ടാരത്തിലുള്ള ഒരു മനുഷ്യനുണ്ടായി ഈമാനിൻ്റെ ഖനമാണിത്. നോക്കണം, ആസിയ ബീവി റളിയല്ലാഹു അൻഹ ദേഷ്യം പിടിച്ചു. ആസിയ ബീവി പറഞ്ഞു, ഈ പിഞ്ചു മക്കളെയും ആ പെണ്ണിനെയും ഇങ്ങനെ ക്രൂരമായി ശിക്ഷിക്കാൻ ഫറോവ എന്ത് തെറ്റാ അവർ ചെയ്തത്? ഞാനല്ലാത്ത ഒരു പടച്ചവൻ അംഗീകരിക്കുന്നവർ എൻ്റെ രാജ്യത്തോ? നിങ്ങളുടെയും എൻ്റെയും പടച്ചവൻ അള്ളാഹു ആണല്ലോ എന്ന് ആസിയ ബീവി റളിയല്ലാഹു അൻഹ. നീയും അതിൽപ്പെട്ടവളാണോ എന്ന് ചോദിച്ചു. അനമിൻഹും, ഞാനും മൂസ നബി കൊണ്ടുവന്ന റിസാലത്തിൽ വിശ്വസിക്കുന്നവളാണ്. അത് പറയാനുള്ള, അതും ഫിർഔനെ പോലത്തെ ഒരു പോക്കിരിയായ രാജാവിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് പറയാനുള്ള ഒരു ധൈര്യം കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ ജീവിച്ച 3 പേർക്ക് അല്ലാഹു കൊടുത്തു. ഒന്ന് ആസിയ ബീവി, മറ്റൊന്ന് മാഷിത്ത ബീവി, മറ്റൊന്ന് മുഅ്മിനു ആലി ഫിർഔൻ, ഫിർഔന്റെ കുടുംബത്തിൽപ്പെട്ട ഒരു മുഅ്മിനായ മനുഷ്യൻ. അള്ളാഹു പേര് പറഞ്ഞെന്നില്ല. സുബ്ഹാനല്ലാഹ്. ആസിയ ബീവി റളിയല്ലാഹു അൻഹയെ കൊട്ടാരത്തിൽ നിന്ന് ഇറക്കി വിട്ടു ഫറോവ. കൊട്ടാരത്തിൽ നിന്ന് ഇറക്കി വിട്ടു. മഹദി റളിയല്ലാഹു അൻഹയെ ചെയ്ത് വളരെ ക്രൂരമായ ഒരു ശിക്ഷ നടപ്പാക്കി. എങ്ങനെ അതൊക്കെ പറയാ? കയ്യിലും 2 കൈകളിൽ വലിയ വണ്ണമുള്ള ആണിയടിച്ചു, കിടത്തി ഭൂമിയിൽ 2 കൈകളിൽ ആണിയടിച്ചു. 2 കാലിലൂടെ ആണി ജീവനുള്ളൊരു മനുഷ്യൻ്റെ ശരീരത്തിലൂടെ അങ്ങനെ മഹദി റളിയല്ലാഹു അൻഹയെ സ്റ്റാമ്പ് ചെയ്തു ഗ്രൗണ്ടിൽ. മഹദിക്ക് അനങ്ങാൻ പറ്റൂല, കയ്യിൽ ആണിയടിച്ചിരിക്കുകയാണ്.
ക്രൂശിക്കൽ മരത്തുമ്മലാണ്, നിർത്തിയിട്ടാണ്, ഇത് കടത്തിയിട്ട് ചെയ്തു. എന്നിട്ട് പോലീസുകാരോട് പറഞ്ഞു, ആസിയ ബീവിയോട് ചോദിച്ചു, നീ പിന്മാറുന്നുണ്ടോ എന്ന്. സ്വന്തം ഭാര്യയാണത്. ആസിയ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഇന്നി മുലാഖിൻ റബ്ബി, ഞാൻ എൻ്റെ റബ്ബിനെ കാണാൻ പോകുന്നവളാണ്, അതുകൊണ്ട് ഫഖ്ദി മാ അൻത ഖാദ്, നീ വേണ്ടത് ചെയ്തോ, ഞാൻ പിന്മാറൂല എന്ന് പറഞ്ഞു. പോലീസുകാരൻ എന്താ പറഞ്ഞെന്നറിയോ? 3 ദിവസം നിങ്ങൾ ആരും ആസിയ ബീവിൻ്റെ അടുത്തേക്ക് പോകണ്ട, ഭക്ഷണം കൊടുക്കണ്ട, വെള്ളം കൊടുക്കണ്ട, 3 ദിവസം പട്ടിണി കിട്ടും മഹദിയെ. കൊട്ടാരത്തിൽ വിഭവങ്ങളുണ്ട്, നമ്മൾ ആലോചിക്കണം. അത് പറുദീസയിൽ അവർക്ക് കടന്നുറങ്ങാം, ഇഷ്ടം പോലെ വേലക്കാർ ചുറ്റും നടക്കുകയാണ്, എന്താ വേണ്ടത് എന്ന് ചോദിച്ചിട്ട്. ആ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് മഹദി റളിയല്ലാഹു അൻഹയെ ഈ പണിയൊക്കെ ചെയ്തത്. 3-ാമത്തെ ദിവസം മഹദി റളിയല്ലാഹു അൻഹ പട്ടിണിയിലൂടെ മരിക്കാൻ പോവാണ്. ഫറോവ പറഞ്ഞു, വലിയൊരു പാറക്കല്ല് കൊണ്ടുവന്നു. ആ പാറക്കല്ല് ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി പറഞ്ഞു. അത് അതിൻ്റെ ഏറ്റവും ഉയർന്ന ഭാവത്തിലെത്തിയാൽ അത് ആസിയ ബീവിയുടെ ദേഹത്തേക്കിടണം എന്നായിരുന്നു പ്ലാന്. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിൻ്റെ ഇടപെടലുണ്ടായി. റബ്ബ് തആല മഹദി റളിയല്ലാഹു അൻഹയുടെ റൂഹിനെ പിടിക്കുകയാണ്. ആ നേരത്തെ പറഞ്ഞ വാക്കാണ് സൂറത്തു തഹ്രീമിൽ അള്ളാഹു ഉദ്ധരിക്കുന്നത്, റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന, അള്ളാഹുവേ നിൻ്റെ സ്വർഗ്ഗലോകത്ത് നിൻ്റെ അരികത്ത് എനിക്കൊരു വീട് നീ നൽകണമേ. അത് പറയലും റൂഹ് നീങ്ങിപ്പോയി. റൂഹ് പോയ ശരീരത്തിൻ്റെ മീതെ പിന്നെ കല്ല് വീണത്. അപ്പോഴേക്കും മഹദി റളിയല്ലാഹു അൻഹു വഫാത്തായിട്ടുണ്ട്. കല്ല് വീണിട്ടല്ല വഫാത്തായത്. അള്ളാഹു മഹദിക്ക് ഷഹാദത്ത് കൊടുത്തു റളിയല്ലാഹു തആല അൻഹു. ഇതൊക്കെ ഫിർഔന്റെ കൊട്ടാരത്തിലാണ്. ഫിർഔന്റെ കൊട്ടാരത്തിലെ ആളുകളുടെ നാവിലൂടെയാണ് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഇങ്ങനെ ഈമാനിൻ്റെയും യഖീനിൻ്റെയും വാക്കുകൾ പറയിപ്പിക്കുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കണം. വിശ്വാസം എല്ലാറ്റിനേക്കാളും വലുതാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹത്തെ, ഒരു അള്ളാഹുവിൻ്റെ മുസ്തഫൈനൽ അഖ്യാർ, അള്ളാഹു തെരഞ്ഞെടുത്ത ആളുകളെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തി തരാണ് ഇവിടെ. മാഷിത്തത്ത് ബിൻത് ഫിർഔൻ റളിയല്ലാഹു അൻഹ, മുഅ്മിനു ആലി ഫിർഔൻ റളിയല്ലാഹു അൻഹു, വആസിയ ബിൻത് മുസാഹിം റളിയല്ലാഹു തആല അൻഹ. ഹബീബായി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹദിയുടെ ചരിത്രം പറഞ്ഞു തന്നു. പിന്നെ ഇങ്ങനെ ആലോചിച്ച് നോക്കി, എന്തായിരിക്കും അവരുടെയൊക്കെ വിശ്വാസത്തിൻ്റെ ഘനമെന്താണ്, എന്തായിരിക്കും ആ ഈമാൻ? എത്രത്തോളം മൂസ അലൈഹിസ്സലാമിൻ്റെ നുബുവത്തും അവരുടെ റിസാലത്തും മുഅ്ജിസത്തും എത്ര അവർക്ക് ബോധ്യപ്പെട്ട് കാണും. അതുകൊണ്ടല്ലേ അത് യഖീനുണ്ടാകുന്നത് നമുക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടുമ്പോഴാണ്. എന്നിട്ട് നമ്മൾ സ്റ്റെഡ്ഫാസ്റ്റ്നെസ് എന്ന് പറയും. ബോധ്യപ്പെട്ട കാര്യത്തിൽ ഉറച്ചു നിൽക്കുക എന്ന് പറഞ്ഞൊരു നട്ടൽ എന്നൊക്കെ പറയില്ലേ, അതിനാണ് സ്റ്റെഡ്ഫാസ്റ്റ്നെസ്. നമുക്ക് ബോധ്യപ്പെട്ടതാണ്, അതിനെ നമ്മൾ അതിൽ നിന്ന് ഈണം വിട്ടുമാറാതെ സധൈര്യം മുന്നോട്ട് പോകുന്നത്. ദുന്യാവിൽ എത്ര ആളുകൾ അങ്ങനെ ചെയ്യുന്നുണ്ട്? എന്തൊക്കെയോ ഭൗതിക ലാഭത്തിന് വേണ്ടി അവർക്കറിയാം, എങ്ങനെ വിളിച്ചു പറഞ്ഞാൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു, എന്നാലും കിടക്കട്ടെ അല്ലേ? എത്ര ആളുകൾ ചെയ്യുന്നുണ്ട് അങ്ങനെ? പരസ്യമായിട്ട് വെല്ലുവിളിക്കുന്നില്ല, എന്നെ കൊണ്ടുപോയിക്കോന്ന് പറഞ്ഞിട്ട്. ഈമാനിന് വേണ്ടി, വിശ്വാസത്തിന് വേണ്ടി, ആഖിറത്തിന് വേണ്ടി ഇങ്ങനെ ഒരു ത്യാഗം ചെയ്ത മഹാനായ മൂസ അലൈഹിസ്സലാമിൻ്റെ അനുയായികൾ, ബനു ഇസ്രായേലുകൾ. ഫിർഔന് പറഞ്ഞു, ഇസ്രായേൽ അവരുടെ മന്ത്രിയായ ഹാമാനിനോട്, ഹാമാനെ ഇബ്നിലി സ്വറഹ, എനിക്ക് വലിയൊരു ടവർ ഉണ്ടാക്കി തരണം. ഈ ഇഷ്ടികയുണ്ടാക്കുന്ന ഔഖിദിലി അല തീൻ, മണ്ണിന് തീ കൊടുത്തിട്ട് കളിമണ്ണുകൊണ്ട് ഉറച്ച ബ്രിക്കുകൾ ഉണ്ടാക്കിയിട്ട് എനിക്കൊരു ടവർ ഉണ്ടാക്കണം എന്ന് ഫിർഔൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ചരിത്ര പണ്ഡിതന്മാർ പരിശോധിച്ച് നോക്കുമ്പോൾ ആദ്യമായി മനുഷ്യ ചരിത്രത്തിൽ അങ്ങനെ ചുട്ടെടുത്ത കട്ടകളെ കൊണ്ട് ബിൽഡിംഗ് ഉണ്ടാക്കിയ ഒരു പാരമ്പര്യം BC 3000-ലും 5000-ൽ വരെ, BC 5000-ൽ വരെ ഈജിപ്തുകാർക്കുണ്ടായിരുന്നു. എന്നിട്ട് എന്താ ഫിർഔൻ പറഞ്ഞെന്നറിയോ? എനിക്കതിൽ കയറണം. ഫഅത്വലിഅ ഇലാ ഇലാഹി മൂസ, ഉന്നതങ്ങളിൽ താമസിക്കുന്ന എന്ന് മൂസ അലൈഹിസ്സലാം പറയുന്ന ആ അള്ളാഹുവിനെ എനിക്കൊന്ന് കാണണം. അങ്ങനെ ബിൽഡിംഗ് ഉണ്ടാക്കി കൊടുത്തു. അതിൻ്റെ മുകളിൽ ഫിർഔന് കയറി. അതിൻ്റെ ശേഷിപ്പുകളൊന്നും കാണാനില്ല. എന്നിട്ട് എന്താ സംഭവം എന്നറിയോ? ഏറ്റവും മുകളിലത്തെ ടോപ്പ് ഫ്ലോറിലെത്തിയിട്ട് ആകാശത്തേക്ക് അവൻ അമ്പെയ്തു ഫറോവ. ആ അമ്പ് മുതലത്തിഖത്തൻ ബിദ്ദിമാ, ആ അമ്പ് തിരിച്ചു വന്നപ്പോൾ അതിൻ്റെ അറ്റത്ത് രക്തത്തിൻ്റെ കറകളുണ്ടായിരുന്നു. എന്നിട്ട് പറഞ്ഞു, ഇന്നി ഖതൽതു ഇലാഹ മൂസ, മൂസ നബിൻ്റെ പടച്ചവനൊക്കെ ഞാൻ കൊന്നു കളഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. കദാലിക ഫതന്ന ഫിർഔൻ, ഫിർഔനെ നാം അങ്ങനെ പരീക്ഷിച്ചു എന്ന് വിശുദ്ധ ഖുർആൻ പറയാം.
യജൂജ് മൗജൂജുകൾ ലോകത്ത് വരുമ്പോഴേ ഇങ്ങനെ ആകാശത്തേക്ക് അമ്പെയ്യും എന്ന ഹദീസിലുണ്ട്. ഈ ഹദീസ് ഒരു ചർച്ച ചെയ്യപ്പെടുന്ന ഹദീസാണ്. അത് അന്നത്തെ കാലത്തെ അമ്പ് ഇന്നത്തെ അമ്പല്ലാതെ വേറെന്തെങ്കിലും ആയിരിക്കോ, അതല്ല അമ്പും വില്ലും തന്നെ ആയിരിക്കോ ഉണ്ടാവുക, അതിന് വല്ല കാരണങ്ങളും അതൊന്നും നമുക്കറിയില്ല. ഹദീസിൽ പറഞ്ഞത് അങ്ങനെ തന്നെ വിശ്വസിക്കാനേ പറ്റൂ. ആകാശത്തേക്ക് അവർ ഭൂമിയിൽ ഭയങ്കരമായ കൊലപാതകം ചെയ്യുന്ന ആളുകളായിരിക്കും ഗോഗ് ആൻഡ് മാഗോഗ്, യജൂജ് മഅജൂജ് എന്ന് പറയുന്ന രണ്ട് വിഭാഗം മനുഷ്യർ. മിൻകുല്ലി ഹദബിൻ യൻസിലൂൻ, ലോകാവസാനത്തോടടുക്കുമ്പോൾ എല്ലാ കുന്നിൻ ചെരുവുകളിൽ നിന്നും അവരിറങ്ങി വരുന്നതാണ്. അവരെ നമുക്ക് കാണാൻ കഴിയില്ല. പാറ്റ പൊടിയെന്ന് കണ്ടിട്ടില്ലേ? മഴക്കാലത്ത് പാറ്റകളിങ്ങനെ നടന്നുപോയി കൂടിൻ്റെ ഉള്ളിൽ പോണ കാണുന്നുണ്ടാ? അത് അതിൻ്റെ ഉള്ളിൽ നിന്ന് വരിക. പോകുമ്പോൾ ചിറകൊന്നുമില്ല, തിരിച്ചു വരുമ്പോൾ ചിറകോട് കൂടിയാണ് വരുന്നത്. അള്ളാഹു അവരെ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കാൻ. ഇൻസ്റ്റൻ്റലി അള്ളാഹുവിന് അവരെ മേക്ക് ചെയ്യാൻ പറ്റും. ലോകത്ത് എവിടെയൊക്കെ കുന്നിൻ ചെരുവുകളുണ്ടോ അവിടെ നിന്നൊക്കെ അവരിറങ്ങി വരുന്ന. എവിടെ നിന്ന് വരിക എന്നറിയാൻ പറ്റില്ല. അവരുടെ ഹോബി എന്ന് പറയുന്നത് കൊല്ലലാണ്. കൊലപാതകം കണ്ടവരെ മുഴുവൻ കൊല്ലും. അങ്ങനെ ഖതൽനാ മൻ ഫിൽ അർള് തആൽ ഫനഖ്തുൽ മൻ ഫിസ് സമാ, ഭൂമിയിലുള്ള ആളുകളൊക്കെ നമ്മൾ കൊന്നു കഴിഞ്ഞു, ഇനി ആകാശത്തുള്ളവരെ കൊല്ലാം എന്ന് പറഞ്ഞിട്ടവർ ആകാശത്തേക്ക് അമ്പെയ്യുന്നതാണ്. അപ്പോൾ അത്രയും ദൂരങ്ങളിൽ പോകാൻ പറ്റുന്ന സംവിധാനം കയ്യിലുണ്ടേക്കും. ആ സമയത്ത് ആകാശത്തേക്ക് പോയ അമ്പുകളൊക്കെ തിരിച്ചു വരുമ്പോൾ അതിൻ്റെ മുനയിൽ ചോരപ്പാടുണ്ടാകും എന്ന ഹദീസിലുണ്ട്. അത് അള്ളാഹു നൽകുന്ന ഒരു പടച്ചതമ്പുരാൻ അവരെ അള്ളാഹു കൊടുക്കുന്ന ഒരു ചതിയാണ്. കാരണം അവരെ പരീക്ഷിക്കുകയാണ്. അവർക്ക് തോന്നും ഞങ്ങൾ ആകാശത്തുള്ളവരൊക്കെ ഒന്നും. അപ്പോഴാണ് ഈസാ നബി അലൈഹിസ്സലാം ദുആ ചെയ്യുന്നത്, അള്ളാഹുവേ വല്ലാണ്ട് ബുദ്ധിമുട്ടായിപ്പോയി പടച്ചവനെ, ഇവർ കൊലപാതകം ചെയ്തുകൊണ്ടിരിക്കുകയാണ് റബ്ബേ, ഈ കൂട്ടരെ ഒന്ന് നശിപ്പിക്കണമേ എന്ന് മഹാനായ ഈസാ നബി അലൈഹിസ്സലാം ദുആ ചെയ്യാണ് ചെയ്യുക. അവർ പ്രതിരോധിക്കാൻ ആയുധം കൊണ്ടൊന്നും പോയിട്ട് കാര്യമില്ല, ദുആ ചെയ്യും. അപ്പോഴാണ് ഫയുർസിലു അലൈഹിമുൻ നഗഫ്, ആടുകളുടെ ഒക്കെ മൂക്കിലോ ചെവിയിലോ ഒക്കെ കാണുന്ന ചെറിയൊരു സാധനമുണ്ട്, ഒരു ചെറിയൊരു ഒരു പുഴു പോലത്തത്, ഒട്ടകത്തിലൊക്കെ കാണുന്ന ആ ചെറിയൊരു സാധനം മഴയായി പെയ്യുന്ന ഇവരുടെ തലയിലേക്കൊക്കെ, അത് തലയിൽ തട്ടുമ്പോഴേക്കും ഇവർ ചത്തു വീഴും. അങ്ങനെ യജൂജ് മഅജൂജുകളുടെ ഡെഡ് ബോഡി ഇങ്ങനെ കബന്ധങ്ങൾ ദിവസങ്ങളോളം വീർത്ത് കിടന്ന് ദുർഗന്ധം നാറുമ്പോൾ ഈസാ നബി അലൈഹി സ്വലാം ദുആയിരിക്കും, അല്ലാഹുവേ നിൻ്റെ ഭൂമിയെ നീ ഒന്ന് വൃത്തിയാക്കിത്താ പടച്ചോനെ, നാറ്റമാകുന്നു, ഇവരെ എവിടെ കൊണ്ടുപോയി ഡിസ്പോസ് ചെയ്യും? ഒരു 10, 100, 1000 ആണെങ്കിൽ കബർ കുഴിച്ചിടാന്ന് വിചാരിക്കുക. ലക്ഷക്കണക്കിന് മനുഷ്യന്മാരിങ്ങനെ കടന്ന് എന്ത് ചെയ്യും? എവിടെ കൊണ്ടുപോയി എന്ത് ചെയ്യും? ഫയുൻസിലു അലൈഹിമുൽ മത്വർ, അള്ളാഹു വലിയൊരു മഴ ഇറക്കിത്തരുമെന്നും ആ മഴവെള്ളം മലവെള്ളപ്പാച്ചിലായി വന്ന് ഇവരുടെ ഡെഡ് ബോഡികളൊക്കെ തുടച്ചു നീക്കി ഭൂമിയെ കൽമിർ ആതി സ്വാഫിയ, തെളിഞ്ഞ ഒരു കണ്ണാടിച്ചില്ല് പോലെ അള്ളാഹു ഭൂമിയെ കഴുകി നന്നാക്കുമെന്നും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ആ ഭാഗത്തേക്ക് പോവല്ല, പക്ഷെ അവിടെ ഈ അമ്പെ തിരിച്ചു വരുന്ന കഥ പറഞ്ഞിട്ടുണ്ട് തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫിർഔനും അത് ചെയ്തു എന്നാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഫിർഔന് മൂസ നബി അലൈഹി ഇസ്ലാമിൻ്റെ ബനു ഇസ്രായീലിൽ നിന്ന് ഒരു മെമ്പർ അങ്ങോട്ട് കിട്ടുന്നത്. മൂസ നബിൻ്റെ ആളാണ് അലൈഹിസ്സലാം. ഇന്ന ഖാറൂന കാന മിൻ ഖൗമി മൂസ ഫബഗാ അലൈഹിം, വലിയ മുതലാളിയാണ്, പൈസക്കാരനാണ്, പക്ഷേ ഫറോവയുടെ ചാരനായി പ്രവർത്തിച്ചു. മൂസ നബി അലൈഹി ഇസ്ലാമിനെതിരെ പ്രവർത്തിച്ചു. ആൾ ബനു ഇസ്രായേലിയാണ്. പക്ഷേ മൂസ നബി അലൈഹി ഇസ്ലാമിനൊന്ന് ദുആ ചെയ്യിച്ചതാ, മൂസ നബിയെ പൈസ അല്ല, അതുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യണമേ. അങ്ങനെ പഠിച്ചോ അള്ളാഹുവിനോട് ദുആ ചെയ്ത സയ്യിദുനാ മൂസ നബി അലൈഹി ഇസ്ലാമിൻ്റെ ദുആഇന് ഇൻസ്റ്റൻ്റ് ഉത്തരമായിരുന്നു എന്നാ. അങ്ങനെ ഉത്തരം കിട്ടുന്ന മഹാനാണ് മൂസ നബി അലൈഹി ഇസ്ലാം. അങ്ങനെ അള്ളാഹുവിനോട് കൊടുത്തു. ചില ആൾക്ക് അള്ളാഹിന് കൊടുക്കണില്ലേ? അതൊന്നും മനുഷ്യന്മാരെ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. അല്ലാഹു തആല യുഅ്തി മൻ യശാഉ ബിഗൈരി ഹിസാബ്, കയ്യും കണക്കില്ലാണ്ട് ചിലപ്പോൾ അള്ളാഹുവിന് ഊർക്കന്നെ അറിയില്ല ഓൽക്ക് എത്ര മുതലുണ്ട്. അങ്ങനത്തെ എത്ര ആൾക്കാരുണ്ട് ലോകത്ത്? സുബ്ഹാനല്ലാഹ്. യുഅ്തി മൻ യശാഉ ബിഗൈരി ഹിസാബ്. നമുക്ക് മനുഷ്യന്മാർ എപ്പോഴും ചിന്തിക്കേണ്ട വിഷയമാണ്. ഖനാഅത്ത് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അള്ളാഹു തന്നതിൽ മനസ്സ് സന്തോഷിച്ചുകൊണ്ട് അള്ളാഹ്ക്ക് ശുക്ർ ചെയ്യുക. അള്ളാഹിനോട് ഏറെ വേണമെങ്കിൽ ചോദിച്ചോളൂ, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ ഉള്ളത് കൊണ്ട് മനസ്സ് നിറയെ സന്തോഷിക്കണം എന്നാണ്. ഇതൊരു മുഅ്മിനിനെ ചെയ്യാൻ പറ്റൂ. അല്ലാത്തവർ അസ്വസ്ഥമാണ്. ഒരു കച്ചവടം തുടങ്ങി, അൽഹംദുലില്ലാഹ് എനിക്കും എൻ്റെ കുട്ടികൾക്കും കഴിയാനെന്ന് എന്തെങ്കിലും കിട്ടുന്നുണ്ടല്ലോ, പക്ഷേ അവന് അത്ര കച്ചവടം ഉണ്ടല്ലോ, അതെനിക്കില്ലല്ലോ എന്ന് പറഞ്ഞ് ഇവൻ ഉറങ്ങാണ്ട് അടക്കുക വല്ല കാര്യമുണ്ടോ? ഇവ ഉറങ്ങാണ്ടെന്നുകൊണ്ട് അവിടെ കുറയോ? ഇല്ല. അവൻ പോയിട്ട് വീട് 4 ഷോപ്പ് വേറെ തുടങ്ങും.
അപ്പോഴിവിടെ ഉറക്കം പോയി. അപ്പോൾ പിന്നെ ഡോക്ടർ പറയും ഇപ്പോൾ ഷുഗറൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. എന്താ ഉറങ്ങലില്ലേ? ഇല്ല, ഇപ്പോൾ ഉറക്ക ലേശം കുറവാ. എന്താ കാരണം എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഇതായിരിക്കും വിഷയം, അസൂയ കൊണ്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. എന്ത് അള്ളാഹു ഓഹരി വെച്ചു കൊടുത്ത വിഷയം. നല്ലവനും ചീത്തയും സ്വാലിഹീങ്ങളും തെമ്മാടികളും വാരിക്കൂട്ടുന്ന സാധനമാണ് പൈസ എന്ന നിബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. പൈസ അങ്ങനെയാണ്, അത് സ്വാലിഹീങ്ങളുടെ കയ്യിലുണ്ടാവും. അഹ്മദ് ബിൻ ഹംബൽ എന്നവർ മുതലാളിയായിരുന്നു, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് എന്നവർ മുതലാളിയാണ്, സിദ്ദീഖുൽ അക്ബർ തങ്ങൾ മുതലാളിയാണ്, ത്വൽഹ തങ്ങൾ മുതലാളിയാണ്, സഅദ് ബിൻ മുആദ് തങ്ങൾ മുതലാളിയാണ്, സ്വഹാബിയാണ്. അബൂ ഹനീഫ തങ്ങൾ വലിയ ടെക്സ്റ്റൈൽസിൻ്റെ ഹോൾസെയിൽ ബിസിനസ്സുകാരനാണ്. ഹനഫി മദ്ഹബിൻ്റെ ഇമാം മഹാനായ ഹനീഫത്തു നുഅ്മാൻ തങ്ങൾ ഹോൾസെയിൽ ടെക്സ്റ്റൈൽ ബിസിനസ്സുകാരനാണ്. അങ്ങനെയുണ്ട്. ഇപ്പുറത്ത് അബൂജഹൽ, ഉത്തുബത്തും ഷൈബത്തും ഒരു മുതലാളിമാരാണ്. ഉമയ്യ മുതലാളിയാണ്, നൂറുകണക്കിന് അടിമകളുണ്ടായിരുന്നു അയാൾക്ക്. അപ്പം അത് അള്ളാഹ് ഇഷ്ടപ്പെട്ടവർ ഇഷ്ടപ്പെടാത്തവർക്കൊക്കെ കൊടുക്കും. നിങ്ങളുടെ ഖൽബിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയും ഇൽമും നിങ്ങളുടെ നാവിൽ ദിക്റും അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ, അള്ളാഹിൻ്റെ കണ്ണിൽ നിങ്ങളാണ് ഉത്തമൻ. മറ്റൊരു പൈസ ഉണ്ടാവുള്ളൂ, അത് വെച്ചിട്ട് അങ്ങനെ ഓടുകയാണ്. അള്ളാഹിനെക്കുറിച്ച് ഓർക്കാൻ സമയം ഉണ്ടാവില്ല. അതുകൊണ്ട് അതിനെ സംബന്ധിച്ച് ടെൻഷൻ അടിക്കരുതെന്ന് പറയാം. നമുക്ക് എന്താണോ നമ്മുടെ ജോലി, നമ്മുടെ വീട്, നമ്മുടെ സംവിധാനം, നമ്മുടെ ആരോഗ്യം, നമ്മുടെ കുടുംബം, നമ്മുടെ മക്കൾ, അൽഹംദുലില്ലാഹ്, അള്ളാഹുവേ നീ എത്ര വലിയ തൗഫീക്ക് ചെയ്ത ആളാണ്. അപ്പം നമ്മളിഞ്ഞ് എന്തൊക്കെ ഒരു ജോലി കിട്ടിയാൽ എന്താ പറയുക, ശമ്പളയിൽ പോരല്ലോ, ശമ്പളം കൂടുതൽ കിട്ടുന്ന ജോലിയാണ്, എന്നാലും സ്വന്തമായിട്ടൊരു ഏർപ്പാട് വേണ്ടേ. സ്വന്തമായിട്ട് ഏർപ്പാട് തുടങ്ങി. ഇപ്പോൾ പറയും എന്നാലിപ്പോൾ ഇങ്ങപ്പോൾ അത്രയൊന്നും ആയില്ലല്ലോ, അതുകൊണ്ട് ഇപ്പോൾ കാര്യമായിട്ടൊന്നും ഇവിടെ ഒരു വീട് വാങ്ങാനൊന്നും പറ്റണില്ല. സുബ്ഹാനല്ലാഹ്. പിന്നെ ഒരു സമയം വരും, അല്ലാഹുവേ ഈ കട്ടിലിൽ നിന്ന് എനിക്ക് ഒറ്റക്കൊന്ന് എഴുന്നേറ്റിരുന്നാൽ മതിയായിരുന്നു. ഒരു സമയം വരും, അല്ലാഹുവേ ചിരിക്കുമ്പോൾ എനിക്ക് ഇവിടെ വേദന ആവുന്നുണ്ട്, ഒരു വേദന ഇല്ലാണ്ട് എനിക്കൊന്ന് ചിരിക്കാൻ പറ്റിയാൽ മതിയായിരുന്നു. പിന്നെ പറയും ഈ മൂക്കിന്ന് പൈപ്പൊന്ന് എടുത്തിട്ട് ഒരു ഗ്ലാസ് ജ്യൂസ് എനിക്കെന്നെ കുടിക്കാൻ പറ്റിയിരുന്നെങ്കിൽ. പിന്നെ പറയും ഈ ബെഡിൽ ഇങ്ങനെ മൂത്രമൊഴിക്കലും കാഷ്ടിക്കലും അല്ലേ, എനിക്കൊന്ന് ടോയ്ലറ്റിൽ പോയിട്ടൊന്ന് ഒറ്റയ്ക്ക് മരിക്കുന്നതിന് മുമ്പ് അത് മതിയായിരുന്നു. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ നിഅമത്ത് നമ്മുടെ കണ്ണിൽ നമ്മൾ കാണാതെ പോകുന്നുണ്ട് അല്ലേ. നമുക്കൊരു സമയം വരും ഈ ഓക്സിജൻ്റെ പെട്ടില്ലാണ്ട്, പടച്ചോനെ ആസ്മ ഇല്ലാണ്ടൊന്ന് ജീവിക്കാൻ പറ്റിയിരുന്നെങ്കിൽ, ഒരു പല്ലുവേദന ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റിയിരുന്നെങ്കിൽ, കാല് മടങ്ങണില്ല, നടക്കാൻ പറ്റുന്നില്ല, അനങ്ങാൻ പറ്റുന്നില്ല, റബ്ബേ എൻ്റെ കാല് വെച്ച് ഒരു വടി പിടിച്ചിട്ടാണെങ്കിലും എനിക്ക് നടക്കാൻ പറ്റിയിരുന്നെങ്കിൽ. ഇത് കൊതിച്ചു പോകുന്നൊരു സമയം വരുമ്പോഴാണ് നമ്മളൊക്കെ എത്ര വലിയ നിഅമത്തിലായിരുന്നു എന്ന് തിരിച്ചറിയുള്ളൂ. അതുവരെ നമുക്കത് ബോധം വരില്ല. ഇല്ല 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 എന്നേ പറയുള്ളൂ. നമുക്കത് കിട്ടിയില്ല, ആ ആഭരണം കിട്ടിയില്ല, ഈ വാച്ച് കിട്ടിയില്ല, ആ ആഗ്രഹിച്ച ആ ജോലി കിട്ടിയില്ല, ഈ ഷോപ്പ് കിട്ടിയില്ല. മനുഷ്യൻ പരാതി പറഞ്ഞുകൊണ്ടേയിരിക്കും. വക്കാനൽ ഇൻസാനു അക്സറ ഷൈഇൻ ജദല. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഞാൻ ചരിത്രത്തിലേക്ക് വരാം, പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ്, ലൈസൽ ഗിനാ ബികസറത്തിൽ അർദ്. സമ്പാദ്യം എന്ന് പറയുന്നത് ഒരുപാട് ഉണ്ടാക്കലല്ല, പിന്നെയോ വലാകിന്നൽ ഗിനാ ഗിനൻ നഫ്സ്. റിച്ച്നെസ് ഈസ് റിച്ച്നെസ് ഓഫ് ഹാർട്ട്സ്. ഹൃദയത്തിന് കിട്ടുന്ന ഒരു മുതലാളിത്തരമുണ്ട്, ഹൃദയത്തിന് കിട്ടുന്നൊരു സമ്പത്തുണ്ട്. എന്താണത്? ഞാൻ സംതൃപ്തനാണ് റബ്ബേ, അല്ലാഹുമ്മ ലക്കൽ ഹംദ് എന്നല്ലാതെ പൈസൻ്റെ എണ്ണം കൂടലോ ഡിജിറ്റ് കൂടലോ അല്ല സമ്പാദ്യമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് നമ്മൾ മനസ്സിലാക്കിയാലേ ഒരു ടെൻഷനില്ല. നമുക്ക് വെറുതെ തോന്നും ഞാൻ ഓനൊക്കെ ഒപ്പം പഠിച്ച ആൾക്കാരല്ലേ, അന്ന് ടീച്ചറിൽ നിന്ന് എത്ര അടിയ ഓന് കിട്ടിയത്, ഞാൻ മുമ്പിലത്തെ ബെഞ്ചിൽ നിന്ന് പാസ്സായ ആളല്ലേ, എന്നിട്ട് എനിക്കിപ്പോൾ എന്താ ഉണ്ടായത്, ഓനൊക്കെ എവിടെ എത്തി? ആയിക്കോട്ടെ, ഷാ അല്ലാഹ്, അള്ളാഹു അങ്ങനെ ഉദ്ദേശിച്ചു, അങ്ങനെ നടക്കുന്നു. അവന് നിഅമത്തുണ്ട്, അൽഹംദുലില്ലാ. അവൻ ആരോടും ഗെഞ്ചി നടക്കുന്നതോ യാചിക്കുന്നതോ കാണേണ്ട അവസ്ഥയില്ലല്ലോ. അവൻ രക്ഷപ്പെട്ടില്ലേ, അവനെ നോക്കണ്ടല്ലോ, അൽഹംദുലില്ലാ. നമുക്ക് ബാക്കിയുള്ള ആൾക്കാരെ നോക്കാമല്ലോ. അങ്ങനെയല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരാൾ രക്ഷപ്പെട്ടു, അൽഹംദുലില്ലാ, രക്ഷപ്പെടട്ടെ. ഒരാൾക്ക് വീടായി, അൽഹംദുലില്ലാ, അവൻ രക്ഷപ്പെട്ടില്ലേ. ഇങ്ങനെ ചിന്തിക്കാൻ മുഅ്മിനെ കഴിയൂ. ഇന്ന ഖാറൂന കാന മിൻ ഖൗമി മൂസാ ഫബഗാ അലൈഹി. മൂസ നബിയോട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. മൂസ നബിയോട് പറഞ്ഞു, മൂസ നബി അല്ലാഹു പൈസ കൊടുത്തേക്ക് റബ്ബേ, അല്ലാഹുക്കറിയാം ഇവൻ കാഫിറായി ചത്തുപോകുന്ന ആളാണ്. അങ്ങനെ സമ്പത്ത് കിട്ടി, പൈസ കണ്ട് കിട്ടിയെന്ന് മാത്രമല്ല, ഈജിപ്തിൽ ഫയ്യൂം എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. കൈറോവിൽ നിന്ന് ഒരു 100-200 കിലോമീറ്ററിൻ്റെ അടുത്ത് യാത്ര ചെയ്താൽ അവിടെയായിരുന്നു അയാളുടെ കൊട്ടാരം ഉണ്ടായിരുന്നതെന്ന്. അവിടെ കൊട്ടാരങ്ങളും പാറാവുകാരും
ഖുർആൻ എന്താ പറഞ്ഞതെന്നറിയോ? അയാളുടെ സ്വർണം സൂക്ഷിക്കാൻ ഉപയോഗിച്ച റൂമുകളുടെ താക്കോലുകൾ ഒരു കൂട്ടം ഒട്ടകങ്ങൾക്ക് ചുമക്കാൻ മാത്രം ഉണ്ടായിരുന്നു. എങ്ങനെ? മുതലല്ല. وَأَعْطَيْنَاهُ مِنَ الْكُنُوزِ مَا إِنَّ مَفَاتِحَهُ لَتَنُوءُ عَلَى الْعُصْبَةِ أُولِي الْقُوَّةِ. നല്ല ആരോഗ്യമുള്ള ഒട്ടകങ്ങൾ, അതും ഉസ്ബ എന്ന് പറഞ്ഞാൽ മിനിമം ഒരു 8-10 ഒട്ടകങ്ങളെങ്കിലും വേണം. ഒരു കൂട്ടം ഒട്ടകങ്ങൾക്ക് താക്കോലുകൾ ചുമക്കാനുണ്ടായിരുന്നു. എങ്ങനെ? അയാളുടെ സമ്പത്ത് സൂക്ഷിച്ചു വെച്ച റൂമിൻ്റെ താക്കോല്. നമ്മൾ ആലോചിച്ച് നോക്കി. ഖാലല്ലദീന യുരീദൂനൽ ഹയാത്തദ് ദുനിയ, ഐഹികമായി ഈ ലോകത്ത് എന്തെങ്കിലും കിട്ടിയാൽ മതി, നാളെ പരലോകം സ്വർഗം എന്നൊക്കെ പറഞ്ഞ് എപ്പോൾ കിട്ടാനാ, ഇവിടെ വല്ലതുണ്ടെങ്കിൽ പറഞ്ഞൊരു മൂല്യരെ എന്ന് പറയുന്നവർ അന്ന് പറഞ്ഞു, യാ ലൈതലനാ മിസ്ല മാ ഊതിയ ഖാറൂൻ, കാഷ് ഹംകോ ബി ഖാറൂൻ ജൈസ മാൽ മിൽതാ പോലും പറഞ്ഞു. സംഭവം ഇപ്പോൾ അവിടെ കിട്ടുമെന്നൊക്കെ ശരി തന്നെയായിരിക്കും ചിലപ്പോൾ, പക്ഷെ ഇവിടെ കിട്ടണ്ടേ, ഞങ്ങൾക്ക് ഇവിടെ കിട്ടിയ ഈ ഖാറൂനെ പോലെയൊക്കെ ഒന്ന് ആയാൽ മതിയായിരുന്നു എന്ന് അന്ന് ഇൽമില്ലാത്ത ജാഹിലീങ്ങളായ ആളുകൾ പറഞ്ഞപ്പോൾ ഇൽമുള്ള ആളുകൾ മുഅ്മിനീങ്ങൾ പറഞ്ഞു, ബൽ സവാബുല്ലാഹി ഖൈർ. നിങ്ങൾ എന്താണ് ഈ പറയണത്? നാളെ അള്ളാഹുവിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അള്ളാഹു നമുക്ക് വാരിക്കോരിയവൻ്റെ സ്വർഗ്ഗലോകം തരുന്നുണ്ടെങ്കിൽ അതല്ലേ നമുക്ക് ഖൈറ്? നിങ്ങൾ എന്തിനാ ഇവൻ്റെ പൈസ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നത്? എന്തിനാണ് എന്ന് ചോദിച്ചു. അല്ലേ? അത് മനുഷ്യന്മാരുടെ സ്വഭാവമാണ്. ഒരുത്തൻ ലോട്ടറി അടിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ ശർക്കരമ്മ ഈച്ച പൊതിയണ പോലെ നാട്ടുകാർ മുഴുവൻ പൊതിയില്ലേ? ആ സാധു ആരുടെ വിഷമം തീർത്തു കൊടുക്കുക? അത് ഹലാലോ ഹറാമോ എന്ന് പോലും നമ്മളിപ്പോൾ ആ ചർച്ചയിൽ അത് പറ്റൂല, അത് വേറെ വിഷയം. നീ എന്ത് പറഞ്ഞാലും ഏതെങ്കിലും ഒരു മൂലര് ഹലാലാന്ന് പറഞ്ഞ ഒരു ക്ലിപ്പ് മുപ്പരത്തുണ്ടാവും. അങ്ങനെ അത് ഹലാലാക്കും. എന്നാലും ആളുകൾ എന്ത് ചെയ്യും? ആ പൈസ ഇത് എനിക്കെന്തെങ്കിലും കിട്ടുമോ? അല്ലേ? ചിന്തിക്കൂലേ? യാ ലൈതലനാ മിസ്ല മാ ഊതിയ ഖാറൂൻ. ഓനിപ്പോൾ അങ്ങനെ മറ്റേ DSFൻ്റെ ടിക്കറ്റ് കിട്ടി, എയർപോർട്ടിൻ്റെ ടിക്കറ്റ് കിട്ടി, ഇതൊക്കെ പൈസ കൊടുത്ത് വാങ്ങിക്കുന്നതാണ്. അത് പറ്റുന്നവരുണ്ടെങ്കിൽ നമുക്ക് പറ്റില്ല. ഇവിടെ ഒരുപാട് രാജ്യക്കാരും പല മതവിശ്വാസവും ജീവിക്കുന്ന നാടാണ്. പറ്റുന്നവരെടുത്തോടെ നമുക്ക് പറ്റില്ല, അത്രേ ഉള്ളൂ. നമുക്കിപ്പോൾ ഒരാളുടെ പൈസൻ്റെ കെട്ടിട്ടിട്ട് പോയി, ഒരു കെട്ട് പൈസ ഇവിടെ കണ്ടു, നമുക്ക് എടുക്കാൻ പറ്റുമോ? എടുത്താൽ അത് ആളെ എത്തിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? ഇത് സംരക്ഷിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ? നിങ്ങൾക്ക് തൊടാൻ പറ്റും? ഇല്ലേ? അവിടെ നോട്ടെ, ആരെങ്കിലും ഉത്തരവാദിത്തം ഏറ്റെടുത്തോടെ, നിങ്ങൾ ചെയ്യേണ്ടതാണ്. കിട്ടുന്ന പൈസ കൊടുക്കാൻ പറ്റുമോ? നമുക്ക് പറ്റൂല. നമ്മൾ അങ്ങനെയാണ് അല്ലാഹു തആല നമുക്ക് തന്ന നിർദ്ദേശം. അതുകൊണ്ട് ആമന്നാ വസദ്ദഖനാ യാ ലൈസ ലനാ മിസ്ല മാ ഊതിയ ഖാറൂൻ ഇന്നഹു ലദു ഹദ്ദിൻ അദീം. വിഷയം അതല്ല. സയ്യിദുനാ മൂസ അലൈഹിസ്സലാമിനെ തറപറ്റിക്കാൻ ഇയാളാണ് ഫിർഔനെ പ്രകോപിപ്പിച്ചുകൊണ്ടിരുന്നത്, പ്രലോഭിപ്പിച്ചത്. പ്രകോപനമല്ല, പ്രലോഭനം. മൂസ നബിയെ ഞാൻ തറപറ്റിച്ചു തരാം. നമ്മളെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ ശത്രുക്കളിലേക്കാണ് പോയാൽ അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവും. ഈ സമൂഹത്തിന്, ഉമ്മത്തിന് ബുദ്ധിമുട്ടുണ്ടാവും. പോകുന്ന ആൾക്ക് എന്തെങ്കിലുമൊക്കെ വഹിച്ചിട്ടുണ്ടാവും, അധികാരം കിട്ടും, നല്ല പദവികൾ കിട്ടും, ഒക്കെ ശരിയാണ്. പക്ഷേ കോടാലി പറയില്ലേ, മരം കുത്തിയപ്പോഴേ നമ്മളെ കൂട്ടത്തിലൊരു മരം ആ കോടാലിൻ്റെ മഴുവിന് പിടിയായി നമ്മളിൽപ്പെട്ട ഒരു മരം നിന്നുകൊടുത്തപ്പോഴാണ് ആ പിടി പിടിച്ച് നമ്മളെയൊക്കെ വെട്ടിയത് എന്ന്. അവിടുത്തെ ഏറ്റവും വലിയ മൂമിസ ബാഗിയത്തും മിൻ ബഗായ ബനി ഇസ്രായേൽ, ബനു ഇസ്രായേലുകളിലെ വ്യഭിചാരം ചെയ്യുന്നൊരു പെണ്ണിനെ കൊണ്ടുവന്നു ഖാറൂൻ. എന്നിട്ട് പറഞ്ഞു, പെണ്ണെ നിനക്ക് പൈസ വേണ്ടേ? സലീനീം, നീക്ക് വേണ്ടത് എന്താണെന്ന് ചോദിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ആ പെണ്ണ് ഇത്ര പൈസ എനിക്ക് വേണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ പണി ചെയ്യുമോ? ചെയ്യാം. ആളുകൾക്കിടയിൽ മൂസ നബി അലൈഹിസ്സലാം പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ദഅവത്ത് ചെയ്യുമ്പോൾ നീ അവിടെ വന്ന് പറയണം, മൂസ എന്നെ വ്യഭിചരിച്ചു എന്ന് നീ പറയൂ, എന്നാൽ ഞാൻ ഈ പൈസ തരാമെന്ന് പറഞ്ഞു. സയ്യിദുനാ മൂസ അലൈഹിസ്സലാമിനെതിരെ 2 വലിയ തുരങ്കമുണ്ടാക്കിയ ആളാണ്, അല്ലെങ്കിൽ മൂസ നബി അലൈഹി സ്വലാമിനെ തറപറ്റിക്കാൻ വേണ്ടി ശ്രമിച്ച ആളാണ്. മൂസ അലൈഹി സ്വലാം ബനു ഇസ്രായേലിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഖാറൂൻ അങ്ങോട്ട് വന്നു. ഖാറൂൻ വന്നപ്പോൾ മുതലാളിയല്ലേ, അയാളോട് വന്നപ്പോൾ എല്ലാവരും ഇയാൾ എന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നത്? അപ്പോൾ മൂസ നബിയോട് ചോദിച്ചു, യാ മൂസ മാ ഇഖാബുൽ ആസ്വി, തെറ്റ് ചെയ്ത മനുഷ്യൻ്റെ ശിക്ഷ എന്താണ്? മൂസ നബി അലൈഹിസ്സലാം ഓരോ തെറ്റിൻ്റെയും ശിക്ഷ പറഞ്ഞു കൊടുക്കുകയാണ്. മോഷ്ടിച്ചാൽ ഇങ്ങനെയാണ്, ഗീബത്ത് പറഞ്ഞാൽ ഇന്നതാണ്, കൊലപാതകത്തിൻ്റെ ശിക്ഷ ഇന്നതാണ്. അങ്ങനെ വ്യഭിചാരത്തിലേക്കെത്തിയ വ്യഭിചാരത്തിൻ്റെ ശിക്ഷ ഇന്നതാണ് എന്ന് പറഞ്ഞപ്പോൾ ആ വ്യഭിചാരം ചെയ്തത് വലൗ അൻസ,
നിങ്ങളാണെങ്കിലോ എന്ന് മഹാനായ റസൂലിൻ്റെ മുമ്പിൽ വെച്ച് ചോദിച്ചു ഇയാൾ. മൂസ അലൈഹിസ്സലാം പറഞ്ഞു വലോ അന, ഞാനാണെങ്കിലും എന്ന് പറഞ്ഞു. മൂസ നബി അലൈഹിസ്സലാം അറിയാലോ മൂസ അലൈഹിസ്സലാം തെറ്റ് ചെയ്തിട്ടില്ല എന്ന്. ഈ പെണ്ണവിടേക്ക് പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു അയ്യുഹൽ മല, ജനങ്ങളെ, ഇന്ന മൂസ ഫഅല ബി, മൂസ അലൈഹിസ്സലാം ഞാനുമായിട്ട് ഈ പറഞ്ഞ വ്യഭിചാരം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. മൂസ അലൈഹിസ്സലാം അതോടെ നിർത്തിയിട്ട് പെണ്ണയും കൂടെ അടുത്തേക്ക് വാ, ബില്ലാഹി അസ്അലുക്കി, അള്ളാഹുവിനെ വിചാരിച്ച് ഞാൻ ചോദിക്കുകയാണ്. അള്ളാഹുവിനെ വിചാരിച്ച് മറുപടി പറയണം. ഹൽ ഫഅൽതു ബിക്കി, ഞാൻ നീയുമായി അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? അസ്അലുക ബില്ലാഹില്ലദി, അള്ളാഹുവിൻ്റെ സിഫത്തുകൾ പറഞ്ഞു. ഇന്ന സിഫത്തുകളുള്ള അള്ളാഹുവിനെ വെച്ച് നിനക്കിത് പറയാൻ കഴിയുമോ എന്ന് ചോദിച്ചപ്പോൾ അവൾ പേടിച്ചു. അപ്പോൾ പറഞ്ഞു ലാ, ചെയ്തിട്ടില്ല എന്ന്. പിന്നെ ആര് നിന്നോട് ഇങ്ങനെ പറയാൻ പറഞ്ഞു? ഹാറൂൻ പറഞ്ഞു. വഅദനി ബിൽ മാൽ, എനിക്ക് സമ്പത്ത് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. കാരണം മൂസ അലൈഹി ഇസ്ലാമിൻ്റെ ചുറ്റും ബനു ഇസ്രായേലുകളായ മൂസ അലൈഹി ഇസ്ലാമിൻ്റെ ശിഷ്യന്മാരാണ് ഉള്ളത്. അവിടെ വെച്ച് മഹാനവറുകൾ അപമാനിച്ചു ഹാറൂൻ. അതൊക്കെ കഴിഞ്ഞു. വീണ്ടും മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞപ്പോൾ അയാൾ തിരിച്ചു വന്നു. ഫറോവയുടെ കൂടെയാണ് താമസം, ഫറോവൻ്റെ കൂടെയാണ്, ഫറോവൻ്റെ ആളായിട്ടാണ് നടക്കുന്നത്. ഇന്ന ഖാറൂന ഖാന മിൻ ഖൗമി മൂസ, മൂസ അലൈഹി ഇസ്ലാമിൻ്റെ കൗമപ്പെട്ട ആളായിരുന്നു അയാൾ ഒരു കാലത്ത്. അങ്ങനെ അദ്ദേഹം മൂസ അലൈഹി ഇസ്ലാമും അനുയായികൾക്ക് ദർസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ വന്നിട്ട് പറഞ്ഞു, മൂസ നിങ്ങൾ അല്ലാഹുവിൻ്റെ റസൂലല്ലേ? ആണ്. പക്ഷെ എനിക്ക് തോന്നണില്ല. എന്തേ? നിങ്ങളുടെ അടുത്ത് പൈസ ഇല്ല, നിങ്ങളുടെ അടുത്ത് നല്ല വാഹനമില്ല, നിങ്ങളുടെ അടുത്ത് നല്ലൊരു വീടില്ല. ഇങ്ങനത്തെ ഒരാളൊക്കെ എങ്ങനെ അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട ആളൊക്കെ ആവുമ്പോൾ ഇതൊക്കെ പടച്ചോൻ വാരിക്കോരി കൊടുക്കൂലേ? ഇന്നി നബിയുല്ലാഹി ഹഖ വ ഇന്നി റസൂലുഹു ഹഖ, ഞാൻ അള്ളാഹുവിൻ്റെ ഹഖായ റസൂലാണ്, സത്യമായിട്ടും ഞാൻ അള്ളാഹുവിൻ്റെ നബിയാണ്. അപ്പോൾ ഖാറൂൻ പറഞ്ഞു, എൻ്റെ ദുആക്ക് ഉത്തരം ഉണ്ടാവും, എന്നെ പടച്ചോൻ ഇഷ്ടപ്പെട്ടത് കൊണ്ടല്ലേ എനിക്ക് ഇക്കണക്കിന് സ്വത്തൊക്കെ തന്നത്. അദ്ദേഹം ഫഖറജ അലാ ഖൗമി, ഖാറൂൻ അന്ന് അങ്ങനെ ഇയാൾ പറഞ്ഞ വിഷയം ഇതാണ്. അതുകൊണ്ട് ഞാനും ദുആ ചെയ്യാം, നിങ്ങളും ദ്വാരക്കാം. നിങ്ങൾ അള്ളാഹിൻ്റെ ഇഷ്ടപ്പെട്ട ആളല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ആളാണ്, കാരണം എനിക്ക് പൈസ തന്നിട്ടുണ്ട് പഠിച്ചോൻ. മനുഷ്യന്മാർ അങ്ങനെ വിചാരിക്കും, പൈസ കിട്ടുമ്പോൾ അള്ളാഹ് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ്. ഒരു അടയാളവുമല്ലത്. നിങ്ങൾക്കതിന് ശുക്ർ ചെയ്യാൻ പറ്റുന്നുണ്ടോ? അതിൻ്റെ സക്കാത്ത് കൊടുക്കുന്നുണ്ടോ? സ്വതക്ക കൊടുക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് ആഖിറത്തിലേക്കുള്ളൊരു വസീലയാണ്, ഒരു മാർഗമാണ്. 1000 ദീനാറിന് 1 ദീനാറാണ് ഇന്നത്തെ സക്കാത്ത്. മൂസ നബി അലൈഹിസ്സലാം 1000 ദീനാറുള്ള ഖാറൂനിനോട് 1 ദീനാർ കൊടുക്കാനാണ് പറഞ്ഞത്. 1000-ന് 1 ദീനാർ. ദീനാർ എന്നത് ഗോൾഡ് കോയിനാണ്. 1000 ഗോൾഡ് കോയിനിൽ നിന്ന് 1 ഗോൾഡ് കോയിൻ അള്ളാഹുവിന് കൊടുക്കാനുള്ളതാണ്. അന്നത്തെ ബനു ഇസ്രായേലുകളുടെ ശരീഅത്ത് അങ്ങനെയാണ്. അത് കൊടുക്കില്ല എന്ന് പറഞ്ഞ ആളാണ് ഇയാൾ. അത് കൊടുക്കൂല. അങ്ങനെ സക്കാത്ത് നിഷേധിച്ചു അദ്ദേഹം. അങ്ങനെ ഇയാൾ നമുക്ക് 2 പേർക്കും ഒരു പ്രാർത്ഥന നടത്തണം എന്ന് പറഞ്ഞു. എൻ്റെ പ്രാർത്ഥനയോ നിങ്ങളുടെ പ്രാർത്ഥനയോ സ്വീകരിക്കാമെന്ന് ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞു. ഒരു മുബാഹല എന്നൊക്കെ പറയും അതിന്. ഫഖറജ അലാ ഖൗമി, അങ്ങനെ സർവ ആഢ്യഭാവത്തോടുകൂടെ തൻ്റെ എല്ലാ സമ്പൽ സമൃദ്ധിയും പ്രകടിപ്പിച്ചുകൊണ്ട് ഖാറൂൻ ഇറങ്ങി വരികയാണ്. നാട്ടുകാർ മുഴുവൻ കാണുന്ന മൂസ നബിയും ഖാറൂൻ തമ്മിലുള്ള മത്സരം അവിടെ നടക്കാൻ പോണത്. 2 പേരും ദുആ ചെയ്യും, ആരുടെ ദുആഇനാണ് ഉത്തരം കിട്ടുന്നത് എന്ന്. അങ്ങനെ ഇറങ്ങി വന്നു. മൂസ അലൈഹിസ്സലാമും ഖാറൂനും ഫേസ് ടു ഫേസ് നിൽക്കുകയാണ്. മൂസ, ഇന്നാണ് നമ്മുടെ ദിവസം, അതുകൊണ്ട് നിങ്ങൾ ദ്വാരക്കും ഞാനും ദ്വാരക്കാം. ആരാണ് പടച്ചവൻ്റെ സ്വന്തം ആൾ നമുക്ക് ഇപ്പം തീരുമാനം എടുക്കണം എന്ന് പറഞ്ഞു. സയ്യിദുന മൂസ അലൈഹിസ്സലാം അള്ളാഹുവിനോട് ചോദിക്കുകയാണ്, യാ റബ്ബ്, അള്ളാഹുവേ, തവ്വിഅലിൽ അർദ്, ഈ ഭൂമിയെ ഞാൻ പറയുന്നത് പോലെ നീ ചെയ്യിപ്പിച്ചു തരണം. അങ്ങനെ ഖാറൂനിൻ്റെ കൊട്ടാരം നിലനിൽക്കുന്ന സ്ഥലത്താണ് സംഭവം നടക്കുന്നത്. എല്ലാ ആളുകളും തടിച്ചുകൂടി നിൽക്കുകയാണ്. ഒരു നബിയാണ് വെല്ലുവിളിച്ചിട്ടുള്ളത്. അള്ളാഹുവേ, ഭൂമി ഞാൻ പറയുന്നത് ചെയ്തു തരണം. മൂസ അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ വഹി വന്നു, മൂസ നബിയെ ഉമ്റുഹാ മാ ശിഅ്ത, നിങ്ങൾക്ക് വേണ്ടത് ഭൂമിയോട് പറയാം. അല്ലാഹുമ്മ ഖ്സിഫ് ബിഹി വബിദാരിഹി വബിമലഇഹി, ഖാറൂനിനെയും അവൻ്റെ കൊട്ടാരത്തെയും അവൻ്റെ കൂടെയുള്ള ആളുകളെയും ഭൂമിയിലേക്കാണ് താഴ്ത്തിയേക്ക് പടച്ചോനെ.
ആ ദുആ അങ്ങോട്ട് വായിൽ നിന്ന് പോയത് സമായിൽ നിന്ന് ജവാബായിട്ട് വന്നു. മൂസ അലൈഹിസ്സലാം ആളുകളോട് പറഞ്ഞു, എല്ലാവരും മാറി നിന്നോളൂ എന്ന് പറഞ്ഞു. മൂസ അലൈഹിസ്സലാമും മാറി നിന്നു. എവിടെയാണോ ഖാറൂൻ നിൽക്കുന്നത് അവിടം ഇടിഞ്ഞു. ഖാറൂനിൻ്റെ കൊട്ടാരം അതിൻ്റെ ബാക്കിലുണ്ട്. ഖാറൂനിൻ്റെ പരിവാരങ്ങൾ ആയിരക്കണക്കിന് ആളുകളുണ്ട്. എല്ലാവരും ഭൂമിയിലേക്ക് ജീവനോട് ആഴ്ത്തപ്പെട്ടു എന്ന് പരിശുദ്ധമായ ഖുർആൻ. ആ സംഭവം നടന്നത് മൂസ അലൈഹിസ്സലാമിൻ്റെ ഒരു ദുആയാണ്. പടച്ചോനെ ഇനി വെച്ചേക്കണ്ട, ഇമാതിരി അഹങ്കാരം കൊണ്ട് നടക്കുകയാണെങ്കിൽ ഭൂമിൻ്റെ ഉള്ളിൽ കിടക്കണമെന്ന് നല്ലത്, ഭൂമിൻ്റെ പുറത്ത് വേണ്ട. പിന്നെ അവന് ദ്വാരന്ന് പരീക്ഷിക്കാൻ പോലും നേരം കിട്ടിയില്ല. അതുണ്ടായത് മൂസ അലൈഹിസ്സലാമിൻ്റെ ദുആയിലൂടെ ഫഖസഫ്നാ ബിഹി വബിദാരിഹിൽ അർള്, എല്ലാവരും കാണെ ഘോര ശബ്ദത്തോടുകൂടെ പൊടിപടലങ്ങൾ നിറഞ്ഞ് ഭൂമിക്കുള്ളിലേക്ക് പോയി. ആ പോയ സ്ഥലത്താണ് ഫയ്യൂം തടാകം നിൽക്കുന്നത് എന്നാണ് പറയുക. ആ മൃഗങ്ങൾ പോയിട്ടില്ല കണ്ട് അല്ലേ? അവിടെ എത്തിയില്ല. ഹാരിസ് നിങ്ങൾ പോയിരുന്നില്ലേ നമ്മൾ പണ്ട് പോയ ട്രിപ്പിൽ? അവിടെ പിന്നെ ഇപ്പം അടുത്തൊന്നും പോകാറില്ല. പക്ഷേ ഫയ്യൂമിലേക്ക് പോകും. ഖാറൂൻ്റെ കൊട്ടാരം അവിടെ ഇപ്പോൾ ഒരു ശാന്തമായ ഒരു ജലാശയമാണ്. ഒരു ജലാശയം, വലിയ അധികം ഇവിടുന്ന് ഒരു ഖാലിദിയെ വരെയൊക്കെ ഉണ്ടാവും വേണമെങ്കിൽ, അത്ര ഒരു വിസ്താരത്തിലുള്ള ഒരു ജലാശയമാണ്. ഒന്നുമില്ല, മരുഭൂമിയുടെ നടുവിലൊരു ജലാശയം. കുറച്ച് 1-2 വീടുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അവൻ്റെ കൊട്ടാരം നിലനിന്നിരുന്ന സ്ഥലമായിരുന്നു ഇതെന്ന ഗൈഡുകൾ അങ്ങനെ പറഞ്ഞുതരാ. ഖാറൂൻ അവിടെയായിരുന്നു. സുബ്ഹാനല്ലാഹ്. സയ്യിദുനാ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ഫറോവയുമായുള്ള എൻകൗണ്ടർ തുടർന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ അവസാന ഭാഗം അള്ളാഹു വിവിധങ്ങളായ പരീക്ഷണങ്ങൾ ഫറോവക്ക് കൊടുത്തുകൊണ്ടിരുന്നു. വിവിധങ്ങളായ പരീക്ഷണങ്ങൾ. മൂസ അലൈഹിസ്സലാമിനെ പറ്റി പറഞ്ഞു, മസ്ഹൂർ, മൂസ നബി സിഹിർ ബാധയേറ്റ ആളാണെന്ന് പറഞ്ഞു. മൂസ അലൈഹിസ്സലാം, എനിക്കൊരു സിഹിറുമില്ല, നിങ്ങൾ സിഹിർ ബാധയേറ്റ ആളാണ്. പിന്നെ പറഞ്ഞു 2 പേരെയും ഈ ടൗണിൽ നിന്ന് പുറത്താക്കണമെന്ന് പറഞ്ഞു. ജനങ്ങളെ പ്രകോപിപ്പിക്കുകയാണ് അങ്ങനെ. എന്നിട്ട് പറഞ്ഞു, ജനങ്ങളെ നിങ്ങളുടെ മതമൊക്കെ മാറ്റാൻ വന്ന ആളുകളാണ് ഇവരെന്ന് പറഞ്ഞു. മൂസ അലൈഹിസ്സലാം കൊടുക്കുന്ന മനോഹരമായ മറുപടി അടുത്ത് വരാനുള്ള ആയത്തുകളിലുണ്ട്. അങ്ങനെ ഫറോവയുടെ നാട്ടിലാകെ വെള്ളം കിട്ടാത്തൊരവസ്ഥ വന്നു. ഖഹ്സ്, വെള്ളമില്ല, ക്ഷാമം. ചെടികൾ മുഴുവൻ ഉണങ്ങിപ്പോയി, കൃഷികൾ മുഴുവൻ നശിച്ചു. ഫറോവക്ക് അപ്പോഴും മനസ്സിലായത് അള്ളാഹുവിൻ്റെ പരീക്ഷണമാണെന്ന്. മൂസ നബിൻ്റെ അടുത്ത് തന്നെ ഓടി വന്നു. മൂസ അലൈഹി സ്വലാമിന്, മൂസ നബിയെ, നിങ്ങളുടെ പടച്ചവനോട് നിങ്ങൾ ദ്വാരക്കണം, നിങ്ങൾ അവിടുത്തെ ഖരീബായ ആളല്ലേ, ഞങ്ങൾക്ക് മഴ വേണം, ഞങ്ങൾക്ക് ഈ ക്ഷാമം ഒന്ന്, വറുതി ഒന്ന് അവസാനിപ്പിച്ച് കിട്ടണമെന്ന്. നിങ്ങൾ വിശ്വസിക്കുമോ അള്ളാഹുവിൽ നിന്ന്? ഞങ്ങൾ വിശ്വസിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ വളരെ മനോഹരമായ മഴ പെയ്ത് ഭൂമി തണുക്കാൻ തുടങ്ങി, കൃഷികളൊക്കെ നന്നായിട്ട് വളരാൻ തുടങ്ങി. അപ്പോൾ അവർ ഫിർഔൻ്റെ കൂടെ തന്നെ കൂടി. ഫിർഔനും മാറിയില്ല. രണ്ടാമത് വരുന്നത് വലിയ വെള്ളപ്പൊക്കമാണ്. നൈൽ നദി അങ്ങ് വെള്ളം കൊണ്ട് നിറഞ്ഞു. കൃഷിയിടങ്ങൾ മുഴുവൻ വെള്ളക്കെട്ടിനാൽ അങ്ങ് നശിച്ചുപോയി. മാസങ്ങളോളം നീണ്ടു നിന്ന വെള്ളപ്പൊക്കം. അങ്ങനെ അവർ ഓടി വന്ന് മൂസ നബിയോട് തന്നെ ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞു. ഇതിന് അത്ഭുതം എന്താണ്? ബനു ഇസ്രായേലുകൾ താമസിക്കുന്ന ഭാഗത്തൊരു ഫ്ലഡുമില്ല. ഫറോവയുടെ കുടുംബക്കാർ കിബിച്ചുകൾ നിൽക്കുന്ന സ്ഥലം മുഴുവൻ വെള്ളത്തിനടിയിലാണ്. മൂസ നബിയോട് ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞു. മൂസ നബി പറഞ്ഞു, നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കുമോ? ഇത് റബ്ബി തആല തന്ന അദാബാണ്, ഞങ്ങൾ വിശ്വസിക്കാമെന്ന് പറഞ്ഞു. മൂസ നബി ദുആ ചെയ്തു, വെള്ളം ഇറങ്ങിപ്പോയി. അവർ പഴയപടിയിലേക്ക് തിരിച്ചു വന്നു. മനുഷ്യൻ അങ്ങനെയാണ്. ഇത് മനുഷ്യന്മാർ, നമ്മളിപ്പോൾ ഫിർഔനും ഓലൊക്കെ ഭയങ്കര മോശം. കൊറോണ കഴിഞ്ഞിട്ട് നമ്മളെ അവസ്ഥ എന്താ? സക്രാത്തുൽ മൗത്ത് വെന്റിലേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ആൾക്കാരില്ലേ? പോലെ നിസ്കാരം നോമ്പോലും ഉണ്ടാവും. അന്നൊക്കെ എല്ലാ ഉസ്താദന്മാർക്കും എല്ലാ ഉസ്താദന്മാർക്കും വിളിച്ചു പറയാ, എല്ലാ യതീംഖാനക്കും സംഭാവന. എന്തിന്? ഒന്ന് ജീവൻ കിട്ടി തിരിച്ചു വരാൻ. ഖബറിന്ന് എണീറ്റ് പോയ പോലെയൊക്കെ, ഖബറിന്ന് തിരിച്ചു വന്ന പോലെയൊക്കെ എത്ര ജീവിതങ്ങളാണ് നൂൽപ്പാലത്തിൽ നിന്നുകൊണ്ട് തിരിച്ചു വന്നത് അല്ലേ? പോലെ ഓർമ്മയുണ്ടോ? ഇപ്പോൾ ഈ ആട്ടവും ചാട്ടമൊക്കെ അവരേക്ക് മുമ്പിലുണ്ടാവും. ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവില്ല, എനിക്ക് അങ്ങനെ ഒരു സമയം കഴിഞ്ഞു പോയിട്ടുണ്ട്. മുൻകാല സമൂഹത്തിൻ്റെ കഥ പറയുമ്പോഴേ നമ്മളെ തന്നെ ഒന്ന് വിചാരണ ചെയ്താൽ മതി. ഇത് മനുഷ്യൻ്റെ ഒരു സ്വഭാവമാണ്. മനുഷ്യൻ മറക്കും, പെട്ടെന്ന് മറക്കും. അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളെ മറന്നുപോകും. മൂന്നാമത് അള്ളാഹു നൽകുന്ന പരീക്ഷണം, സുബ്ഹാനല്ലാഹ്, ജറാദ് എന്ന് പറയുന്ന വെട്ടുകിളികളെ അള്ളാഹു പറഞ്ഞയച്ചു. വെട്ടുകിളികൾ എന്ന് പറയുമ്പോഴേ നമ്മൾ ഗ്രാസ് ഹോപ്പറിനെ പോലെയാണ്. ഈ ഗ്രാസ് ഹോപ്പർ എന്താ മലയാളത്തിൽ പറയാം? നമ്മൾ മലപ്പുറത്തൊക്കെ തത്താമ്പുള്ള എന്ന് പറയും. എന്താണ്? പുൽച്ചാടി. പുൽച്ചാടിയിലെ വലിയ പുൽച്ചാടി, കുറച്ച് അത്യാവശ്യമൊക്കെ തടിമണ്ണൊക്കെ ഗൾഫിൽ നിന്നൊക്കെ വന്ന് ഇറങ്ങിയ ഒരു പുൽച്ചാടിയാണെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും? ജറാദ് എന്ന് പറയും. ലോക്കസ്റ്റ്.
അപ്പോൾ അതങ്ങോട്ട് ഇറങ്ങിയിട്ട് കൃഷിയിടങ്ങൾ മുഴുവൻ നശിപ്പിച്ചു. ഈ ജറാദിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഉണങ്ങിയതും പച്ചയും മുഴുവൻ തിന്നു, അങ്ങ് നശിപ്പിച്ചു. എവിടെ നോക്കിയാലും ജറാദ്, എവിടെ നോക്കിയാലും. അങ്ങനെ അവർ വീണ്ടും ഓടി വന്ന് മൂസ നബിയെ ഞങ്ങൾക്ക് ദ്വാരം തരി, ഇങ്ങനെ പോയാൽ എങ്ങനെ ജീവിക്കും? മൂസ അലൈഹിസ്സലാം ഇത് അള്ളാഹു നൽകുന്ന പരീക്ഷണമാണ്, നിങ്ങൾ പടച്ചവനിലേക്ക് തിരിച്ചു വരുമോ? ഞങ്ങൾ വരും. ഉറപ്പാണോ? ഉറപ്പാണ്. അല്ലാഹുമ്മ ഫർരിജ് അൻഹും, പടച്ചവനെ നീക്കി കൊടുക്കണേ റബ്ബേ. മൂസ അലൈഹി ഇസ്ലാമിൻ്റെ ഒരു ദുആ, എല്ലാം പറന്നുപോയി, സ്ഥലം വിട്ടു. അവർ പഴയപടി തന്നെ വീണ്ടും. ഇതിൻ്റെ ഇടയ്ക്ക് ഗ്യാപ്പുകളുണ്ടായിരിക്കാം. നാലാമത് വരുന്നത് ഒരു ചെറിയ പ്രാണിയാണ്. കുമ്മൽ എന്ന് പറഞ്ഞാൽ ശരിക്കും തലയിലെ ഹെഡ്ലൈറ്റ്സിനാണ് ശരിക്കും കുമ്മൽ എന്ന് പറയുക, പേന് പോലത്തെ ആ സാധനങ്ങൾ വന്നിട്ട്, ചെറിയ ഉറുമ്പുകൾ വന്നിട്ട് ധാന്യപ്പുരകളിൽ സൂക്ഷിച്ചു വെച്ച എല്ലാ പയറും പരിപ്പും അരിയും ഗോതമ്പും മുഴുവൻ തിന്നു തീർത്തു. എവിടെ നോക്കിയാലിത്. ബനൂ ഇസ്രായേലിയുടെ വീട്ടിലാണെങ്കിൽ ഒരു കുഴപ്പം കാണുന്നില്ല, ഇവരുടെ വീട്ടിൽ മുഴുവൻ ഉറുമ്പ്. ഉറുമ്പല്ല, ഒരു 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 ചെറിയ ഒരു സാധനം, ഒരു ഇൻസെക്ട്സ്. ഖുർആൻ പറഞ്ഞത് അർസൽന അലൈഹിമുൽ ജറാദ വൽ ഖുമ്മൽ. അല്ലാഹു ചെറിയ ഒരു 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 ഇൻസെക്റ്റിനെ, ഒരു പ്രാണിയെ അവർക്ക് അയച്ചു കൊടുത്തു. എല്ലായിടത്തും അത്. അപ്പോഴും ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞു മൂസ നബി അലൈഹി ഇസ്ലാമിനോട്. മഹാനവർ നോക്കട്ടെ, ഒരു നബിയുടെ ക്ഷമ എത്രയായിരിക്കും. അമ്പിയാക്കന്മാർ അങ്ങനെയാണ് അള്ളാഹു പറഞ്ഞേക്കുന്നത്, അല്ലെങ്കിൽ പോയി പണി നോക്കിയെന്ന് പറയില്ലേ. ഇപ്പം എത്രയായിപ്പത്. മൂസ നബി വീണ്ടും ദ്വാരം കൊടുത്തു. അല്ലാഹുമ്മ ഫർരിജ്, പടച്ചോനെ ചിലപ്പോൾ ഏറ്റവും ഹിദായത്ത് കിട്ടിയാലോ. അവർ വീണ്ടും പഴയ പരിപാടി തന്നെ. അതിലല്ലാഹു ചെയ്ത പണി ലഫ്ദ. ലഫ്ദ എന്ന് പറഞ്ഞാൽ തവളകൾ. എല്ലായിടത്തും തവളകൾ, ബെഡിലും തലയിലും കുടിക്കുന്ന വെള്ളത്തിലും. ഭക്ഷണമൊക്കെ വിളമ്പിച്ചാൽ അത് വീഴുന്ന തവള. എവിടെ നിന്നാണ് വരുന്നതെന്നറിയില്ല. എല്ലായിടത്തും തവളകൾ. മനുഷ്യൻ ബുദ്ധിമുട്ടായി പോയി. എത്ര ചില മരുന്നടിക്കാൻ, മരുന്നടിച്ച് പോകാതിരുന്ന എന്ത് ചെയ്യും? ചിലപ്പോൾ ഉറുമ്പുകളുണ്ടാവും. അങ്ങനെ എത്ര മരുന്നടിച്ചാലും പോകില്ല, ബുദ്ധിമുട്ടായി പോവും. എല്ലായിടത്തും തവളകൾ. അതിൻ്റെ ശബ്ദം കൂടെ ആലോചിച്ച് നോക്കി എന്തായിരിക്കും ആ നാടിൻ്റെ അവസ്ഥ. ബനൂ ഇസ്രായേലിൻ്റെ വീട്ടിലൊന്നും ഇതില്ല. അപ്പോഴും അവർ ഓടി വന്നു, മൂസ നബി എന്താണ് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതൊന്നും ഞങ്ങൾ ഇക്കാലം അത്രയും കണ്ടിട്ടില്ലല്ലോ. ഒന്നും ദുആയിരുന്നേരി മൂസ നബിയെ. ഞങ്ങൾ സയ്യിദന മൂസ അലൈഹിസ്സലാം വീണ്ടും ദുആ ചെയ്തു. വല്ലാത്ത ക്ഷമയുള്ള നബിയാ മൂസ അലൈഹിസ്സലാം. അല്ലാഹുമ്മ ഫർരിജ് അൻഹും റബ്ബേ, എടുത്തൊഴിവാക്കി കൊടുക്കുക പഠിച്ചവനെ. സർവ്വ ഫ്രോഗോടുന്ന് ഇറങ്ങിപ്പോയി. വീണ്ടും അവരെ പഴയ പരിപാടി തന്നെ. നോക്കണം, 60 കൊല്ലം സമയമെടുത്തിട്ടുണ്ട്. നുബുവത്ത് കഴിഞ്ഞ് 10-60 കൊല്ലത്തിൻ്റെ ഗ്യാപ്പുണ്ടെന്നാണ് അവിടെ. ഇത്രയും കാലഘട്ടത്തിനിടയിൽ അടുത്തത് വരുന്ന രാവിലെ എണീറ്റ് ഓരോരുത്തരും ഓരോ കപ്പ് വെള്ളം കുടിക്കാൻ നോക്കുമ്പോൾ, രാവിലെ വെള്ളം, നല്ല വെള്ളം കപ്പിലെടുത്താൽ ചോര. ചോര എന്ന് മാത്രമല്ല, രക്തത്തിൻ്റെ മണവുണ്ടതിന്. അപ്പോൾ അടുത്ത വീട്ടിൽ പോയി നോക്കി, എടാ ഒരു ഗ്ലാസ് വെള്ളം എടുത്തേ. വെള്ളം കൊടുത്തു. ഇതെന്താ ചോര? എൻ്റെ വീട്ടിൽ തന്നെയാണ്. അപ്പോൾ അവനൊന്നും എടുത്ത് നോക്കി, അതും അവന് ചോരയായിട്ടാണ് കാണുന്നത്. അപ്പോൾ അടുത്ത വീട്ടിൽ കൂടി, അവിടെയും. നമ്മൾ കറണ്ട് പോയാണ്ടല്ലോ അടുത്ത ജനലുറന്നിട്ട് നോക്കണത്. അവിടെ പോയി കിട്ടും. എല്ലായിടത്തും പോയിട്ടുണ്ട് എന്നാണ് സമാധാനമായി എന്ന് പറയും. പക്ഷെ ഇത് സമാധാനിക്കാൻ പറ്റില്ല, വെള്ളം കുടിക്കണ്ടേ. ബനൂ ഇസ്രായേലുകളുടെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ വെള്ളം തന്നെയാണ്. അപ്പോൾ ഇവർ കുറേ കിണർ മുക്കി നോക്കി, നല്ല വെള്ളം കിണർന്ന് മുക്കി അവർ കുടിക്കാൻ പാത്രത്തിൽ ഒഴിച്ചാൽ അത് വദ്ദമ. അള്ളാഹു പറഞ്ഞു, ദമു കൊണ്ടും നാം അവരെ പരീക്ഷിച്ചു. ചോര പോലെ, ചോരയായിട്ട് കണ്ടു തുടങ്ങി. കുടിക്കാൻ പറ്റുന്നില്ല വെള്ളം. സുബ്ഹാനല്ലാഹ്. ആയാത്തിൻ, അള്ളാഹു 9 ദൃഷ്ടാന്തങ്ങളാണ് കൊടുത്തതെന്ന്. എന്നിട്ടും ഇവർ പാഠം പഠിച്ചില്ല. മൂസ നബി അലൈഹി ഇസ്ലാമിൻ്റെ വടി അതിൽപ്പെട്ടൊരു ദൃഷ്ടാന്തമാണ്. കൈ പ്രകാശിച്ചതൊരു ദൃഷ്ടാന്തമാണ്. സമുദ്രം പിളർന്ന ദൃഷ്ടാന്തമാണ്. മൂസ നബി അലൈഹി ഇസ്ലാമിൻ്റെ വിക്ക് പോയത് ഒരു ദൃഷ്ടാന്തമാണ്. ഇങ്ങനെ 9 ദൃഷ്ടാന്തങ്ങൾ ഫറോവൻ്റെ വീട്ടുകാർക്കും നാട്ടുകാർക്കും അള്ളാഹു ഇറക്കി കൊടുത്തിട്ടും അത് സ്വീകരിക്കാതെ വന്നപ്പോഴാണ് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത്. റബ്ബേ, എല്ലാവരോടും പറഞ്ഞു ആരും ഇനി വീട്ടിൽ നിന്ന് ഇറങ്ങണ്ടെന്ന് പറഞ്ഞു. ആരും ഇറങ്ങണ്ട, എല്ലാവരും വീട്ടിൽ തന്നെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞു. ഇനി ആരും പണിക്ക് പോകണ്ടെന്ന് പറഞ്ഞു. അവർ പണിക്കാരാണ്, അടിമകളാണ്. വീട്ടിൽ നിന്ന് ദുആ ചെയ്തോളൂ എന്ന് പറഞ്ഞു. എല്ലാവരും വജഅലൂ ബുയൂതക്കും ഖിബ്ല, നിങ്ങളുടെ ഖിബ്ല നിങ്ങളുടെ വീടിൻ്റെ ചുമരുകൾ തന്നെയാണ്, വീട്ടിൽ നിസ്കരിച്ചാൽ മതി എന്ന് പറഞ്ഞു. വീടിൻ്റെ ചുമരിലേക്ക് നിസ്കരിക്കാൻ. അങ്ങനെ ഒരു മസ്അല ഉണ്ട് അവർക്ക്. നമുക്ക് പറ്റില്ല, നമുക്ക് ഖിബ്ലനെ കിട്ടണേ. അവർക്ക് വജഅലൂ ബുയൂതക്കും ഖിബ്ല, നിങ്ങളുടെ വീട് നിങ്ങളുടെ ഖിബ്ലയാണ്. അങ്ങനെ എല്ലാവരോടും ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ അള്ളാഹുവിൻ്റെ വഹി വന്നു.
നമുക്കിന്ന ദിവസം ഇവിടെ നിന്ന് പോകണം. മൂസ അലൈഹിസ്സലാം അനുയായികളോട് പറഞ്ഞു, നമ്മൾ ഫറോവയും ആളുകളും താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് മാറി താമസിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും കിട്ടിയ മട്ടലും തെങ്ങും എന്താണോ കിട്ടിയത് ഈത്തപ്പന ഓലകളും വെച്ചിട്ട് ചെറിയ ചെറിയ കുടിലുകൾ വെച്ച് ബനു ഇസ്രായേൽ മക്കൾ എല്ലാവരും അവിടെ താമസിച്ചു. അപ്പോൾ ഫറോവൻ്റെ ആളുകൾക്ക് വിഷമായി, കാരണം അവിടെ അടിച്ചു വരാൻ ആൾ വരുന്നില്ല. അങ്ങനെ എല്ലാവരോടും പറഞ്ഞു, നിങ്ങളുടെ അപ്പോഴേക്കും വലിയൊരു അത്ഭുതം ഉണ്ടായി. ഫറോവയുടെ വീട്ടുകാരും കുടുംബക്കാരും നാട്ടുകാരുമായ ഖിബിച്ചുകളുണ്ടല്ലോ, അവരുടെ എല്ലാ സ്വർണ്ണ വെള്ളി നാണയങ്ങൾ കല്ലുകളായി മാറിയിട്ടുണ്ടായിരുന്നപ്പോൾ ആഭരണങ്ങളൊന്നും മാറിയിട്ടില്ല. ആഭരണങ്ങൾ അങ്ങനെ തന്നെയാണ്. മറ്റേതൊക്കെ കല്ലായി മാറിക്കഴിഞ്ഞു. അള്ളാഹു കൊടുത്ത വലിയൊരു പരീക്ഷണമായിരുന്നത്. എന്നിട്ട് ഇവർ പറഞ്ഞു, എല്ലാവരോടും പറഞ്ഞു, പോയിട്ട് യാത്ര ചോദിച്ച് വരുമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും പറഞ്ഞു, നാളെ ഞങ്ങൾ പണിക്ക് വരില്ല കേട്ടോ. എന്തിന്? നാളെ ഞങ്ങളുടെ ഒരു ഉത്സവമാണ്, ഞങ്ങൾക്ക് നല്ല ആഘോഷ ദിവസമാണ് നാളെ. അപ്പോൾ ഞങ്ങൾക്ക് നമ്മുടെ അർബാബിച്ചിൻ്റെ ആ മാല കിട്ടുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ പാവങ്ങൾ ഇത്രയും നൂറ്റാണ്ടിനടുത്ത് ഒരു ആഘോഷവും കണ്ടിട്ടില്ല. ഒരാഘോഷത്തിൻ്റെ കാര്യം പറയല്ലേ, ഇങ്ങനെ കഷ്ടപ്പെട്ട അടിമകളായി ജീവിക്കല്ലേ. അപ്പോൾ എല്ലാവരും അവരവരുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന എല്ലാ ബനു ഇസ്രായേൽ മക്കൾക്കും അവരുടെയൊക്കെ മുതലാളിച്ചുമാരും എന്ത് ചെയ്തു, അവരുടെ ആഭരണങ്ങളൊക്കെ ഒരു ദിവസത്തിനല്ലേ എന്ന് പറഞ്ഞു കൊടുത്തു. കാരണം ഇത് യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ കാലം മുതൽ ഇവർ ബനു ഇസ്രായേലികളിൽ നിന്ന് പിടിച്ചുണ്ടാക്കിയ സംഭവങ്ങളാണ്. അത് അവരുടെ സ്വത്താണ്, ഇവർ കൈയടക്കി വെച്ചതാണ്. കൂലി പോലും കൊടുക്കാതെ ഇവരെ കൊണ്ട് പണിയെടുപ്പിച്ചതെന്നാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഹക്ക് വാങ്ങിച്ചു കൊടുത്തതാണ്. അതുകൊണ്ട് എല്ലാവരുടെ കഴുത്തിലും ആഭരണമായി. പെണ്ണുങ്ങളെ മുഴുവൻ ആഭരണം അണിഞ്ഞിട്ട് നല്ല ഉഷാറിൽ അന്ന് രാത്രിക്ക് രാത്രിയാണ് ഉദ്ഖുലുൽ ബൈത്തൽ അർദൽ മുഖദ്ദസ, പരിശുദ്ധമായ നാട്ടിലേക്ക് യൂസുഫ് നബിയുടെയും യാക്കൂബ് നബിയുടെയും ഇസ്ഹാഖ് നബിയുടെയും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെയും അന്ത്യവിശ്രമസ്ഥാനമായ ജെറൂസലേമിലേക്ക് ബൈത്തുൽ മുഖദ്ദസിലേക്ക് എല്ലാവരും നാട് വിട്ടോളൂ എന്ന് പറഞ്ഞു. ആ രാത്രിയിലാണ് അവർ പുറപ്പെടുന്നത്. ആ രാത്രിയിൽ മൂസ നബി അലൈഹിസ്സലാമിൻ്റെ കൂടെ യാത്ര ചെയ്തത് 6 ലക്ഷം പേരാണെന്നാണ് ചരിത്രം. 6 ലക്ഷം ആളുകൾ, 600,000. അങ്ങനെ ഒരു ദിവസം അവർ യാത്ര നടന്നിട്ട് തന്നെ ഉണ്ട്. ഒരു ദിവസം അങ്ങനെ നോക്കുമ്പോൾ ഒരൊറ്റ ബനു ഇസ്രായേലിനെ കാണുന്നില്ല. ഫറോവയും പോലീസുകാരും അവരൊക്കെ അത്ഭുതപ്പെട്ടു, ഇവരൊക്കെ എവിടെ പോയി എന്ന്. ഫറോ പറഞ്ഞു, ഉടനെ പിടികൂടണം. അങ്ങനെ 10 ലക്ഷം പട്ടാളക്കാരും അതിൽ 1 ലക്ഷം കുതിരസവാരിക്കാരെയും കൊണ്ട് ഈ 6 ലക്ഷം ആളുകളെ പിടിക്കാൻ വേണ്ടി ഇവർ യാത്ര പുറപ്പെട്ടു. ആ യാത്രയാണ് ഫറോവയുടെ നാശത്തിൽ കലാശിച്ചത്. അവിടെയാണ് അള്ളാഹു സമുദ്രം പിളർത്തി കൊടുത്തത്. ഇങ്ങനെയാണ് ഫറോവയുടെ ചരിത്രം അവസാനിക്കുന്നത്. മൂസ നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രം ഖുർആൻ 183 തവണ എങ്ങാനും ആവർത്തിച്ചു എന്നാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. മൂസ നബി അലൈഹിസ്സലാം ലാരിസ്വങ്ങളല്ല, അത് കണക്ക് പറഞ്ഞല്ലേ, 183 ആണോ ഓൾമോസ്റ്റ്. സുബ്ഹാനല്ലാഹ്, അത്രമേൽ നമ്മൾ നിസ്കാരമൊക്കെ മൂസ നബിയോട് ബന്ധപ്പെട്ട് കിടക്കുന്നില്ലേ. അത് മൂസ നബി അലൈഹി സ്വലാം ഹബീബായ തങ്ങളുമായിട്ട് ആ ഒരു സംഭാഷണം നടന്നില്ലായിരുന്നെങ്കിൽ 50 വക്ത് നമ്മൾ നിസ്കരിക്കുക. 5 വക്ത് നിസ്കാരം എന്നത് നമ്മളും മൂസ അലൈഹി സ്വലാമും തമ്മിലുള്ളൊരു ബോണ്ടാണ്. ഓരോ ദിവസവും റഹിമല്ലാഹു അഖി മൂസ എന്ന് ഹബീബായ തങ്ങൾ പറയുമായിരുന്നില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവസാനിപ്പിക്കുകയാണേ, ഞാൻ നേരത്തെ നിർത്തിയിട്ട് 136 തവണ മൂസ അലൈഹിസ്സലാമിൻ്റെ പേര് പരാമർശിച്ചു എന്ന ചരിത്രം പലതുണ്ട്. ഈസ നബി അലൈഹി ഇസ്ലാമിൻ്റെ പേര് 20 തവണ പരാമർശിച്ചു. മുത്തനബി തങ്ങളുടെ പേര് എത്ര തവണ പരാമർശിച്ചു? 4 തവണയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പേര് പറഞ്ഞത്. ബാക്കിയൊക്കെ തങ്ങളോടാണല്ലോ. ഖുൽ, അങ്ങ് പറയുക. ഖുൽ ഹുവല്ലാഹു, ഖുൽ എല്ലാ ഖുൽ തങ്ങളോടാ പേര് പറയില്ല, തങ്ങളുടെ പേര് വിളിക്കൂല അല്ലാഹു തആല. ബാക്കിയൊക്കെ യാ ഈസ ഇബ്നു മറിയം അങ്ങനെയൊക്കെ പറയും. യാ മൂസ എന്ന് പറയും, യാ നൂഹ് എന്ന് പറയും, യാ നൂഹ് ഇഹ്ബിത് ബിസലാമിൻ മിന്ന. ഏതായിരുന്നാലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട്. അള്ളാഹുവിൻ്റെ ഇടപെടലുകൾ വരുമ്പോഴേ അത് കാട്ടുതീ പിടിക്കുകയാണെങ്കിലും യുദ്ധങ്ങൾ നടക്കുകയാണെങ്കിലും ഭീതിപ്പെടുത്തുന്ന ഭയം, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഅ്, പേടിയും വിശപ്പ് കൊണ്ടൊക്കെ അള്ളാഹു പരീക്ഷിക്കുന്ന ഇതൊക്കെ റബ്ബിൻ്റെ ഇടപെടലാണ്. വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസ്, സമ്പത്തിൽ ഇൻഫ്ലേഷൻ വരും, മൂല്യം കുറയും, സമ്പത്തിന് സാധനങ്ങൾക്ക് വില കൂടും. ഇതൊക്കെ സമ്പത്തുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങളാണ്. ബിനഖ്സിൻ മിനൽ അംവാലി വസ്സമറാത്ത്, പഴവർഗ്ഗങ്ങളും ധാന്യങ്ങളും കിട്ടാതെയാകും. വബശ്ശിരി സ്വാബിരീൻ, ക്ഷമിക്കുന്നവർക്ക് സന്തോഷ വാർത്ത അറിയിച്ചു നബിയെ. ഇതൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഇടപെടൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ വിശ്വാസികൾ തിരിച്ചറിയണം.
അതിൻ്റെ ഉള്ളിലേക്ക് നോക്കാൻ കഴിയണം. അള്ളാഹു ആ ഒരു ഹിക്മത്തിൻ്റെ ബസീറത്തിൻ്റെ കണ്ണിലൂടെ കാര്യങ്ങളെ നോക്കിക്കാണാനും അള്ളാഹുലേക്ക് കൂടുതലായിട്ട് അടുക്കാനും നമ്മുടെ അമലുകളും പ്രത്യേകിച്ച് നമ്മുടെ ഖൽബിയായ അമലുകൾ നന്നാക്കിയെടുക്കാനും പ്രത്യേകം ശ്രദ്ധിക്കാം. അനാവശ്യമായ ചർച്ചകളിലേക്കോ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞുകൊണ്ടുള്ള വർത്തമാനങ്ങളിലേക്കോ ഒന്നും പോവണ്ട. നമ്മുടെ ഈമാനും നമ്മുടെ അമലും ഒക്കെ ഡാമേജ് ആവും. നമ്മൾ ആഖിറവുമായി ഫോക്കസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അമലുകൾ അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അള്ളാഹു നമ്മുടെ ഈമാനും യഖീനും അള്ളാഹു ഉറപ്പിച്ചു തരട്ടെ. നമ്മുടെ മുഹമ്മദ് കുഞ്ഞി ഇവിടെ ദുആ വസിയത്തൊക്കെ വായിച്ചത്, മുഹമ്മദ് കുഞ്ഞി ചെറിയൊരു ട്രീറ്റ്മെൻറ്റായിട്ട് എന്തോ ഫീവർ ഒക്കെ ആയിട്ട് അദ്ദേഹം ഹോസ്പിറ്റലിലാന്ന് പറഞ്ഞിരുന്നു. അള്ളാഹു ഷിഫ നൽകട്ടെ, അള്ളാഹു ഷിഫ നൽകട്ടെ. ഹദീസ് عن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال أقرب ما يكون العبد من ربه وهو ساجد فأكثر الدعاء. ഒരു മനുഷ്യൻ അള്ളാഹുവിനോട് നിസ്കാരത്തിൽ ഏറ്റവും അടുക്കുന്നത് സുജൂദിൽ കിടക്കുന്ന സമയത്താണ്. അതുകൊണ്ട് സുജൂദിൽ നിങ്ങൾ പ്രാർത്ഥന വർദ്ധിപ്പിക്കണമേ. ഇമാമിൻ്റെ കൂടെ ഉണ്ടാകുമ്പോൾ വർദ്ധിപ്പിക്കാൻ പറ്റില്ല. ഒറ്റക്ക് സുന്നത്ത് നിസ്കരിക്കും എന്ത് ചെയ്യുക? നമുക്ക് വാരിതായ ദുആകളൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കണം. മഹാനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു അസ്മാ ബീവിൻ്റെ മോനാണ്. സിദ്ദീഖ് തങ്ങളുടെ പേരക്കുട്ടി, പുള്ളി എന്ന് പറയും ചില ഭാഷയിൽ. സിദ്ദീഖ് തങ്ങളുടെ മോളുടെ മകൻ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു സുജൂദിൽ കിടക്കും പറയും, അല്ലാഹുമ്മ ഗ്ഫിർ ലിസുബൈർ ബിനിൽ അവ്വാം വലി അസ്മാ ബിൻതി അബീ ബക്കർ. പാപ്പാക്കും ഉമ്മാക്കും വേണ്ടി വരുന്നു എന്നാണ് അല്ലേ. അല്ലാഹു സുബൈർ ബിൻ അവ്വാം തങ്ങൾക്ക് പുറത്തു കൊടുക്കണേ, അസ്മാ ബീവിക്കും പുറത്തു കൊടുക്കണേ. അത് ഉമ്മയും വാപ്പയാണ്, അവർക്ക് വേണ്ടി ദുആ ചെയ്യും. സുബ്ഹാനല്ലാഹ്. അബൂ യൂസുഫ് റഹിമഹുല്ലാ ഹനഫി മദ്ഹബിൻ്റെ പ്രഗത്ഭനായ പണ്ഡിതൻ, സ്വാഹിബു അബി ഹനീഫ എന്നറിയപ്പെടുന്ന മഹാനവറുകൾ ദുആരക്കും, അല്ലാഹുമ്മ ഗ്ഫിർലി വലി വാലിദയ്യ വലി അബി ഹനീഫ. ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ ദുആ ചെയ്യും, അല്ലാഹുമ്മ ഗ്ഫിർലി വലി വാലിദയ്യ വലി ഷാഫിഈ. ഷാഫി ഇമാമിനും പുറത്തു കൊടുക്കണേ. അഹ്മദ് ഹംബൽ തങ്ങളുടെ ഉസ്താദാണ്. ഇങ്ങനെ നമ്മളുമായി ബന്ധപ്പെട്ട ആളുകളെയൊക്കെ സുജൂദിൽ കിടക്കുമ്പോൾ ദുആർക്കാറുണ്ടെന്നാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മത്തിന് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നമുക്കൊക്കെ ഫഅക്തിറു ഫീഹി ദുആ, അള്ളാഹുവിനോട് ഏറ്റവും കൂടുതൽ അടുത്ത് വരുന്ന നിമിഷം നമ്മൾ സുജൂദിൽ നിൽക്കുമ്പോഴാണ്. ഫഅക്തിറു അദ്ദുആ. അതുകൊണ്ട് അള്ളാഹുവിനോടുള്ള പ്രാർത്ഥന ഒന്നും നമുക്ക് ചൊല്ലാൻ അറിയില്ല എന്ന് വിചാരിക്കുക, മനസ്സിൽ ദുആ ചെയ്യാം. അറബിയിൽ ഖുർആനിലോ ഹദീസിലോ വന്ന് വാരിദായ ദുആകളാണ് ചൊല്ലേണ്ടത്. അതറിയില്ലെങ്കിൽ മലയാളത്തിൽ പറഞ്ഞു പോകരുത്, നിസ്കാരം ബാത്തിലാവും. അങ്ങനെയാണ്, ഓരോന്നിനും പ്രോട്ടോക്കോളില്ലേ. പാസ്പോർട്ട് ആളറിയണം, പാസ്പോർട്ട് മലയാളത്തിൽ എഴുതാൻ പറ്റുമോ? അത് ഇംഗ്ലീഷിൽ എഴുതാം എന്ന പോലെ ഓരോന്നിനും ചില ഡോക്യുമെൻറ്റുകൾ അതിൻ്റേതായ ചില റൂൾസ് ഉണ്ടാവും. നിസ്കാരത്തിൻ്റെ റൂൾ അതാണ്. ആ ഒരു ബേസിക് അറബി ഒരു മുസ്ലിം പഠിച്ചിരിക്കണമെന്നാണ്. നിസ്കാരത്തിൽ ചൊല്ലേണ്ട ദിക്റുകളും ദുആകളും ഫാത്തിഹയും സൂറത്തും മിനിമം ആ നിസ്കാരം നിർവഹിക്കാൻ ആവശ്യമായതാണ് ഒരാൾ മുസ്ലിമായാൽ ആദ്യം പഠിക്കേണ്ടത്. അതിൻ്റെ വാജിബാണ്, അതിൻ്റെ ഫർളാണ്, റുക്കനാണത്. അപ്പോൾ നമുക്ക് മനസ്സുകൊണ്ട് ദുആ ചെയ്യാം. സുജൂദിൽ നമ്മൾ സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി എന്നൊക്കെ ചൊല്ലിക്കഴിഞ്ഞ് ഒരു 5 പ്രാവശ്യം 7 പ്രാവശ്യം 11 പ്രാവശ്യമോ 33 നിങ്ങൾ എത്രയും ചൊല്ലാ, നിങ്ങൾ സുന്നത്ത് നിസ്കരിക്കല്ലേ, ഒറ്റയ്ക്ക് എത്രയും നീട്ടി നിസ്കരിക്കുക. അത് ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം അവിടെ തന്നെ ഖൽബ് കൊണ്ട് ഇങ്ങനെ ദ്വാരക്കാം. നമുക്കൊന്നും അറബിയിലൊന്നും ചൊല്ലാൻ അറിയില്ല എന്ന് വിചാരിക്കുക, നമ്മുടെ ഖൽബ് കൊണ്ട് ഇങ്ങനെ ദ്വാരക്കാം, അവിടെ കിടന്നിട്ട് ദ്വാരക്കാം. അള്ളാഹു എന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അള്ളാഹു എനിക്ക് ഉത്തരം തരും എന്ന ഉറപ്പിൽ നിങ്ങൾ ചോദിച്ചോളൂ, അള്ളാഹു ഉത്തരം തന്നിരിക്കും. അത് അനുഭവിക്കണം, അത് അനുഭവിക്കാനുള്ളതാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. ചൊല്ലിക്കോളൂ. അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ അഖറബു മാ യകൂനുൽ അബ്ദു മിൻ റബ്ബിഹി വഹുവ സാജിദ് ഫഅക്സിറൂ അദ്ദുആ. രണ്ടാമത്തെ ഹദീസ് അൻ ആയിഷത റളിയല്ലാഹു അൻഹാ അനിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി തആല അദ്വമുഹാ വഇൻ ഖല്ല. ലാമിന് ഫതഹാണ്, ഖല്ലു എന്നുണ്ട്, ഖല്ല എന്നാണ്. അഹബ്ബുൽ അഅമാലി ഇലല്ലാഹ്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമല്, നമ്മുടെ അമലുകളിൽ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടത്, അദ്വമുഹാ ദാറ്റ് വിച്ച് ഈസ് കൺസിസ്റ്റൻറ്റ്, എന്നും നിലനിർത്തിക്കൊണ്ടുപോരുന്ന അമല്. വഇൻ ഖല്ല, അതിന് കുറച്ചാണെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ എന്നും ഒരു റക്അത്തെ വിത്ർ നിസ്കരിക്കും, അത് എന്നും ചെയ്യുക. ചില ദിവസം 3, ചില ദിവസം 5, ചിലപ്പോൾ 7, 11 വരെ നിസ്കരിക്കും. ചില ദിവസം വിത്രേ ഉണ്ടാവില്ല, അങ്ങനെ ആവണ്ട. ചില ദിവസം ഒരു 5 ദിവസമൊക്കെ ഓതും,
ചിലപ്പോൾ ഒരു പേജ് ഓതൂല. അങ്ങനല്ല, എല്ലാ ദിവസവും ഒരു 3 പേജ്, ഒരു 5 പേജ്, ഒരു ജുസ് ഓതാൻ പറ്റുന്നുണ്ട്. ആ പറ്റുന്നത് നിലനിർത്തിക്കൊണ്ടുപോരുന്ന അമലാണ് അള്ളാഹുവിന് ഇഷ്ടം. എപ്പോഴെങ്കിലും ചെയ്ത് നമ്മൾ നിർത്തിപ്പോകുന്നതിനേക്കാളും കുറഞ്ഞതാണെങ്കിലും അത് ചെയ്തുകൊണ്ടിരിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അത് കൂട്ടാൻ പറ്റുന്നൊരു കൂട്ടണം, പക്ഷേ കൺസിസ്റ്റൻ്റ് ആവണം, നിലനിന്നു പോവണം. അഹബ്ബുൽ അഅമാലി അൻ ആയിഷത റളിയല്ലാഹു അൻഹാ, ചൊല്ലിക്കോളൂ. അൻ ആയിഷത റളിയല്ലാഹു അൻഹാ അനിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി അദ്വമുഹാ വ ഇൻ ഖല്ല. ഖല്ല എന്ന് പറഞ്ഞാൽ ഖലീലാണെങ്കിലും കുറച്ചാണെങ്കിലും. عن عائشة رضي الله عنها عن النبي صلى الله عليه وسلم قال لا تسبوا الأموات فإنهم قد أفضوا إلى ما قدموا. لا تسبوا الأموات, മരിച്ചുപോയ ആളുകളെ നിങ്ങൾ ചീത്ത പറയരുത്. മരിച്ചുപോയ ആളുകൾ അവർ ഖദ് അഫ്ളൗ ഇലാ മാ ഖദ്ദമു, അവർ ചെയ്ത അമലിൻ്റെ പ്രതിഫലം വാങ്ങാൻ അവർ പോയി കഴിഞ്ഞു. ഇനി അവരുടെ പിന്നാലെ കൂടണ്ട, അവരെ വിട്ടേക്ക്. ജീവിച്ചിരിക്കുന്നവരോട് നിങ്ങൾ ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അവരും ചീത്ത പറയണമെന്നല്ല പറഞ്ഞത്. ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യനോട് നിങ്ങൾ ഒരു ഇൻട്രാക്ഷൻ നടത്തി അയാളോട് നേരിട്ട് ഇന്ന് തെറ്റുകളുണ്ടോ നേരിട്ട് പറയാം. അയാൾക്ക് തൗബ ചെയ്യേണ്ടത് തൗബ ചെയ്തോട്ടെ, തിരുത്തിക്കോട്ടെ. നേരെ മറിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു പാർട്ടിയിലോ ഒരു സംഘടനയിലോ കഴിഞ്ഞു പോയ ഒരാളാണ്, അയാൾ മരിച്ചു പോയിട്ടുണ്ട്, അന്നാ പറഞ്ഞത് ശരിയായില്ല, ഉണ്ടാണ്ടിരുന്നാൽ പോരെ. ആൾ പറഞ്ഞു കഴിഞ്ഞ് പോയി, അള്ളാഹിൻ്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞു. ഇനി എന്തിനാ അവരുടെ പിന്നാലെ കൂടുന്നത്? ഫഇൻ ലാ തസുബ്ബുൽ അംവാൽ, അതുകൊണ്ട് മരിച്ചുപോയ ആൾക്കാരെ ഒരു കുറ്റവും പറയരുത്. ചിലർ പറയും കുറ്റം പറഞ്ഞത് ശരിയൊന്നല്ല, എന്നാലും പറയാം. എന്ത് കാര്യം? മരിച്ചുപോരെ പറ്റി പറയാൻ പോണത്, അത് പറയണത് ശരിയൊന്നല്ല, എന്നാലും എന്തെന്നാലും പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ സൈലൻസ്, മിണ്ടരുത്. നല്ലത് വല്ലതും പറയാനുണ്ടോ പറഞ്ഞോളൂ. ചിലർ പറയും അള്ളാഹ് പുറത്തു കൊടുക്കട്ടെ, എന്നിട്ട് പറഞ്ഞിട്ട് ആൾ ചെയ്ത ദുൽമൊക്കെ പറയാം കഴിഞ്ഞു. അവർ ചെയ്ത അമലിലേക്ക് അവർ നീങ്ങിക്കഴിഞ്ഞു. ഇനി അവർ അള്ളാഹിൻ്റെ അടുത്ത് കൂലിയോ ശിക്ഷയോ വാങ്ങാൻ പോയി കഴിഞ്ഞു. ഇനി അവരുടെ പിന്നാലെ കൂടണ്ട. ഡോണ്ട് ഗോ ബോദറിങ് ദം. ലാ തസുബ്ബുൽ അംവാത്സ്, മരിച്ചുപോയ ആളുകളെ ചീത്ത പറയരുത്. ഫഇന്നഹും ഖദ് അഫ്ളൗ ഇലാ മാ ഖദ്ദമു. ഇന്ന് ജീവിച്ചിരിക്കണോലും വിടൂല, മരിച്ചോലും വിടൂല. ഇപ്പോഴത്തെ കാലഘട്ടം അങ്ങനെയാണ്. മരിച്ചവരെങ്കിലും വിട്ടേക്കുന്നു. എന്തൊരു മനോഹരമായ ആശയം. ലാ തസുബ്ബുൽ അംവാത്സ്, മരിച്ച ആളുകളെ നിങ്ങൾ ചീത്ത പറയല്ലേ. വേറെ ഹദീസിലുണ്ട്, ഇക്രിമ റളിയല്ലാഹു അൻഹു മുസ്ലിമായി വരുമ്പോൾ ലാ തസുബ്ബുൽ ഫഇന്ന സബ്ബൽ മയ്യിതി യദുറുൽ ഹയ്യ വലാ യസുലു ഇലൽ മയ്യിത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം. മരിച്ചുപോയ ആൾക്കാരെ ചീത്ത പറയണ്ട. കാരണം മരിച്ചുപോയ ആളുകളെ നിങ്ങൾ ചീത്ത പറയുന്നത് അവരുടെ മക്കളിലോ കുടുംബക്കാരിലോ ജീവിച്ചിരിക്കുന്നവർക്ക് വിഷമമുണ്ടാവും. മരിച്ച ആൾക്ക് അയാളത് അറിയൊന്നുണ്ടാവില്ല, പക്ഷേ ജീവിച്ചിരിക്കുന്നവർക്ക് അതിനൊരു പ്രയാസം ഉണ്ടാവും. ഇക്രിമ റളിയല്ലാഹു അൻഹു അബൂജഹലിൻ്റെ മോനല്ലേ സ്വഹാബിയായിട്ട് വരുന്നത്. നിങ്ങൾ എന്താ വിചാരിക്കുക? അബൂജഹലിൻ്റെ മകൻ, സാക്ഷാൽ അബൂജഹൽ, ഫിർഔൻ ഹാദിഹിൽ ഉമ്മ, ഇക്രിമത്തു ബിൻ അബീ ജഹൽ, പേരങ്ങനെ. ഇക്രിമ റളിയല്ലാഹു ഷഹീദായ സ്വഹാബിയാൻ. ഇക്രിമ തങ്ങൾ വരുമ്പോൾ അബൂജഹലിൻ്റെ മോന എന്നൊന്നും പറയണ്ട. അത് ജീവിച്ചിരിക്കുന്ന മക്കൾക്ക് വേദന ഉണ്ടാവും. ഇക്രിമ തങ്ങൾ സ്വഹാബിയാണ്. മരിച്ച അബൂജഹൽ ചിലപ്പോൾ അത് കേൾക്കുന്നുണ്ടാവില്ല, പക്ഷേ ഇക്രിമ തങ്ങൾക്ക് വേദന ഉണ്ടാവും. അതുകൊണ്ട് മരിച്ചുപോയ ആൾക്കാരെ പറ്റി നിങ്ങൾ കുറ്റം പറയരുത് എന്ന് പുണ്യനബി അപ്പോഴും പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് ചൊല്ലി നോക്കൂ. അൻ ആയിഷത റളിയല്ലാഹു അൻഹാ അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ലാ തസുബ്ബുൽ അംവാത് ഫഇന്നഹും ഖദ് അഫ്ളൗ ഇലാ മാ ഖദ്ദമു. ബാറക്കല്ലാഹു ഫീക്കും. ദുആ വസിയത്തുണ്ടോ? ആരാ വായിക്കണേ? അസ്സലാമു അലൈക്കും. പായസം തന്ന സഹോദരൻ്റെ മുറാദുകളെ അസ്ലാവാൻ വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇന്ന് സമൂസ തന്ന സഹോദരൻ്റെ മകൾക്ക് 13 വയസ്സ് തികയാണ് മറ്റന്നാൾ. നല്ല മകളാവാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ അവരുടെ ഹയറായ മുറാദുകൾ ഹാസിലാവാൻ വേണ്ടിയിട്ട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. കട്ട്ലേറ്റ് കൊടുത്ത സഹോദരൻ്റെ ഉമ്മാൻ്റെ ആണ്ടാണ്, ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. സദസ്സിലെ ഒരു സഹോദരൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ പ്രയാസങ്ങളാണ്, അവരുടെ ദാമ്പത്യം നന്നാവാൻ വേണ്ടിയിട്ടും സന്തോഷമാവാൻ വേണ്ടിയിട്ടും ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്.
പാപ്പാൻ്റെ ആണ്ടാണ് ചീരിനി കൊടുത്തിട്ടുണ്ട്, പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. മക്കൾക്ക് അനുയോജ്യമായ വരനെ ലഭിക്കാൻ വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഹൈറായ ജോലി ലഭിക്കാൻ വേണ്ടിയിട്ടും കടങ്ങൾ വീടാൻ വേണ്ടിയിട്ടും ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. സദസ്സിലെ ഒരു സഹോദരൻ്റെ എളാമാൻ്റെ മകൻ്റെ കിഡ്നി മാറ്റുന്ന ശാസ്ത്രക്രിയയാണ് ഈ ആഴ്ച പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് എല്ലാം റാഹത്താവുന്നതിന് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. സദസ്സിലെ ഒരു സഹോദരൻ്റെ മകൻ്റെ സ്വഭാവം നന്നാവാൻ വേണ്ടിയിട്ടും കുടുംബത്തോട് അടുക്കാനും സാലിഹായ മകനാവാൻ വേണ്ടിയിട്ട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഹൈറായ ജോലി ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഈ ആഴ്ച നാട്ടിലേക്ക് പോകുന്ന ഒരു സഹോദരനെ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് പേര് ഹജ്ജിന് പോകുന്നുണ്ട്, അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഓൺലൈനായിട്ട് ഒരുപാട് ദുആ വസിയത്തുകൾ വന്നിട്ടുണ്ട്. ഉപ്പാൻ്റെ ബർസഖിയായ ജീവിതം സന്തോഷത്തിലാവാൻ വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. മാതാവിൻ്റെയും പിതാവിൻ്റെയും അസുഖങ്ങൾ സുഖപ്പെടാൻ വേണ്ടിയിട്ട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. മരിച്ചുപോയ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. മക്കൾ സ്വാലിഹാവാൻ വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. മക്കളുടെ നീറ്റ് പരീക്ഷയിൽ നല്ല വിജയം ലഭിക്കുന്നതിന് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. മക്കളുടെ എക്സാമിൽ ഉന്നതമായ വിജയം ലഭിക്കുന്നതിന് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. കുടുംബജീവിതത്തിൽ സന്തോഷം ഉണ്ടാകാൻ വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഹലാലായ മുറാദുകൾ ഹാസിലാവാൻ വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഈമാൻ സലാമത്താവാൻ വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ജോലി ഹൈറാകുന്നതിന് വേണ്ടിയിട്ട് നല്ല ശമ്പളം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഓൺലൈനിലായിട്ടും ഹജ്ജിന് പോകുന്നവർ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അല്ലൈനുള്ള ഒരു സഹോദരൻ ഹൈറായ ജോലിക്കും നല്ല ശമ്പളം കിട്ടുന്നതിന് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അസ്സലാമു അലൈക്കും. അടുത്ത ഇവിടെ എല്ലാ ബുധനാഴ്ചകളിലും ഹദീസ് ക്ലാസ് നടക്കുന്നുണ്ട്. കഴിയുന്നവരൊക്കെ പങ്കെടുക്കണം. അതുപോലെ തന്നെ അടുത്ത ശനിയാഴ്ച മെയ് 10-ാം തീയതി കുട്ടികൾക്ക് അവരുടെ കരിയർ എന്നുവെച്ചാൽ ജോലി സംബന്ധമായ അവരുടെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ അവർക്ക് പേഴ്സണൽ മെൻറ്ററിങ്ങും അതുപോലെ തന്നെ ഒരു കാരിയർ ക്ലിനിക്കും ഇവിടെ വെച്ച് നടത്താൻ ഇന്ത്യൻ ഇസ്ലാമിക് സെൻറ്ററിൽ വെച്ച് നടത്താൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് SKSF എല്ലാവരുടെയും സഹകരണവും പ്രതീക്ഷിക്കുന്നു. 7ാം ക്ലാസ് മുതലുള്ള എല്ലാ കുട്ടികൾക്കും പങ്കെടുക്കാവുന്നതാണ്. മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യണം. കുറഞ്ഞ സീറ്റുകൾ ആണ്. ഒരു 20-25 പേരെയാണ് മാക്സിമം അന്ന് പങ്കെടുപ്പിക്കാൻ വേണ്ടി പറ്റുള്ളൂ. കാരണം ഓരോരുത്തർക്കും അരമണിക്കൂർ വീതം ആ കൗൺസിലർ ഇൻഡിവിജ്വലായിട്ട് ഇൻട്രാക്ഷൻ നടക്കുന്നതാണ്. അസ്സലാമു അലൈക്കും. അസ്സലാമു വറഹ്മത്തുള്ളാഹി. ഒരു 25 കോപ്പി ബുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഫ്രീ ആയിട്ടല്ലേ അവർക്ക് അല്ലേ? ബഹുമാനപ്പെട്ട മർഹൂം വലിയുല്ലാഹി കല്ലാച്ചി ഉസ്താദ് എന്നറിയപ്പെട്ടിരുന്ന വലിയൊരു സൂഫി വര്യൻ ഞാൻ ഇടയ്ക്ക് ക്ലാസ്സിലൊക്കെ പറയാറുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ജീവചരിത്രം, ഒരു വളരെ മനോഹരമായൊരു കൊച്ചു പുസ്തകം ഇവിടെ അവൈലബിൾ ആണ്. 25 ആളുകൾക്ക് ഇത് സീരിയസ് ആയിട്ട് വായിക്കണം എന്നുള്ളവർ എടുത്താൽ മതി, അല്ലെങ്കിൽ തീർന്നു പോകും. 25 കോപ്പിയേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ്. സൂറത്തുന്നൂറിൻ്റെ ഒരു തഫ്സീർ ഒരു പുസ്തകമാക്കിയിട്ട് നമ്മൾ തയ്യാർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ മുൻ വർഷങ്ങളിലുണ്ടായിരുന്ന തഫ്സീർ സൂറത്തുന്നൂർ. അത് 2-3 കോപ്പി ഉണ്ടെന്ന് പറഞ്ഞു ഇവിടെ. അത് വീട്ടിലൊക്കെ നമ്മുടെ പെൺകുട്ടികളൊക്കെ മലയാളം അറിയുന്നവരൊക്കെ ഒന്ന് വായിക്കണം, അല്ലെങ്കിൽ അവർക്ക് വായിച്ചു കൊടുക്കണം. അതറിയേണ്ട ഒരുപാട് മസലകൾ അതിലുണ്ട്. അതുപോലെ സൂറത്തു യാസീനും നൂറും 2 പുസ്തകങ്ങളുണ്ട്. എൻ്റേത് സൂറത്ത് നൂറ് മാത്രമാണ്. യാസീൻ വേറെ പുസ്തകൻ്റെ അല്ലേ? എൻ്റെ തന്നെ ഉണ്ടോ? ഓക്കെ. അപ്പോൾ 2 പുസ്തകമുണ്ട്. രണ്ടും എന്ത് ചെയ്യുക, അവിടെ 1-2 കോപ്പികൾ അവൈലബിൾ ആണ്. ആമിർഖാനെ സമീപിച്ചാൽ മതി. ബുക്ക് പ്ലസ് എന്ന് പറഞ്ഞിട്ട് ദാർഹുദയുടെ ഒരു പബ്ലിഷിംഗ് ബ്യൂറോ ഉണ്ട്, ബുക്ക് പ്ലസ്. അവിടെയാണ് അങ്ങനെ നമുക്ക് നമ്മുടെ മക്കൾക്ക് ആവശ്യമായ കുറേ ഇസ്ലാമിക ദീനി ചരിത്രങ്ങളും കഥകളും ഒക്കെയുള്ള നല്ല ഒരുപാട് പബ്ലിക്കേഷൻസ് മലയാളത്തിലും ഇംഗ്ലീഷിലൊക്കെ ആയിട്ട് അവൈലബിൾ ആണ്. ദാർഹുദൻ്റെ അടുത്താണ് ആ ബുക്ക് പ്ലസ് ഉള്ളത്. എന്നാലും നമുക്ക് ഓൺലൈനിലൊക്കെ ഒന്ന് അപേക്ഷിക്കാൻ പറ്റും. ഇൻഷാ അല്ലാഹ്. ഇവിടെ ദ്വാരക്കാൻ പറഞ്ഞ എല്ലാവരുടെയും എല്ലാവിധ മുറാദുകളും അല്ലാഹു ഹസനാക്കി കൊടുക്കട്ടെ. നമ്മുടെ റസാഖ് ഹാജിൻ്റെ അവരുടെ എളാമ്മയുടെ മകൻ്റെ ഒരു വിഷയത്തിലാണ് ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞത്. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ആ കിഡ്നി സംബന്ധമായ പ്രയാസം അള്ളാഹു പരിഹരിക്കട്ടെ. അള്ളാഹുരുടെ സർജറി
ട്രാൻസ്പ്ലാന്റേഷൻ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അള്ളാഹു സലാമത്താക്കി കൊടുക്കട്ടെ. അബ്ദുറഹ്മാൻ സാഹിബ് അവിടെ ഉണ്ടല്ലേ? ഇൻഷാ അല്ലാഹ്. ആരുടെ ഒരു സുഹൃത്തിൻ്റെ ഭാര്യയുടെ ശാരീരിക അസുഖം മാറാൻ വേണ്ടി അള്ളാഹു അവർക്ക് സലാമത്ത് നൽകട്ടെ, അള്ളാഹു ഷിഫ നൽകട്ടെ. നമ്മുടെ ഉസ്മാൻ്റെ ഉമ്മ ഖത്തറിലേക്ക് യാത്ര പോകുന്നുണ്ട്, യാത്ര ഖൈറാവാൻ വേണ്ടി ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു അവർക്ക് പരിപൂർണമായ ആഫിയത്തും ആരോഗ്യവും നൽകി യാത്രയൊക്കെ അള്ളാഹു എളുപ്പാക്കി കൊടുക്കട്ടെ. ട്യൂമർ ബാധിച്ചൊരു സുഹൃത്ത് പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. 33 വയസ്സുള്ള മുഹമ്മദ് റുമൈസ്, അള്ളാഹു ആ മോന് ഷിഫ നൽകട്ടെ, അവർക്ക് ആ ചെറുപ്പക്കാരൻ അള്ളാഹു ഷിഫ നൽകട്ടെ, അള്ളാഹു സലാമത്ത് നൽകട്ടെ. നമ്മുടെ മുനീർ ഷാൻ്റെ ഒരു അളിയൻ സവാദ് എന്നിവരുടെ അളിയൻ വിസിറ്റിൽ വന്നിട്ടുണ്ട്. അളിയൻ അല്ലേ, ഹൈറായ ജോലി അന്വേഷിക്കുന്നുണ്ട്, അള്ളാഹു എളുപ്പാക്കി കൊടുക്കട്ടെ, ഹൈറിലാക്കി കൊടുക്കട്ടെ. ആരൊക്കെ ജോലി അന്വേഷിച്ചെത്തിയിട്ടുണ്ടോ അവർക്കൊക്കെ അള്ളാഹു ആ വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കട്ടെ. ആമീൻ. റിസ്ക്കിൽ അള്ളാഹു ബറക്കത്ത് നൽകട്ടെ. കച്ചവടങ്ങളിലും ഏർപ്പാടിലും യാത്രയിലും വീട്ടിലും കുടുംബത്തിലും സുഹൃത്തുക്കളിലും നമ്മുടെ നാട്ടിലും മഹല്ലുകളിലും രാജ്യത്തും ലോക രാജ്യങ്ങളിലുമൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല സമാധാനവും സന്തോഷവും അള്ളാഹു നിറച്ചു തരട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. حمدا يوافي نعمه ويكافئ مزيده. اللهم صل على سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد. اللهم إنا نسألك بأسمائك الحسنى وصفاتك العلى وبكلماتك اللهم اغفر ذنوبنا واستر عيوبنا واكشف كروبنا وأد ديوننا واشف أمراضنا وعاف مرضانا وارحمنا وارحم موتانا وموتى المسلمين أجمعين. കാരുണ്യവാനായ അല്ലാഹു ഞങ്ങളുടെ ഈ സദസ്സിനെ ഖബൂൽ ചെയ്യണേ പടച്ചവനെ. ഞങ്ങളോട് വന്നിരിക്കുന്നതും ഇവിടെ ചിലവഴിച്ച ഓരോ സമയവും ഇങ്ങോട്ട് വരാനെടുത്ത എഫേർട്ടും അതിൽ ചിലവഴിച്ച പൈസയും പെട്രോളാണെങ്കിൽ അങ്ങനെ അള്ളാഹു ഏതെല്ലാം തരത്തിൽ ഈ പരിപാടിയിലേക്ക് എത്തിച്ചേരാൻ സഹായകമായിട്ടുണ്ടോ എല്ലാം അള്ളാഹു നീ ഖബൂൽ ചെയ്യണേ പടച്ചവനെ, സ്വീകരിക്കണേ പടച്ചവനെ. ഞങ്ങളുടെ ഈമാൻ വർദ്ധിക്കാനും അറിവ് വർദ്ധിക്കാനും ഞങ്ങളുടെ ചിന്താമണ്ഡലങ്ങൾ വികസിക്കുവാനും അള്ളാഹു അതുവഴി നിന്നിലേക്ക് അടുക്കാനും അള്ളാഹു മുസീബത്തുകളൊക്കെ തടുക്കാനും അതൊക്കെ സ്വീകരിക്കാനുള്ള ക്ഷമയും കരുത്തും ഒക്കെ ഞങ്ങൾക്ക് നൽകിക്കൊണ്ട് നീ അനുഗ്രഹിക്കണേ പടച്ചവനെ. അള്ളാഹുവേ അർഹമുർ-റഹീമായ റബ്ബേ, അള്ളാഹുവേ എവിടെയെല്ലാം യുദ്ധത്തിൻ്റെ അലയൊലികൾ ഉയരുന്നുണ്ടോ അള്ളാഹു നീ സമാധാനം പുനഃസ്ഥാപിക്കണമേ തമ്പുരാനെ. അർഹമുർ-റഹീമീനായ റബ്ബേ, എവിടെയെല്ലാം പ്രശ്നങ്ങളുണ്ടോ അവൾക്ക് നീ പരിഹാരം നൽകി നീ പരിഹരിക്കണേ പടച്ചവനെ. കാരുണ്യവാനായ റബ്ബേ, അള്ളാഹു ഞങ്ങളുടെ വീടിലും കുടുംബത്തിലും മക്കളിലും നാടിലും സമൂഹത്തിലും ഉമ്മത്തിലും കൺകുളിർമയെ നൽകണേ പടച്ചവനെ. അള്ളാഹു ബഹുമാനപ്പെട്ട സമസ്തയിലെ ജമിയത്തുൽ ഉലമ, അതിനനുബന്ധ സംഘടനകൾ, സംവിധാനങ്ങൾ, ഞങ്ങളുടെ മദ്രസകൾ, പള്ളികൾ, അതുപോലെ തന്നെ പണക്കാട് സയ്യിദന്മാർ അടക്കമുള്ള ഉമ്മത്തിൻ്റെ ഉമറാക്കളായ ആളുകൾ എല്ലാവരെയും അള്ളാഹു നീ ഇസ്സത്തിലും നിൻ്റെ ഹിഫ്ദിലുമാക്കണേ പടച്ചവനെ. കാരുണ്യവാനായ റബ്ബേ, ഈ ഉമ്മത്തിന് വഹ്ദത്ത് നൽകണേ പടച്ചവനെ. തഫ്രീഖത്തിൻ്റെയോ വിഭജനത്തിൻ്റെയോ വിഘടനത്തിൻ്റെയോ ശബ്ദങ്ങൾ ഉയരാതെ അള്ളാഹുവെ ക്ഷമിച്ചുകൊണ്ടും പുറത്തുകൊണ്ടും ഒരുമിക്കാനും ഒന്നിച്ചു പോകാനുമുള്ള എല്ലാവിധ സാഹചര്യങ്ങളും അള്ളാഹു നീ സംവിധാനിച്ചു തരണേ പടച്ചവനെ. കാരുണ്യവാനായ റബ്ബേ, ഞങ്ങളൊക്കെ നീ നന്നാക്കി തരണേ പടച്ചവനെ. അർഹമുർ-റഹീമേ, ഞങ്ങളൊക്കെ കുറ്റങ്ങളും പാപങ്ങളും കുറവുകളും ന്യൂനതകളും ഒക്കെ ഉള്ളവരാ റബ്ബേ. അള്ളാഹു ഞങ്ങളെ നീ കഴുകി ശുദ്ധിയാക്കണേ റഹ്മാനെ. അള്ളാഹുവിന് ദുആയിരക്കാൻ വേണ്ടി പറഞ്ഞവരിൽ ഒരുപാട് പ്രശ്നങ്ങൾ അവതരിപ്പിച്ചവരുണ്ട് റബ്ബേ, എല്ലാം പരിഹരിക്കണേ പടച്ചവനെ. കടങ്ങളെ കൊണ്ട് കുടുങ്ങിയവരുണ്ട് റബ്ബേ, ഞങ്ങളുടെയൊക്കെ കടങ്ങൾ വിടാനുള്ള വഴികൾ നീ എളുപ്പമാക്കി തരണേ അല്ലാഹ്. റഹ്മാൻ-റഹീമേ, വിഷമങ്ങൾ നീ പരിഹരിക്കണേ പടച്ചവനെ. ബുദ്ധിമുട്ടുകൾ നീ സലാമത്താക്കി തരണേ പടച്ചവനെ. മനസ്സിന് സമാധാനം എല്ലാവർക്കും നൽകണേ പടച്ചവനെ. ജോലി സംബന്ധമായും സാമ്പത്തികമായും വലിയ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകളുണ്ട് റബ്ബേ. റഹ്മാൻ-റഹീമേ, എല്ലാം നീ സലാമത്താക്കി കൊടുക്കണേ തമ്പുരാനെ. എല്ലാം പരിഹരിക്കണമേ തമ്പുരാനെ. കാരുണ്യവാനായ റബ്ബേ, റഹ്മാൻ-റഹീമായ പടച്ചവനെ, ഞങ്ങളുടെ ദുന്യാവും ആഖിറവും നന്നാക്കി തരണേ പടച്ചവനെ. ദുന്യാവും ആഖിറവും നന്നാക്കണേ റബ്ബേ. അള്ളാഹു ഞങ്ങളുടെ മക്കൾക്ക് ഇൽമ് നൽകണേ, അറിവ് നൽകണേ, വിദ്യാഭ്യാസം നൽകണേ, അദബ് നൽകണേ പടച്ചവനെ. കാരുണ്യവാനായ റബ്ബേ, മരണശേഷം ഞങ്ങൾക്ക് ദുആ ചെയ്യുന്ന മക്കളാക്കി തരണേ പടച്ചവനെ. റഹ്മാൻ-റഹീമേ, വിവാഹപ്രായമെത്തിയവർക്ക് യോജിച്ച ഇണകളെ നൽകണേ പടച്ചവനെ. കല്യാണം കഴിഞ്ഞ് മക്കളാവാൻ കൊതിക്കുന്നവർക്ക് കൺകുണമയുള്ള മക്കളെ കൊടുക്കണേ പടച്ചവനെ. റഹ്മാൻ-റഹീമേ, സക്കറാത്തിൻ്റെ നേരത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുച്ചരിച്ച് മരിക്കാനുള്ള മഹാഭാഗ്യം നൽകണേ റബ്ബേ. മരണത്തിൻ്റെ അവസാന നിമിഷം വരെയും പരിപൂർണ ആഫിയത്ത് കൊണ്ട് അനുഗ്രഹിക്കണമേ പടച്ചവനെ. സലാമത്തിലാക്കണേ റബ്ബേ, ഇസ്സത്തിലാക്കണേ പടച്ചവനെ, ദില്ലത്തിലാക്കരുതേ റബ്ബേ. അള്ളാഹുവേ, യാചനടക്കമുള്ള പ്രശ്നങ്ങളിലേക്ക് പോകാതെ ഞങ്ങളെ നീ അള്ളാഹുവേ ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കാതെ സമ്പത്ത് കൊണ്ട് ഹലാല് കൊണ്ട് ഐശ്വര്യം തന്ന് അനുഗ്രഹിക്കണമേ പടച്ചവനെ.
കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടുന്ന, ബുദ്ധിമോശം സംഭവിക്കുന്ന, ഓർമ്മയില്ലായ്മയിലേക്ക് പോകുന്ന, തളർന്നു പോകുന്ന ഏതെല്ലാം പ്രതിസന്ധികളുണ്ടോ, പ്രയാസങ്ങളുണ്ടോ, ഞങ്ങളെല്ലാവർക്കും അള്ളാഹു ഞങ്ങൾ ഓർക്കുന്നവർക്കും ഞങ്ങളുമായി ആത്മീക ബന്ധമുള്ളവർക്ക്, പടച്ചവനെ ഞങ്ങളെ ദുആകൾ ഓർക്കുന്നവർക്ക്, ഈ സദസ്സിൽ വരാറുണ്ടായിരുന്നവർ, ദീനിനും സമൂഹത്തിനും ഖിദ്മത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നവരും അല്ലാത്തവരുമായ എല്ലാ വിശ്വാസിനികൾക്കും അള്ളാഹു നീ കാവൽ നൽകണേ പടച്ചവനെ. നാളെ റബ്ബേ നിന്നെ ഒന്ന് കാണാനുള്ള ഭാഗ്യം നൽകണേ പടച്ചവനെ. ഹജ്ജിന് വേണ്ടി ഒരുങ്ങി അതിന് പോകാൻ കഴിയില്ലയോ എന്ന ആശങ്കയിലും വേവലാതിയിലുമുള്ള ഒരുപാട് ആളുകളുണ്ട് റബ്ബേ. അള്ളാഹു വഴികളൊക്കെ നീ എളുപ്പമാക്കണേ അള്ളാഹ്, എല്ലാം എളുപ്പമാക്കി കൊടുക്കണേ പടച്ചവനെ. നിയ്യത്ത് ചെയ്തവർക്കത് പൂർത്തിയായി നിർവഹിക്കാനും മഖബൂലും മബ്റൂറുമായി നിർവഹിക്കാൻ നീ തൗഫീക്ക് നൽകണേ പടച്ചവനെ. ഒരുപാട് തവണ നിൻ്റെ ഹറമൈനികളിൽ ഇബാദത്തിലിരിക്കാൻ തൗഫീക്ക് താ പടച്ചവനെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുകയും അവിടുത്തെ സ്വപ്നദർശനമുണ്ടാവുകയും ഹബീബിനെ യഖലത്തിൽ കാണാൻ സാധിക്കുകയും ചെയ്യുന്ന വിധമുള്ള വലിയ വലിയ അനുഗ്രഹങ്ങൾ അള്ളാഹു നീ മുഅ്മിനീങ്ങൾക്ക് നൽകുമ്പോൾ പാപികളും സാധുക്കളുമായി ഞങ്ങളെയും അതിൽ പെടുത്തണേ റഹ്മാനെ. നാളെ നിന്നെ കാണാനുള്ള മഹാഭാഗ്യം നൽകണേ റബ്ബേ. നിൻ്റെ തിരുതാത്ത് കണ്ട് സന്തോഷിക്കുന്ന സന്തോഷം നൽകണേ പടച്ചവനെ. അള്ളാഹു ഞങ്ങൾ ചോദിച്ചതും ചോദിക്കാൻ വിട്ടുപോയതുമായ ഖൈർ ഞങ്ങൾക്ക് നൽകണേ അള്ളാഹ്. ഞങ്ങൾ കാവൽ ചോദിക്കാൻ വിട്ടുപോയ എല്ലാ ഷെറിൽ നിന്ന് നീ കാവൽ നൽകണേ പടച്ചവനെ. വിജാഹി സയ്യിദുൽ കൗനൈനി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ ജഅൽ ഹാദൽ ബലദ آمنا مطمئنا رخاء سخاء. اللهم أدم على دولة الإمارات الاستقرار والأمن والازدهار. اللهم احفظ رئيس الدولة ونوابه وحكامه ولي عهده الأمين. اللهم اجعل هذا البلد آمنا مطمئنا رخاء سخاء وسائر بلاد المسلمين والعالمين أجمعين. آمين برحمتك يا أرحم الراحمين. وصلى الله وسلم وبارك على سيدنا محمد وعلى آله وصحبه وسلم. وبفضله صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. جزاكم الله خيرا. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.